പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ നാൾ വഴികളെയും പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രിയ ജോഷുവ ആൻ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ മകനെ ആമേ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ജോഷുവ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഡാനിയൽ പാസ്റ്ററിനും അരോമ ടി വിക്കും പിന്നെ അരോമ ടി വി അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഓഡിയൻസിനും നമ്മുടെ വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. കുറെ വർഷങ്ങൾ ബോംബെയിൽ നാട്ടിൽ ജനിച്ചാണെങ്കിലും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ഞാൻ ബോംബെ വന്നുകൊണ്ട് മലയാളം കുറച്ച് പ്രശ്നമാണ്. പക്ഷേ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കുറച്ച് ഞാൻ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ എന്നോട് ക്ഷമിക്കണം ഞാൻ പറയുന്നു. ദൈവം ചെയ്ത വഴികൾ നമ്മളൊന്ന് എല്ലാവരും നമ്മളിപ്പം എന്നെ ഉൾപ്പെടെ എല്ലാവരും നമ്മളൊന്ന് 5 മിനിറ്റെങ്കിലും ഇഫ് വി സിറ്റ് ആൻഡ് വി തിങ്ക് എങ്ങനെ ദൈവം നമ്മളെ നടത്തിയ വഴി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാം ഓരോരോ മൂമെന്റ്സ്, ഈവൻ മോർണിംഗിൽ നമ്മൾ എഴുന്നേൽക്കുന്ന തൊട്ട് രാത്രി കിടക്കുന്നവരെ ദൈവം ചെയ്ത ഓരോരോ മിറക്കിൾസ്, ഓരോരോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിന് തരുന്ന ഉത്തരം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മളത് ഫോക്കസ്, നമ്മുടെ ഏറ്റവും ഉള്ള ഫോക്കസ് എന്ന് വെച്ചാൽ എപ്പോഴും ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് തന്നില്ല, ഇത് തന്നിട്ടില്ല, ഇത് പ്രാർത്ഥിച്ച വിഷയത്തിന് വിടുതലുണ്ടായിട്ടില്ല. പക്ഷെ ചെയ്ത വിടുതൽ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങൾക്ക് നമ്മുടെ ടെസ്റ്റ് മണി ഒന്നും നമ്മൾ അറിയാതിരിക്കുന്നത്. അത് ഞാൻ ഇത് പറഞ്ഞതിന്റെ സാരം, വൺ ടെസ്റ്റ് മണി, ഞാനൊരു യൂത്ത് സെഷനിലായിരുന്നു ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ വെച്ച് ഒരു ടെസ്റ്റ് മണി സെഷൻ കഴിഞ്ഞപ്പോൾ ഞാനൊരു ഇങ്ങനെ സെഷൻ കഴിഞ്ഞ് ഞാൻ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന സമയത്ത് ഒരു യൂത്ത് ഒരു പയ്യൻ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, നല്ല സാക്ഷ്യമായിരുന്നു, നല്ല അനുഗ്രഹമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചില സമയത്ത് മടുക്കും. നമ്മൾ നമ്മുടെ സാക്ഷ്യം തന്നെ പല ചാനലിൽ പല പ്ലാറ്റ്ഫോംസിൽ പറഞ്ഞ് നമ്മൾ മടുക്കും. ബിക്കോസ് അത് തന്നെ നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് പറയുവാണ്. പക്ഷെ എളുപ്പം ദൈവാത്മാവ് ആ പയ്യനെ കൂടുതൽ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, വൺ ടെസ്റ്റ് മണി ലീഡ്സ് ടു അനദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷ്യമാണ് വേറെ സാക്ഷ്യങ്ങളെ ഒരു വേവ് പോലെ ഒരു ബർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങൾ പങ്കുവെക്കാതിരുന്നാൽ ചിലപ്പം നിങ്ങളുടെ സാക്ഷ്യമായിരിക്കും, നമ്മുടെ ഒരു ലൈഫ് ടെസ്റ്റ് മണി ആയിരിക്കും ഫ്രണ്ടിലുള്ള ആൾക്കാർക്ക് ഒരു എൻകറേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊണ്ടുവരുന്നത്. അപ്പം നമ്മളത് പറയാതിരിക്കുന്നത് ഏറ്റവും വലിയൊരു ദൈവത്തോട് കാണിക്കുന്ന അൺഗ്രേറ്റ്ഫുൾനെസ് ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും പറ്റുന്നത് ആക്യുറേറ്റ് ആയിട്ടും പിന്നെ പറ്റുന്ന എല്ലാം ടെസ്റ്റ് മണിയിൽ നിന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. 96-ലാണ് ഞാൻ ജനിക്കുന്നത്. അതിനുശേഷം ഗുഡ് മൂമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഗുഡ് മൂമെന്റ്സ് ഉണ്ട്. ഞാനൊരു ഭയങ്കര സ്റ്റബേൺ ആയിട്ടൊരു ചൈൽഡ് ആയിരുന്നു. സ്റ്റബേൺ എന്ന് പറയുമ്പോൾ അങ്ങനെ വാശിയൊന്നുമില്ല, പക്ഷെ ഞാൻ ചോദിക്കുന്ന മുട്ടായിയും ചോദിക്കുന്ന ബുക്കും സ്റ്റഡീസിൽ ബ്രില്യൻ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും പഠിക്കാറില്ലായിരുന്നു. എൻ്റെ മമ്മി എപ്പോഴും പറയും,
ഇഫ് ഐ യൂസ്ഡ് മൈ 100% ഓഫ് ദ ബ്രെയിൻ ഐ വുഡ് ബി റാങ്ക് ഹോൾഡർ ഇൻ എവറി ക്ലാസ്. ഞാൻ 100% എൻ്റെ ബുദ്ധി ഉപയോഗിച്ചാൽ ഞാനായിരിക്കും റാങ്ക് ഹോൾഡർ എന്ന് പുള്ളിക്കാരി എപ്പോഴും പറയും. പക്ഷേ എനിക്ക് വേണ്ടിയ ബുക്സ് എല്ലാം ഇപ്പം എനിക്കൊരു ഡൈജസ്റ്റ് വേണം, അമ്മ അത് കൊണ്ടുതരും. ഞാൻ സ്കൂളിൽ പോകുമ്പം പിള്ളേരെ പുതിയ പേന കണ്ടു, അത് വേണം, അത് അമ്മ മേടിച്ചു തരും. കാരണം അമ്മയുടെ ഫോക്കസ് ആയിരുന്നു ഞാൻ നല്ലോണം പഠിക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ പഠിക്കാൻ അത്രയും ഭയങ്കര ഒരു ഇതായിരുന്നു, കുറച്ചൊക്കെ ഉഴപ്പി. പക്ഷേ എക്സാമിന്റെ ആ വീക്കിൽ ഒരു നല്ലോണമൊക്കെ പഠിച്ച് നല്ല മാർക്കൊക്കെ കൊണ്ടുവരും. പക്ഷെ അത് ഫുള്ള് സെമിസ്റ്റർ നല്ലോണമൊക്കെ ഒന്നും പഠിക്കാതെ ഇങ്ങനെ കുസൃതൊക്കെ കാണിച്ചു പോകും. അപ്പൊ അങ്ങനത്തെ കുറെ നല്ല ഹാപ്പി മൊമെന്റ്സ്, നല്ല ഫാമിലി ആയിട്ടുള്ള നല്ല മൊമെന്റ്സ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ നല്ല മൊമെന്റ്സ് നോക്കുവാണെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടോ പിന്നെ ചർച്ച് ബേസ്ഡ് ആയിട്ടുള്ള നല്ല മൊമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എപ്പോഴും ഞങ്ങൾ ഒരു ഐസൊലേഷൻ രീതിയിലായിരുന്നു. ഞാൻ മിക്കവാറും പറയും കോവിഡ് വന്നത് വേൾഡ് തന്നെ 2020-2021 ഒക്കെ ആയിരിക്കും. ഞങ്ങളുടെ ലൈഫിൽ ഐസൊലേഷൻ പണ്ട് മുതലേ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ അതൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ട് ഒത്തിരി എഫക്റ്റ് ആയിട്ടില്ല. ജേർണി ഞാൻ ആക്ച്വലി ഞാൻ എപ്പോഴും ഞാൻ ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ സ്റ്റാർട്ട് തൊട്ട് എൻ്റെ വരെ പറയാതെ ഒരു സെക്ഷൻ ഉണ്ട്. ആക്ച്വലി അവിടുന്ന് ഞാൻ റിവേഴ്സ് പോവാം. അപ്പം എനിക്കൊരു നല്ലൊരു ഓവർവ്യൂ കിട്ടും. അപ്പം 2012 ഞാൻ 12th സ്റ്റാൻഡേർഡിലാണ്. അപ്പം 2 months ബിഫോർ ബോർഡ് എക്സാം, നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിലായിരിക്കും, നിങ്ങൾക്കറിയാം ബോർഡ് എക്സാം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഇപ്പം ചില ടീച്ചേഴ്സ് എല്ലാം മിക്കവാറും പാരൻസും പറയും 12th എക്സാം പാസ്സായില്ലെങ്കിൽ ലൈഫിലൊന്നും എത്തത്തില്ലെന്നൊക്കെ പറയും. അപ്പോൾ 2012 ബോർഡ് എക്സാംസിന്റെ 2 months മുമ്പ് ഫെബ്രുവരിയിലാണ് 2013 ഫെബ്രുവരിയിലാണ് ബോർഡ് എക്സാംസ്. 2012 ഡിസംബർ ആയപ്പം ഞാൻ എൻ്റെ കോളേജിലെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പം ഡിസംബർ ആയപ്പോൾ ഞങ്ങൾക്കൊരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അഞ്ജുമൻ ഇസ്ലാം കോളേജ്, ബോംബെയിലുള്ള കോളേജ് ആയിട്ടൊരു റിംഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഡിസംബറിൽ ടൂർണമെന്റ് ആയതുകൊണ്ട് ഒക്ടോബർ തൊട്ട് പ്രാക്ടീസും സെഷൻസ് എല്ലാം തുടങ്ങി. ഞാൻ മെഡിക്കലി ഫിറ്റ് ആയിരുന്നു, ക്ലിയർ ആയിരുന്നു. ടൂർണമെന്റിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫുള്ളി മെഡിക്കലി ഫിറ്റും ക്ലിയറും ആയിരുന്നു. ഡിസംബർ 13th ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഡിസംബർ 14th പിടിച്ചു പോവാം. ഞങ്ങൾ ടൂർണമെന്റ് പോയി കളിച്ചിട്ട് തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് ഐ ഫെൽറ്റ് ലിറ്റിൽ ഡിസ്കംഫർട്ട്. എനിക്ക് എന്തോ ഒരു അൺഈസിനെസ് ഫീൽ ആയി. കാരണം അങ്ങനെ ഒരിക്കലും ഫീൽ ആയിട്ടില്ല, പക്ഷെ എന്തോ അൺഈസിനെസ് ഫീൽ ആയി. ഞാൻ വീട്ടിൽ വന്നു, കിടന്നു. രാത്രി 10 o'clock ആയപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് വോമിറ്റ് ചെയ്തു. ഏർലി മോർണിംഗ്. പിന്നെ മമ്മി ഡോക്ടറാണ്. അപ്പം ദൈവകൃപയിൽ എനിക്ക് എങ്ങും ഒരു ഹോസ്പിറ്റലിലും പോകേണ്ടി വന്നിട്ടില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ അത് ഫേവറേറ്റിസം ആയിരിക്കാം, കൂടുതൽ ബയസ്ഡ് ആയിരിക്കാം. പക്ഷേ എൻ്റെ മമ്മിയുടെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് ഇഷ്ടം. ബിക്കോസ് ഷീ ഈസ് വെരി ജെന്യുവൻ, ഷീ ഈസ് വെരി ഓണസ്റ്റ്. എന്തുണ്ടെങ്കിലും ഷീ സേസ് ഇറ്റ് അപ് ഫ്രണ്ട്, ഒന്നും മറിച്ചു വെക്കാറില്ല. ഉള്ളതുപോലെ പറഞ്ഞിട്ട് എന്തോ അതിന്റെ പ്രൊസീജിയർ വെച്ചാൽ അത് മമ്മി ചെയ്യുന്നു. അപ്പം ഐ ഓൾവേസ് പ്രിഫർ മൈ മംസ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പം 10 o'clock ആയപ്പോൾ ഒരു വോമിറ്റ് ചെയ്തു. മമ്മി എനിക്ക് മെഡിസിൻ തന്നു. ഞാൻ വീണ്ടും കിടന്നുറങ്ങി. 4:30 ഏർലി മോർണിംഗ് ആയപ്പോൾ പിന്നെ ഞാനൊരു വോമിറ്റ് ചെയ്തു. പിന്നെ എണ്ണീച്ചിട്ട് മമ്മി എനിക്ക് കുറച്ച് ചായയോ ഏതാണ്ട് തന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് സ്നാക്സ് തന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് മെഡിസിൻ കഴിച്ചിട്ട് കിടന്നു. പിന്നെ നേരെ എണ്ണീക്കുന്നത് രാവിലെ 10 o'clock-നാണ്. എണ്ണീറ്റ ഉടനെ ഐ ഫെൽറ്റ് ഞാനൊരു രോഗിയെ പോലെ ഐ ഫെൽറ്റ്. ബിക്കോസ് എണ്ണീറ്റ ഉടനെ മമ്മി കാണുന്നത് എൻ്റെ ഹെഡ് തൊട്ട് ടോ വരെ ഫുള്ളി യെല്ലോ ആയിരിക്കുന്നത്. ഫുൾ യെല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല, ഈ കളർ, ഇതുപോലെ കളർ. ആൻഡ് ദെൻ മമ്മിക്ക് ഈ പിടി കിട്ടി ഇമീഡിയറ്റ്ലി എന്തോ സംഭവം എന്ന്. അത് കണ്ട ആർക്കും അറിയാം ജോണ്ടിസ് ആണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും. കാരണം അതുപോലത്തെ ഒരു കളർ ആയിരുന്നത്. അപ്പൊ എന്നെ ഇമീഡിയറ്റ്ലി മമ്മി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ കൊണ്ട് ടെസ്റ്റ് എല്ലാം ചെയ്യാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കാനും വയ്യ, എനിക്ക് ഇരിക്കാനും വയ്യ. എന്നെ അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം റിപ്പോർട്ട്സ് ഒന്നും ഇമീഡിയറ്റ്ലി കിട്ടത്തില്ലല്ലോ. അപ്പം എന്നെ ബേസ്ഡ് ഓൺ ഇത് കണ്ടുള്ള ഡോക്ടർ എക്സാമിനേഷനിൽ ത്രൂടെ എന്നെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് റിപ്പോർട്ട്സ് വന്നപ്പം എൻ്റെ ലിവർ സ്വെല്ലായിട്ടുണ്ടായിരുന്നു. ആൻഡ് ലിവറിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ്സ് സ്റ്റമക്കിൽ നിറഞ്ഞ് അങ്ങനെ കുറെ, ഞാൻ ഫോർ എക്സാമ്പിൾ ഒത്തിരി ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷൻ, ഈവൻ ഓവർ 12 hours പീരീഡിൽ ഒത്തിരി ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിൽ പോയിട്ട് വോമിറ്റിംഗ് സ്റ്റാർട്ടായി. വോമിറ്റിംഗ് സ്റ്റാർട്ടായപ്പം ബ്ലാക്ക് കളറിലെ സബ്സ്റ്റൻസ് ആണ് ഞാൻ
വോമിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഡോക്ടർമാർ ഒത്തിരി ഹൈ ഇതുള്ള ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് ഇപ്പോൾ ആ വോമിറ്റിംഗ് ഒക്കെ അതൊന്ന് സബ്സൈഡ് ചെയ്യാൻ, പക്ഷേ ആൻറ്റിബയോട്ടിക്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പം പറ്റില്ല, ഒത്തിരി ഒരു ഹെൽത്ത് ഡീഗ്രേഡും ആവുന്നുണ്ട്, പക്ഷേ മെഡിസിൻ വർക്കും ചെയ്യുന്നില്ല, ഒരു 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 ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അങ്ങനെ ഒരു 7 days to 10 days, ഒരു 1.5 weeks ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ എൻ്റെ ആ മൊമെന്റ്സിന്റെ ക്രിട്ടിക്കലിറ്റി ഞാൻ പറയുവാണെങ്കിൽ, ഡെയിലി നൈറ്റ് ഹോസ്പിറ്റലിൽ കിടക്കാൻ ഇങ്ങനെ ഉറങ്ങാൻ പോകുമ്പോൾ, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ വാർഡിലാണ്, അപ്പം ഉറങ്ങാൻ പോകുമ്പോൾ അമ്മയുണ്ട് കൂടെ. അപ്പം ഞാൻ പറയുമായിരുന്നു, കിസ് മീ ഗുഡ് നൈറ്റ് ബിക്കോസ് ഐ വോണ്ട് വേക്ക് അപ്പ് ടുമോറോ. എനിക്ക് അത്രയും ഷോർട്ടി ആയിരുന്നു, ഞാൻ ഇനി എണ്ണീക്കത്തില്ലെന്നുള്ള. എല്ലാം രാത്രി കിടക്കുമ്പോൾ അത് പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത്, ബിക്കോസ് അത്രയും ക്രിട്ടിക്കൽ ആയിരുന്നു. എനിക്ക് ജസ്റ്റ് ഒന്ന് ലീൻ അപ്പ് ചെയ്യാൻ പോലും ഒക്കുന്നില്ല, ബിക്കോസ് എൻ്റെ അബ്ഡമൻ എല്ലാം വല്ലാത്ത വേദനയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, സെക്കൻഡ് വീക്ക് ഇൻ ദ ഹോസ്പിറ്റൽ, ഐ വാസ് പ്രേയിങ് വൺ നൈറ്റ്, ആൻഡ് ദെൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഐ ഹാഡ് മൈ വെരി ഫസ്റ്റ്, നമ്മൾ യൂഷ്വലി പറയും, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഉത്തരം എന്നൊക്കെ പറയും. പക്ഷേ പേഴ്സണലി ആസ് എ ബിലീവർ, വെരി ഫസ്റ്റ് ടൈം ഐ സോ ജീസസ് കമ്മിങ് ഇൻ ടു മൈ റൂം. ആ ഹോസ്പിറ്റൽ റൂമിനകത്ത് യേശു കടന്നു വന്നു. ആൻഡ് ദാറ്റ് വാസ് മൈ വെരി ഫസ്റ്റ് എൻകൗണ്ടർ, ഫേസ് ടു ഫേസ് എൻകൗണ്ടർ വിത്ത് ജീസസ്. യേശുവായിട്ട് മുഖാമുഖം കാണുന്ന ഫസ്റ്റ് വെരി എൻകൗണ്ടർ അതായിരുന്നു. അപ്പോൾ യേശു വന്നിട്ട്, ലൈക്ക് ഐ പ്രേഡ് ആൻഡ് ദെൻ ഐ ടുക്ക് സം ഡിസിഷൻസ്, ചില തീരുമാനങ്ങൾ എടുത്തു. ആൻഡ് വെരി നെക്സ്റ്റ് വീക്ക് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ചെയ്തു. പക്ഷേ ഫുള്ളി ജോണ്ടീസ് എല്ലാം ഉടനടി, ലൈക്ക് ഫുള്ളി വിത്തൗട്ട് എനി ലൈക്ക് മെഡിക്കൽ റീസണിങ് കൊടുക്കാൻ ഒക്കത്തില്ല, ബിക്കോസ് യൂഷ്വലി മെഡിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സിക്നെസ് വരുവാണെങ്കിൽ അത് പെയ്യെ ആയിരിക്കും സബ്സൈഡ് ആവുന്നത്. പക്ഷേ ഇത് ഇമ്മീഡിയറ്റ്ലി ഹീലായി. ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും ആ ജോണ്ടീസ് വന്ന കാരണം ദർ വാസ് എ ലോട്ട് ഓഫ് വീക്ക്നെസ് ഇൻ ദ ബോഡി. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി നേരം ഇരിക്കാൻ ഒക്കത്തില്ല, ഒത്തിരി നടക്കാൻ ഒക്കത്തില്ല, വല്ലാത്തൊരു ക്ഷീണവും ഒത്തിരി ടയർഡ്നെസ്സും ആയിരുന്നു. പക്ഷെ മൈൻഡ് യു, ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ്, ഇത് 2 മാസം മുമ്പ്, ബോർഡ് എക്സാം ഫെബ്രുവരി മിഡിലാണ്, ഇത് ഡിസംബർ മിഡിലാണ് സംഭവിക്കുന്നത്. 2 weeks എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഡിസംബർക്ക് വീക്ക് കഴിഞ്ഞു. അപ്പം ജാനുവരിയിൽ ഞാൻ ഫുൾ വീട്ടിലാണ്. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ബോർഡ് എക്സാം വരുന്നുണ്ട്, എന്ത് ചെയ്യണം അറിയില്ല. ഞാൻ പോയി ഞാൻ പ്രിപ്പയർ ചെയ്തൊന്നും എനിക്ക് ഓർമ്മയില്ല, എഴുതുവാണെങ്കിൽ ഞാൻ ഫെയിൽ ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ലൈക്ക് അമ്മ യൂഷ്വലി ഷീ ഹാസ് എ ലൈക്ക് ഒത്തിരി പോസിറ്റീവ് ഔട്ട്ലുക്കാണ് അമ്മയ്ക്കുള്ളത്. അപ്പം അമ്മ പറഞ്ഞു, പോയി എഴുതിക്കോ, ഫെയിൽ ആയ അടുത്ത വർഷം എഴുതാം, പാസ്സായാലും നമുക്ക് ആ വർഷം സേവ് ആയി കിട്ടും, കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ദൈവം നിൻ്റെ കൂടെ ഉണ്ട്, ദ ലോർഡ് ഈസ് വിത്ത് യു, ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ് എന്ന് ഉമ്മ പറഞ്ഞു. സോ ഞാൻ അങ്ങനെ പോയി. ഫെബ്രുവരിയിൽ ഞാൻ ആദ്യം പോയി വൈവേഴ്സ് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ, അപ്പോൾ സെൻറ്റേഴ്സ് ഇല്ല, നമ്മുടെ കോളേജിൽ തന്നെ വൈവേഴ്സ് കൊടുത്തു. ടീച്ചേഴ്സ് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ ബോർഡ് എക്സാം തുടങ്ങി, റിട്ടൺ എക്സാം തുടങ്ങി. സെൻറ്റേഴ്സിൽ അമ്മ രാവിലെ കൊണ്ടുവിടും, പിന്നെ വൈകിട്ട് ഇപ്പം എന്നെ പിക്ക് ചെയ്യാനും അമ്മ വരും, ഉച്ച കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ്. അപ്പം ഞാൻ പോയി എക്സാം ഹാളിൽ പോകുമ്പോൾ എൻ്റെ ഒരു ചെറിയ ഈ ഫോണിൻ്റെ സൈസിലുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു ബൈബിൾ, ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ മാത്രം, കൊച്ചു ബൈബിൾ. അത് ആക്ച്വലി മാഗ്നിഫൈങ് ഗ്ലാസ് ഇട്ട് വായിക്കേണ്ടി വരും, പക്ഷേ ഫോർ സം റീസൺ ഐ ഓൾവേസ് ഹാഡ് ഇറ്റ്. ഞാൻ എൻ്റെ വലിയ ബുക്കായി ബൈബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും തുറന്നിട്ടില്ല കുഞ്ഞു ബൈബിൾ, ബിക്കോസ് വായിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഫോർ സം റീസൺ ഞാൻ കളിക്കാൻ പോകുമ്പോഴും എൻ്റെ ബാഗിനകത്ത് ആ ബൈബിൾ ഉണ്ടായിരുന്നു. പിന്നെ ആ ബൈബിൾ വെച്ച് ആക്ച്വലി ഒത്തിരി വിയേർഡ് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ വാമപ്പിന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സോക്സിനകത്ത് എൻ്റെ ഫുൾ ഫുട്ബോൾ ഔട്ട്ഫിറ്റ് ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ഷീൻ പാഡിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ബൈബിൾ വെച്ചിട്ട് ഞാൻ വാമപ്പ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട്, ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം എനിക്ക് എത്ര 17-18 ഏജ് ഉള്ളായിരുന്നു. അപ്പോൾ ഐ യൂസ് ടു തിങ്ക് ദാറ്റ് ഞാൻ വചനം വെച്ചോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം എൻ്റെ കാലുകളെ അനുഗ്രഹിക്കും. അങ്ങനെയൊക്കെ കുറച്ച് സൈഡ് നോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബൈബിൾ ഞാൻ എൻ്റെ എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഞാൻ ആ എക്സാം ഹാളിലോട്ട് കയറിയിട്ട് ബൈബിളിൻ്റെ ഡെസ്കിൻ്റെ അടിയിൽ വെക്കും. അപ്പം എക്സാമിനർ ഓടി വരും. നമ്മുടെ ബോർഡ് എക്സാമിൽ നമ്മൾ സെൻറ്റേഴ്സിൽ പോകുമ്പോൾ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ്. അവർ ഓടി വന്നിട്ട് പറയും, ഇത് പറ്റത്തില്ല, എക്സാം ഹാളിനകത്ത് പൗച്ചും പേനയും മാത്രമല്ല, വേറെ ഒന്നും കൊണ്ടുവരാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ബൈബിൾ, ഐ കാൺ ഡു ഇറ്റ്, ചെക്ക് ഇറ്റ്. അപ്പോൾ അവർ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കും, അതിനകത്ത് ചീട്ടും ഒന്നുമില്ല. അപ്പം ഞാൻ അത് താഴെ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എക്സാം തുടങ്ങും. ഞാൻ ബേസിക്കലി ഫുള്ള് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യും, സീറ്റ് നമ്പറായി, പേരായി, എല്ലാം ഫില്ല് ചെയ്തിട്ട് എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം. ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബിലീവ്,
പക്ഷെ എനിക്കറിയാവുന്ന ആൻസർ മാത്രം റിപ്പീറ്റ് ആയിട്ട് ബാക്കും ഫ്രണ്ടും പേജസിലെല്ലാം എഴുതി. കാരണം ബുക്ക്ലെറ്റ് ആണ്, നമ്മൾ 12th എക്സാം ബോർഡിൽ പോകുമ്പോൾ ബുക്ക്ലെറ്റ് ആണ് അവർ തരുന്നത്. ഒരു 10, 15, 20 പേജിന്റെ ബുക്ക്ലെറ്റ് ആണ്. ഇപ്പൊ എങ്ങനെ അറിഞ്ഞൂടെ, 2013 എങ്ങനെയായിരുന്നു. അപ്പൊ നമുക്കത് ഫില്ല് ചെയ്യണം. ബേസിക്കലി ഫില്ല് ചെയ്യുന്നല്ല, മാർക്സ് ഫുൾ ആൻസർ ഫില്ല് ചെയ്യണം. പക്ഷെ അത് ഒന്നും എഴുതിയില്ലെങ്കിൽ ഒരു അത് കാണുമ്പോഴേ അറിയാം ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ ആ സെയിം ആൻസർ തന്നെ, വലിയ വലിയ ആൻസർ ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യന്റെ തമ്മിൽ മറിച്ച് ചില ക്വസ്റ്റ്യന്റെ താഴെ വേറെ ക്വസ്റ്റ്യൻസ് ആൻസറിന്റെ സ്പേസിൽ വലിയ വലിയ ക്വസ്റ്റ്യൻസ് വരുന്ന അത് തന്നെ ആൻസറിന്റെ സ്ഥലത്ത് എഴുതി നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എങ്ങനെയും അറിയില്ല. അപ്പോൾ ഉള്ള ആൻസർ തന്നെ റിപ്പീറ്റ് ആയിട്ട് എഴുതി അങ്ങനെ ഫുള്ള് ബുക്ക്ലെറ്റ് ഒക്കെ ഫില്ല് ചെയ്ത് വിത്തിൻ സെയിം ആൻസർ എഴുതുമല്ലോ. അപ്പോൾ വിത്തിൻ എനിക്ക് തോന്നുന്നു 20-30 മാക്സിമം 30 മിനിറ്റ്സ് ആയിരിക്കും എൻ്റെ എക്സാം തീരും. ഞാൻ പറയും ഞാൻ പോവാ. അപ്പം 2-3 വർഷം അങ്ങനെ ആയപ്പോൾ, 2-3 എക്സാം അങ്ങനെ ആയപ്പോൾ സൂപ്പർവൈസേഴ്സ് പറഞ്ഞു, ജോഷ് ഇഫ് യു റൈറ്റ് ലൈക്ക് ദിസ്, ജോഷ് ഇങ്ങനെ എഴുതുവാണെങ്കിൽ യു വോണ്ട് പാസ്. ഞാൻ എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ കുറച്ച് സിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് അവരെന്നെ വിടും. അപ്പം വി നോ വാട്ട് വി ഡിഡ്, നമുക്കറിയാം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന്. അതുകൊണ്ട് റിസൾട്ട് വന്ന മെയില് റിസൾട്ട് ഡിക്ലെയർ ആയി 12th May 2013. അപ്പം ഞാൻ പോയില്ല ചെക്ക് ചെയ്യാൻ. when the day of the result came, all my friends അവർ കാഫേയിലോട്ട് പോയി, കൂട്ടുകാരെല്ലാം കാഫേയിലോട്ട് പോയിട്ട് ചെക്ക് ചെയ്തു. ഞാൻ പോയിട്ടില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. എനിക്ക് പോകേണ്ട മനസ്സേ ഇല്ല. കാരണം ഐ നോ ഞാനൊന്നും എഴുതിയിട്ടില്ല. കൂടിപ്പോൾ ഒരു ആൻസർ ഞാൻ റിപ്പീറ്റ് ആയിട്ട് എഴുതി, ആ ആൻസർ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ വേറെ ഒന്നും കറക്റ്റ് അല്ലായിരിക്കും. അപ്പം ഞാൻ പോയിട്ടില്ല. പക്ഷെ എൻ്റെ ഡൽഹിയിൽ ഒരു അങ്കിൾ ഉണ്ട്. അങ്കിൾ ഹി കോൾഡ് മീ ആൻഡ് ഹി സെഡ്, ജോഷ് പോയി റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മൂളി, അല്ല അങ്കിൾ പറഞ്ഞപ്പോൾ എല്ലാം പോയി ചെക്ക് ചെയ്യേ എന്ന് പറഞ്ഞു. ആൻഡ് ഐ ഹേർഡ് ദാറ്റ് ജോയ് ഇൻ ഹിസ് വോയിസ്. ആ ശബ്ദത്തിലൊരു സന്തോഷം ഞാൻ കേട്ടു. ഐ സെൻസ് ഇറ്റ്. സോ ഞാൻ പോയി കാഫേ പോയിട്ട് എൻ്റെ ക്രെഡൻഷ്യൽസ് സിസ്റ്റത്തിൽ ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഫുള്ള് മാർക്ക് ലിസ്റ്റ് വന്നു. ഞാൻ മാർക്ക് ലിസ്റ്റ് ഒന്നും നോക്കിയില്ല, ഏത് സബ്ജക്റ്റ് ഏത് മാർക്സ് ആണ്. എൻ്റെ ഫോക്കസ് നേരെ പോയത് ലാസ്റ്റിലെ ആ സെൻറ്റൻസിലോട്ടാണ്. പാസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ പെർസെൻറ്റേജ് 42.66%. അത് പ്രേസ് ഗോഡ്, ഹൗ ഐ ഗോട്ട് ഇറ്റ് എനിക്ക് ഇന്നുവരെ അറിഞ്ഞുകൂടാ. ആൻഡ് എന്ത് സംഭവിച്ചു, ഹൗ ഐ ഗോട്ട് ഇറ്റ്, നമ്മുടെ വൈവയുടെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നമ്മൾ പാസ് ആവത്തില്ല. റിട്ടേൺ എഴുതണം നമുക്ക്. ബിക്കോസ് 20-80 ആണ് വെയിറ്റേജ്. വൈവ 20 കിട്ടിയാലും 80 മാക്സിമം 20 വരെ കിട്ടണം. അതെങ്ങനെ കിട്ടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഐ ഡു ബിലീവ് ദാറ്റ് വെൻ ദിസ് ഈസ് മൈ ബിലീഫ്, ഫോർ മൈ സ്ട്രോങ് ബിലീഫ്, ഇതിൻ്റെ ഒരു സ്ട്രോങ് വിശ്വാസമാണ്, നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, ലൈക്ക് ഇഫ് യു ആർ ഓണസ്റ്റ്, ഗോഡ് വിൽ ഫുൾഫിൽ വാട്ട് യു കാൺ ഡു. ബിക്കോസ് ഐ കുഡൻറ്റ് പ്രിപ്പയർ. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല, എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഐ വാസ് വെരി വീക്ക്. ആ സമയത്ത് ഇൻ മൈ വീക്ക്നെസ് ഗോഡ് കെയിം ഇൻ ആൻഡ് ഫിൽഡ് വാട്ട് ഐ കുഡ് ഹാവ് ഡൺ. ദാറ്റ്സ് വാട്ട് ഗോഡ് ഡസ്. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്ക് ഇതാ ഞാൻ കുറച്ച് മുമ്പേ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് പറഞ്ഞു, ദൈവമേ എനിക്ക് ഇത് വേണം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഗോഡ് വിൽ ഫുൾഫിൽ യുവർ നീഡ്സ് ആണ് ഫുൾഫിൽ ചെയ്യുന്നത് യൂഷ്വലി. വോൺസ് ദൈവം ബേസ്ഡ് ഓൺ ഹൗ ഗുഡ് ഹൗ ബാഡ്, നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര നല്ലതാണോ ചീത്തയാണോ വെച്ചാൽ ദൈവം അത് ഫുൾഫിൽ ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിന്റെ പ്രയോറിറ്റി നിങ്ങളുടെ നീഡാണ്. ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ അതൊരു നീഡാണ്. പിന്നെ നിങ്ങളുടെ പഠിത്തം, എഡ്യൂക്കേഷൻ എത്ര വേണം അതൊരു നീഡാണ്. നിങ്ങൾ എന്തുമാത്രം ഹെൽത്തി ആയിട്ടിരിക്കണം അതൊരു നീഡാണ്. ഇതൊക്കെ ദൈവം നിങ്ങളുടെ ഫുൾഫിൽ ചെയ്യുന്ന ആദ്യം നിങ്ങളുടെ നീഡ്സ് ആണ്. അപ്പൊ എനിക്ക് പറ്റാത്തത്, വാട്ട് ഐ കുഡന്റ് ഡു, ഗോഡ് കെയിം ആൻഡ് ഫുൾഫിൽ മൈ നീഡ്സ്. സോ ഐ നീഡഡ് 40%, 35% in 12th. He gave me that. വേണമെങ്കിൽ ദൈവത്തിന് എനിക്ക് ടോപ്പർ ആക്കാമായിരുന്നു. ദാറ്റ് വുഡ് ഹാവ് ബീൻ എ ബിഗർ ടെസ്റ്റിമണി. ബട്ട് ഗോഡ് നോസ് വാട്ട് വി നീഡ് ആൻഡ് വി കാൺ ക്വസ്റ്റ്യൻ. ആൻഡ് ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ അറ്റ് ദാറ്റ് പോയിന്റ് 42.66% എന്ന് പറയുമ്പോൾ എനിക്കത് 80% ഇക്വലന്റ് ആയിരുന്നു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഐ ലൈക്ക് എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെയിം ഫീൽ ആവും. ബിക്കോസ് ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും വെറുതെ എന്തൊക്കെ പോയി എഴുതി. പക്ഷേ പാസ് ആവുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യം. കാരണം ഒരു വർഷം സേവായി കിട്ടി. അങ്ങനെ സന്തോഷത്തിലിരിക്കുമ്പം അപ്പം ഞങ്ങളുടെ കോളേജ് ജൂനിയർ കോളേജും ഡിഗ്രി കോളേജാണ്. ഡിഗ്രി കോളേജിൽ നിന്ന് ഒരു സീനിയർ കോളേജിലെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു, നിനക്കായിട്ട് ഒരു സീറ്റ് ഞങ്ങൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പോർട്സ് കോട്ടയിൽ. വിത്തിൻ 1 വീക്ക് അഡ്മിഷന്റെ ഫീസ് കൊണ്ട് പേ ചെയ്യുവാണെങ്കിൽ അഡ്മിഷൻ കിട്ടും. പക്ഷേ ആ 2013 സമയത്ത് ജസ്റ്റ് ഫോർ 10,000 രൂപയുടെ ഡിഫറൻസിന് വേണ്ടി മാത്രം എനിക്ക് പറ്റിയില്ല. ബിക്കോസ് മൈ മം ട്രൈഡ്.
മമ്മിക്ക് ഉണ്ടായിരുന്ന എല്ലാം മമ്മി ശ്രമിച്ചു നോക്കി, എല്ലാം വഴികൾ. പക്ഷെ ആ സമയത്ത് കുറച്ച് ഞെരുക്കത്തിലായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. പിന്നെ മമ്മിയോട് ഞാൻ പറഞ്ഞു, എന്തായാലും ഇപ്പം കഴിഞ്ഞല്ലേ, എനിക്ക് തോന്നുന്നില്ല ഒരു 6 months അല്ല 1 year ബ്രേക്ക് എടുക്കാം, കുറച്ചൊന്ന് ഹെൽത്ത് റിക്കവർ ആയിട്ട് ഞാൻ അടുത്ത വർഷം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് 5 to 6 months ലേറ്റർ ഇൻ ഒക്ടോബർ സെയിം വർഷം 2013 അമ്മ ക്ലിനിക്കിലായിരുന്ന സമയത്ത്, ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ചെറിയ ആഡ് കണ്ടു. എയർപോർട്ടിൽ ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ടെന്നൊക്കെ ഉള്ള ആഡ് കണ്ടു. അപ്പം അമ്മ പറഞ്ഞു, എന്തായാലും നീ വീട്ടിലിരിക്കുകയല്ലേ, ഇന്റർവ്യൂ പോയി കൊടുത്തു നോക്ക്, കിട്ടിയാൽ ഓക്കെ. അപ്പം നെക്സ്റ്റ് ഇയർ വരെയുള്ള സമയം വരെ നിനക്ക് ജോബ് ചെയ്യാം, അപ്പം നിനക്ക് കുറച്ച് എക്സ്പോഷറും കിട്ടും, നിനക്ക് കുറച്ച് നോളജും കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്റർവ്യൂക്ക് പോയി. അപ്പം ഞാൻ എന്നെ പറ്റി ഒരു പേഴ്സണലായിട്ടൊരു കാര്യം പറയുന്നത്, ഞാൻ വെരി ടോക്കറ്റീവ്. എനിക്ക് ടോക്ക് എ ലോട്ട്. എനിക്ക് ആ പ്രോപ്പർ ആയിട്ടുള്ള എൻവയറമെന്റും പ്രോപ്പർ കമ്മ്യൂണിറ്റിയും എൻ്റെ വേവ് ലെങ്തിലായിട്ടുള്ള ആൾക്കാർ വരുവാണെങ്കിൽ ടോക്ക് എ ലോട്ട്. എനിക്ക് പറയാൻ ആയിരക്കണക്കിന് ടോപ്പിക്സ് ഉണ്ട്. ഐ കാൻ സ്റ്റോപ്പ്, ഐ കീപ് ടോക്കിങ്. ഞാൻ ഒത്തിരി ടോക്കറ്റീവ് ആണ്. അപ്പോൾ ഇന്റർവ്യൂ റൂമിൽ പോയപ്പം എൻ്റെ പേര് വിളിച്ചു, ഞാൻ അകത്ത് പോയി. ഇന്റർവ്യൂ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തീർന്നു, പുള്ളിക്കാരൻ്റെ ചോദ്യം തീർന്നു. ബട്ട് ദെൻ ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ആൻഡ് ദെൻ ഇറ്റ് ബിക്കെയിം എ റിവേഴ്സ് ഇന്റർവ്യൂ. കൂട്ടുകാർ സംസാരിക്കുന്ന പോലെ, ആ ഫുട്ബോൾ ഇത് ഇഷ്ടമാണോ, അത് ഇഷ്ടമാണോ, ഫുട്ബോൾ ഇഷ്ടമാണോ, സാറിന്റെ ഇതിനെ പറ്റിയുള്ള റിവ്യൂ എന്തുവാ. അങ്ങനെ ഒരു എല്ലാവരും ഇന്റർവ്യൂ 5 minute കൊണ്ട് തീരും. എൻ്റെ ഒരു 10-15 minute എടുത്തു. എന്നിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ജോഷ് യു ആർ സെലക്ടഡ്, ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കോഴ്സിന് ചേർത്തു. അങ്ങനെ 15 days ക്രാഷ് കോഴ്സ് ആയിരുന്നു. കാരണം ആ സമയത്ത് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എംപ്ലോയീസിന്റെ ഇതുണ്ടായിരുന്നു, കുറവുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി 15 days ക്രാഷ് കോഴ്സ് കഴിഞ്ഞപ്പം December 18th 19th ആണെന്ന് തോന്നുന്നു, എനിക്കൊരു കോഴ്സ് കഴിഞ്ഞ് എനിക്കൊരു ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ ആ എൻവലപ്പ് തുറന്നു നോക്കിയപ്പോൾ എന്നെ എമിറേറ്റ്സിന്റെ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് നിയമിച്ചെന്നുള്ള ഒരു ഓഫർ ലെറ്റർ ആയിരുന്നു. ഇതും എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു മിറക്കിളാണ്. ഞാൻ പറയാം, ഞാനൊരു 3 കാര്യം ഷെയർ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വൈ ഇറ്റ് ഈസ് എ മിറക്കിൾ. ഓൾ ഓവർ ദി എയർപോർട്ട്, ഇന്ത്യയിലുള്ള ഫുൾ ഓൾ ഓവർ എയർപോർട്ട്, ഡൊമസ്റ്റിക് ആയാലും ഇന്റർനാഷണൽ ആയാലും, നിങ്ങൾ ഓൾ ഓവർ എയർപോർട്ടിൽ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ പൊസിഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ വേണം. ഒന്ന്, 18 years ആയിരിക്കണം. ഞാൻ അപ്പോൾ 17 ആയിരുന്നു. 2, 12th 50% വേണം. എനിക്ക് 42.66 ഉള്ളായിരുന്നു. 3-ാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമായിരിക്കണം. ആ സമയത്ത് ഞാനൊരു മലയാളി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. അപ്പം എനിക്ക് ഇംഗ്ലീഷിന് ഒന്നും അറിയില്ല. ഐ കാൺ സ്പീക്ക്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന സ്റ്റോറി വേറെയാണ്. ഐ കാൺ സ്പീക്ക്. മലയാളമായിരുന്നു ഫസ്റ്റ് ലാംഗ്വേജ്. അപ്പം 3 ബേസ് മെയിൻ ക്രൈറ്റീരിയ, 3-ലും ഞാൻ ഫിറ്റ് ആവത്തില്ല. ബട്ട് ഐ ഗോട്ട് ദ ജോബ്. അങ്ങനെ ജോബ് കിട്ടിയത് വലിയൊരു മിറക്കിളായിരുന്നു. അപ്പോൾ ഫൈനലി ഐ ഫെൽറ്റ് ലൈഫിലെ ഉള്ള ആ അതിലെ കഷ്ടങ്ങളെല്ലാം മാറിപ്പോയി. ദൈവം പുതിയൊരു വഴി തുറന്നു. ഇനി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ട് വീട് മേടിക്കണം, വണ്ടി മേടിക്കണം, അതിലൊരു അമ്മയ്ക്കൊരു സഹായമായിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, 12 hours, മോർണിംഗ് നൈറ്റ് 11 to morning 11. അപ്പം എയർപോർട്ട് ഞങ്ങളുടെ വീട് വഴി 2 hours ഡിഫറൻസ് ഉണ്ട്. അപ്പം എനിക്ക് 2 ട്രെയിനാണ് മാറിപ്പോകേണ്ടത്. അങ്ങനെ December 18th ഞാൻ ജോയിൻ ചെയ്തു. ഐ യൂസ് ടു വർക്ക് ഹാർഡ്, ലൈക്ക്, കാരണം ഞാൻ യങ് ആയിരുന്നു. യങ് ബ്ലഡ് പറയത്തില്ലേ, ടീനേജേഴ്സ് വർക്ക് ചെയ്യുന്ന രീതിയും ഒരു മിഡ് ഏജ് 30-35 വർക്ക് ചെയ്യുന്ന രീതിയും 40-45 വർക്ക് ചെയ്യുന്ന ഭയങ്കര വ്യത്യാസമാണ്. ഹൈലി പ്രൊഡക്റ്റീവ് ആണ് ഏറ്റവും ടീനേജ്, ബിക്കോസ് ദേ ആർ സ്ട്രോങ്, ദേ ആർ വെരി യങ്. അവർക്ക് എന്ത് സംഭവിക്കും, ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആ സ്ട്രെസ് ഇല്ല. ദേ ആർ വെരി ഫ്രീ. അപ്പോൾ യങ് ബ്ലഡ് കാരണം ഞാൻ ഐ ടു വർക്ക് 12 hours ഈസി. ഞാൻ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ എനിക്ക് നിന്ന് ശീലമില്ല. 12 hours വി ഹാഡ് ടു സ്റ്റാൻഡ്. ഇടയ്ക്ക് ഒരു 20-30 minutes ഗ്യാപ്പ് കിട്ടും, ബട്ട് വി ഹാവ് ടു സ്റ്റാൻഡ് 12 hours, മീറ്റ് ദ പാസഞ്ചേഴ്സ്, ഗോ ത്രൂ ഇമിഗ്രേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം. വീട്ടിൽ വരുമ്പം ബേസിക്കലി എൻ്റെ കാലിൻ്റെ ഷൂ ഊരുമ്പോൾ കാല് സ്വെല്ലായി, വെള്ളം നിറഞ്ഞ് ഫിംഗേഴ്സ് എല്ലാം, കാരണം ഇത്രയും നേരം നിന്നുകൊണ്ട് ഫിംഗേഴ്സ് എല്ലാം സ്വെല്ലായി. അപ്പം അമ്മ അതിങ്ങനെ മസാജ് ചെയ്ത് ചൂടുവെള്ളം പിടിച്ച്, കാരണം അടുത്ത ദിവസം പിന്നെ പോകണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് 6 weeks ഞാൻ ജോബ് ചെയ്തു. നെക്സ്റ്റ് ഇയർ, കട്ട് ടു നെക്സ്റ്റ് ഇയർ, January 31st 2014, നൈറ്റ് ഷിഫ്റ്റ് ആണ് സെയിം. അപ്പം എനിക്ക് ഷിഫ്റ്റ് മാറിയിട്ടില്ല, പെർമനൻ്റ് ആയിട്ട് ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി റെയിൽവേ പ്ലാറ്റ്ഫോമിലെത്തി. ഐ സ്റ്റിൽ റിമെമ്പർ ക്ലിയർലി, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ലൈഫിൽ ചില ഇൻസ്റ്റൻസ് നമ്മൾ എത്ര
മറക്കാൻ ശ്രമിച്ചാലും അല്ല എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അത് വി കാൺ ഫോർഗെറ്റ് ദ ഡീറ്റെയിൽസ്. നമുക്ക് ആ ഡീറ്റെയിൽ മറക്കാൻ പറ്റില്ല. ഇത് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നത്, അതുപോലത്തെ ഒരു ഇൻസിഡന്റ് ആയിരുന്നത്. കെയിം ടു ദ റെയിൽവേ പ്ലാറ്റ്ഫോം. ഞാൻ സമയം നോക്കിയപ്പോൾ 9 PM ഇൻഡിക്കേറ്റർ കിടപ്പുണ്ട്. 9 PM ട്രെയിൻ, ലോക്കൽ ട്രെയിൻ ഉണ്ട്. അപ്പം ഞാൻ പ്ലാറ്റ്ഫോമിൽ വന്നു, ഇയർഫോൺസ് ഊരി ഫ്രണ്ടിലെ ബാഗ് ഫ്രണ്ടിലായിരുന്നു. അപ്പം ഇയർഫോൺസ് ഊരി ബാഗിൽ വെച്ചു. ട്രെയിൻ വന്നു, ഞാൻ അങ്ങോട്ട് പാസ്സായി കയറാൻ പോയപ്പം സംതിങ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് ഇൻസ്റ്റന്റ്. ഐ കാണ്ട് എക്സ്പ്ലെയിൻ ഇറ്റ്. സംതിങ് ഹാപ്പൻഡ്, എനിക്ക് പിടി കിട്ടിയില്ല. ട്രെയിൻ സ്റ്റാർട്ടഡ് മൂവിങ്, ബട്ട് ഐ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ദ ട്രെയിൻ. എനിക്ക് ട്രെയിൻ ബോർഡ് ചെയ്യണം. സോ ഐ ഡിൻ ലീവ് ദ ട്രെയിൻ. ആ ട്രെയിനെ പിടിച്ചു വെച്ച് കയറാൻ ശ്രമിച്ച് പറ്റിയില്ല. ട്രെയിൻ മൂവ്ഡ്. ആ ഷോക്കിൽ ഞാൻ തെന്നി വീണു. ആ ഷോക്കിൽ ഞാൻ ട്രെയിനെ പിടിച്ചുകൊണ്ട് വെച്ചു. ലൈക്ക് ഐ കെപ്റ്റ് ഹോൾഡിങ് ഓൺ ടു ദ ട്രെയിൻ. അപ്പോൾ ട്രെയിൻ എന്നെ ഫ്യൂ മീറ്റേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഡ്രാഗ് ചെയ്തു. ആൻഡ് കൈ വിട്ട് കഴിഞ്ഞപ്പം ലൈക്ക് ഐ ഹേർഡ് പീപ്പിൾ സ്ക്രീമിങ് ലൈക്ക് ഹാത്ത് ചോഡ് ലൈക്ക് ഇൻ ഹിന്ദിയിലാണ് ഹാത്ത് ചോഡ്, കൈവിട് എന്ന് അവരെ സ്ക്രീം ചെയ്യുന്നുണ്ട്. ഞാൻ കൈവിടുകയും ഞങ്ങളുടെ ഇവിടെ ലൈക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇഷ്യൂ വിത്ത് റെയിൽവേ ആക്സിഡൻസ് ആർ ദ ഗ്യാപ്പ്. ട്രെയിനിന്റെയും പ്ലാറ്റ്ഫോമിന്റെ നടുക്കുള്ള ഒരു ഗ്യാപ്പാണ് ഏറ്റവും വലിയ ആക്സിഡന്റ് ഇഷ്യൂ. അത് എന്നെ അവർ ഫിക്സ് ചെയ്യുന്ന അറിയില്ല. ഈ മീഡിയം ത്രൂ ആരെങ്കിലും കാണുവാണെങ്കിൽ അതൊന്ന് ഗവൺമെന്റിലോട്ട് എത്തിക്കണം എന്ന് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം ഇയർലി യു ഹാവ് thousands ഓഫ് ആക്സിഡന്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ഗ്യാപ്പ്. ഞാൻ കൈ വിടുകയും പ്ലാറ്റ്ഫോമിൽ ഗ്യാപ്പ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിൽ കിടന്നേനെ. പക്ഷെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാനും എൻ്റെ ബാഗും കംപ്ലീറ്റ് ബോഡി ഞാൻ ആ ഗ്യാപ്പിനിടയിൽ കൂടി ട്രെയിനിൻ്റെ അടിയിൽ പോയി. ആൻഡ് വിത്തിൻ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് ഇതെല്ലാം നടക്കുന്നത് ഒരു വിത്തിൻ 1 minute ആയിരിക്കും. ഭയങ്കര ഫാസ്റ്റ് ആയി ഞാൻ പിടി കയറി, എന്നെ വലിച്ചുകൊണ്ട് പോയി. ഞാൻ കൈ വിട്ടു, ട്രെയിനിൻ്റെ അടിയിൽ പോയി. അങ്ങനെ ട്രെയിനിന്റെ വീല് കയറി പോയതാണ് എൻ്റെ 3 ഫിംഗർ ലോസ് ആയത് ബേസിക്കലി. അപ്പൊ ആ ഫോളിന്റെ ഇമ്പാക്റ്റ് കാരണം എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ട്. അപ്പം എൻ്റെ ബേസിക്കലി സ്പൈൻ ക്രഷായി, സ്പൈനൽ ബോൺ ഫുൾ ക്രഷായി, പൊടിഞ്ഞു പോയി. ആൻഡ് ദെൻ എൻ്റെ ഫുൾ ബോഡിയിൽ ഹെഡ് തൊട്ട് ടോ നോക്കുമ്പം കൈ അല്ലാതെ എൻ്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് ഇല്ല. ഇത്രയും വലിയ ആക്സിഡന്റ് ആയിട്ട് എൻ്റെ ബോഡിയിൽ വെളിയിൽ നിന്ന് ഒരു സ്ക്രാച്ച് ഇല്ല, പക്ഷെ മുറിവ് പറ്റിക്കുന്നതിൽ അകത്തുനിന്നാണ്. അപ്പം ബേസിക്കലി എൻ്റെ സ്പൈൻ ക്രഷ് ആയി പോയി. ആൻഡ് എൻ്റെ ബേസിക്കലി സ്പൈൻ ഓവർലാപ്പ് ആയിപ്പോയി. ഇങ്ങനെ ഒന്നിൻ്റെ മണ്ടേക്ക് ഒന്ന് ഓവർലാപ്പ് ആയി പോയപ്പോൾ എൻ്റെ ബ്രെയിനിൽ നിന്ന് വരുന്ന നമ്മുടെ സ്പൈനൽ കോഡ് മുറിഞ്ഞ് 2 ഹാഫ് ആയിപ്പോയി. കംപ്രസ് അല്ല, 2 പീസ്, ടോട്ടലി ടോൺ അപ്പാർട്ട്, 2 കട്ടായിപ്പോയി. പ്ലാറ്റ്ഫോമിൽ കിടക്കുകയാണ്. ആൾക്കാർ വന്ന് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. ആർക്കും രക്ഷിക്കാൻ ആഗ്രഹമില്ല, ബട്ട് ദേ ആർ ഡൂയിങ് ദാറ്റ്. ലൈക്ക് ഇത് ഇന്ത്യയാണ്, ഇവിടെ ആർക്കും നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മേ ബി ഇഫ് സമ്മൺ കപ്സ് ആൻഡ് പിക്സ് ഇട്ട് അപ്പ്, ആ സമയത്ത് 2014 എന്നൊക്കെ പറയുമ്പോൾ അത്രയും ലോ സ്ട്രോങ് അല്ല, അത്രയും എവിഡൻസ് സ്ട്രോങ് അല്ല. അപ്പൊ ചിലപ്പോൾ അവരുടെ മുകളിൽ വരുമായിരിക്കും കേസ്. അങ്ങനെയൊക്കെ പേടിയുണ്ട് ആൾക്കാർക്ക്. അപ്പം എന്തായാലും പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റാഫാണ്, എയർലൈൻ സ്റ്റാഫാണ്, എനിക്ക് ഇപ്പൊ തന്നെ RPF വിളിക്കണം. അങ്ങനെ അവർ റെയിൽവേ പോലീസിനെ വിളിച്ചു. റെയിൽവേ പോലീസ് പറഞ്ഞിട്ട് ആൾക്കാരെ പൊക്കിയെടുത്ത് പ്ലാറ്റ്ഫോമിലോട്ട് കടത്തി. ബട്ട് ഫ്രം ദാറ്റ് വെരി മൂമെന്റ്, ഫ്രം ദാറ്റ് ബിഗിനിങ്, ആ ഇൻസിഡന്റ് സംഭവിച്ച സമയം തൊട്ട് ഐ കുഡന്റ് ഫീൽ മൈ ലോവർ ഹാഫ്. എൻ്റെ ഹിപ്പ് തൊട്ട് താഴെ ഐ കാണ്ട് ഫീൽ. ലൈക്ക് അപ്പം അവിടെ എനിക്ക് എണ്ണിക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് ബാക്കിലെ സ്പൈൻ കാരണം എനിക്ക് എണ്ണിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്ന് ചുറ്റും നിന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ കാല് മുറിഞ്ഞു പോയോ? കാരണം തൊട്ടിട്ട് എനിക്ക് ഒന്നും ഇല്ലതുപോലെ തോന്നുന്നു. അപ്പൊ നല്ല കാലെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തൊട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, ഫുള്ളില്ല. ലൈക്ക് നമ്മൾ മുടിയെ തൊടുമ്പോൾ നമുക്ക് സെൻസസ് ഇല്ലല്ലോ. നമ്മൾ മുടിയെ തൊടുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ മുടിയല്ല തൊട്ടേക്കുന്നത്, ബിക്കോസ് നമ്മുടെ മുടിയുടെ റൂട്ട് ഹെഡായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നു. പക്ഷെ മുടിയെ തൊടുമ്പോൾ നമുക്ക് സെൻസും ഇല്ല. അത് സെയിം അതുപോലെ തന്നെ തൊടുമ്പോൾ ഒരു സെൻസേഷനും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു പാരൻസിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പം ഐ വാസ് വെരി സ്കേർഡ്. ഇത്രയും വലിയ സംഭവം സംഭവിച്ചു, എനിക്ക് വഴക്ക് കിട്ടു, അടി കിട്ടും എന്നുള്ള പേടി. കാരണം ആ സമയത്ത് ആ ഗ്രാവിറ്റി എന്ത് സംഭവിച്ചെന്നുള്ള അത്രയും ഡെപ്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ഫോൺ എടുത്ത്, ദൈവകൃപയാല് ഫുൾ ഇൻസിഡന്റ് നടന്ന സമയത്ത് ഐ വാസ് നോട്ട് അൺകോൺഷ്യസ്. ഞാൻ അൺകോൺഷ്യസ് ആയിട്ടില്ല. അതൊരു ബ്ലെസ്സിങ്ങും ആണ്. കുറച്ച് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ് ഓഫ് എ തിങ്, ബിക്കോസ് സംടൈംസ് നമ്മൾ ചില ശബ്ദം, ഇപ്പോഴും എനിക്ക് PTSD ഉണ്ട്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ട്. അപ്പം ചില ശബ്ദം കേൾക്കുമ്പോൾ അല്ലെ ചില വേർഡ്സ് കേൾക്കുമ്പോൾ ഞാൻ എളുപ്പത്തിൽ ട്രിഗർ ആവും. ലൈക്ക് ഐ കാൺ ഹാൻഡിൽ ഇറ്റ്, ഐ ഗെറ്റ് ആംഗ്രി, ഐ പാനിക് എ ലോട്ട്. അപ്പം ചില ഓർമ്മകൾ മറന്നേക്കുന്നതായിരിക്കും നല്ലത്, പക്ഷെ ചില പറയത്തില്ല മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റത്തില്ല. So that happened, and then I called my parents, and then so basically parents വിളിക്കാൻ നേരത്ത് one guy was standing on my hand. ഈ ലെഫ്റ്റ് കയ്യിൽ
ചവിട്ടി നിൽക്കുകയായിരുന്നു ബിക്കോസ് ബ്ലഡ് ഫ്ലോ ഒത്തിരി ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന രീതിയല്ല, ഇത് ആക്ച്വലി ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു കുറച്ചെങ്കിലും ഒന്ന് ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ലുക്ക് ബെറ്റർ നൗ, ലോട്ട് ബെറ്റർ. ബേസിക്കലി ഇവിടുന്ന് മുറിഞ്ഞു പോയി ഇത് ഓപ്പൺ ആയി, ഈ സ്കിന്നൊന്നും ഇല്ല. എൻ്റെ നിങ്ങളിപ്പം എത്ര കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ എൻ്റെ മിഡിൽ ഫിംഗർ ഇതാണ്, നിങ്ങൾ അനങ്ങുന്ന കണ്ടോ ഇവിടെ, അരഞ്ഞാൽ ഫുൾ അകത്തോട്ട് കയറി പോയിട്ട് ഫുള്ള് സ്കിന്നെല്ലാം പോയി, ഭയങ്കര വേദനയായിരുന്നു. ആൻഡ് ഐ കാൺ ഗെറ്റ് അപ്പ് ബിക്കോസ് സ്പൈൻ ഓവർലാപ്പ് ആയിരിക്കും, കാൺ ഗെറ്റ് അപ്പ്. പിന്നെ അവിടെ തന്നെ ഒരു സിവിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും ആൾക്കാർക്ക് അറിയില്ല ബാക്കിൽ എന്തോ, കാരണം ഞാൻ ഫ്ലാറ്റ് ആണ് കിടന്നത്. അപ്പം ഡോക്ടേഴ്സിന് അറിയത്തില്ല എന്ത് പറ്റിയെന്ന്, അവർ കൈ മാത്രമേ കാണുന്നുള്ളൂ. അവരത് ഡ്രസ്സ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേർസ്റ്റ് ഹോസ്പിറ്റൽസ്. ആൻഡ് ഐ ബിലീവ് എനിക്ക് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് വിശ്വസിക്കുന്നു, സമയത്തിന് ഇഫ് ഐ വുഡ് ഹാവ് ഗോട്ടൺ ട്രീറ്റ്മെന്റ് മച്ച് വുഡ് ഹാവ് ബിൻ ബെറ്റർ. ഒത്തിരി ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ MRI മെഷീൻ വർക്കിംഗ് അല്ല, പിന്നെ ഡോക്ടേഴ്സ് അവിടെ ഇല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഞാൻ ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ഇവിടെ എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ നിന്ന് ഇറക്കിയപ്പം ഐ സി എ ബോഡി ഓഫ് എ ഗായ്, ഒരു ചെറുക്കൻ അവിടെ കിടപ്പുണ്ട് ഹോസ്പിറ്റൽ വരാന്തയിൽ, ഈസ് ഫുൾ ഇൻ ബ്ലഡ്, ബട്ട് ആരും അവനെ അറ്റൻഡ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ദ കണ്ടീഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അപ്പോൾ അവിടെ ചെന്നു, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ആൻഡ് ദെൻ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് ഓവർനൈറ്റ് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അമ്മ പിന്നെ പേഴ്സണൽ ഇത് തന്നെ എഴുതി കൊടുത്തിട്ട് എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പം അവരുടെ കയ്യിൽ എൻ്റെ ഇവിടെയും ലൈക്ക് ദേ മേഡ് 4 ഹോൾസ്, 4 കിഴുത്ത കഴിച്ചിട്ട് അവർക്ക് എനിക്ക് തോന്നുന്നു ദേ ഫെൽറ്റ്, അവർ ഡയഗ്നോസ് ഒന്നും ചെയ്തില്ല, അവർക്ക് തോന്നിയതായിരിക്കും എനിക്ക് ഫ്രാക്ചർ ഉണ്ടെന്ന്. അതുകൊണ്ട് അവരൊരു അയൺ ഫിക്സേറ്റർ വെച്ചു ലെഫ്റ്റ് കയ്യിൽ. ആ ഫിക്സേറ്റർ കയ്യിലുണ്ട്. എന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റിയപ്പം എൻ്റെ MRI ചെയ്യുന്നില്ല അവർ, ബിക്കോസ് ഈ അയൺ വെച്ചുകൊണ്ട് MRI മെഷീനകത്ത് കയറാൻ ഒക്കത്തില്ല. ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ പിന്നെ അവർ അയൺ ഫിക്സേറ്റർ എല്ലാം മാറ്റി കഴിഞ്ഞ് എൻ്റെ MRI എടുക്കുന്നത് 3rd ഡേയിലാണ്. MRI എടുക്കാതെ ട്രീറ്റ്മെന്റ് തുടങ്ങാനും ഒക്കത്തില്ല. അപ്പോൾ 3 ദിവസം എൻ്റെ സ്പൈന് ഓവർലാപ്ഡ് ആയി കിടന്ന് എൻ്റെ സ്പൈനൽ കോഡ് മുറിഞ്ഞ് ബ്രെയിനിലുള്ള ഫ്ലൂയിഡ് ഇങ്ങനെ 3 ദിവസം പൊക്കോണ്ടിരിക്കുകയാണ്. 2 to 3 days, നോ ട്രീറ്റ്മെന്റ് വാട്ട്സ് എവർ, നത്തിങ് ഡൺ. അങ്ങനെ 3rd ഡേ അവർ ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലെല്ലാം ഫാസ്റ്റ് ആയിരുന്നു. അവർ ഇതെടുത്തു, ഊരിയെടുത്തു, ഫിക്സേറ്റർ ഊരിയെടുത്തു, MRI ചെയ്തു. അപ്പോഴാണ് റിപ്പോർട്ട് വന്നത് ഇങ്ങനെയാണ്. പിന്നെ അവർ എളുപ്പം സർജറി ചെയ്തു. സ്പൈനൽ എൻ്റെ ബാക്കിൽ ഒരു ഇംപ്ലാന്റ് ഇട്ട് സ്പൈൻ ഫിക്സ് ചെയ്തു. എന്നിട്ട് അവർ സ്പൈനൽ കോഡ് ശ്രമിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ സർജറി കഴിഞ്ഞപ്പോൾ അമ്മ ഡോക്ടേഴ്സിൻ്റെ ഓഫീസിൽ പോയിട്ട് ചോദിച്ചു, ലൈക്ക് സർജൻ ഉണ്ടായിരുന്നു, ന്യൂറോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്, ചാൻസസ് ഓഫ് റിക്കവറി 0. ഓൺലി തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫിസിയോതെറാപ്പിയാണ്. കാരണം ഇതുവരെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ കംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറിക്ക് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. കംപ്രസ്ഡ് ആണെങ്കിൽ യു ക്യാൻ തിരുമലായി, മസാജസ് ആയി, ഫിസിയോതെറാപ്പിസ്റ്റ് ആയി, പിന്നെ അതിനുള്ള കുറേ ഇലക്ട്രോഡ് ചെയ്തുള്ള കുറേ എക്സസൈസസ് ഉണ്ട്, തെറാപ്പീസ് ഉണ്ട്, അത് വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യാം, നടക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ദാറ്റ് ബ്രിഡ്ജ് ഇസ് ഗോൺ, നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കതറിയില്ല. എന്നോട് വരുന്ന ഹോസ്പിറ്റലിലായിരുന്ന 2 മാസം ദിവസത്തിൽ 3 നേരം ഫിസിയോതെറാപ്പിസ്റ്റ് വരുമായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞത് നാളെ എണ്ണിച്ച് നടക്കും, അടുത്ത ആഴ്ച എണ്ണിച്ച് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാവുന്നൊക്കെ. എന്നോട് കാര്യം പറഞ്ഞിട്ടില്ല. അപ്പം ബാക്ക് ഫിക്സ് ചെയ്തു. പക്ഷെ കൈയുടെ അവർ കൺഫർമേഷൻ പറഞ്ഞില്ല. 1 മാസത്തോളം അവർ ഡ്രസ്സിങ് ചെയ്തു. എന്നിട്ട് പിന്നെ ഫുള്ള് ഫ്ലഷ് റെഡ്, നല്ലോണം ഫുൾ പസ്സായിരുന്നു, ഫുള്ള് പഴുത്തളിഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഫുള്ള് റെഡായി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടർ പറഞ്ഞു ഇതിപ്പം നല്ല കണ്ടീഷനിലാണ്, നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 10th ആയപ്പോൾ എന്നെ ഹോസ്പിറ്റലിലെ ICU കൊണ്ടുപോയി, ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി, OT-യിലോട്ട് കൊണ്ടുപോയിട്ട് എന്നെ അവിടെ കിടത്തിയേക്കാണ്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് എല്ലാം വന്ന് ഗൗണൊക്കെ ഇടുന്നത്. അപ്പം ഇതൊക്കെ ഇംഗ്ലീഷ് മൂവീസിലേ കണ്ടിട്ടുള്ളൂ. ഡോക്ടേഴ്സ് സഡൻലി ആക്സിഡന്റ് വരുന്നു, ഡോക്ടേഴ്സും ഗൗൺ ഇടുന്നു, പ്രിപ്പറേഷൻ ചെയ്യുന്നു, അവർ കുറേ മെഡിക്കൽ ടേംസ് ഒക്കെ പറയുന്നു, സിസ്റ്റം ഓൺ ആക്കുന്നു, അങ്ങനെ. അപ്പോൾ ഞാൻ ഒത്തിരി ഫാസിനേറ്റഡ് ആയിരുന്നു കണ്ടിട്ട്. പക്ഷെ ഇൻ ദാറ്റ് വെരി മൊമെന്റ് ഐ ഡൈഡ്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഐ ഡൈഡ്. മൈ ബോഡി ടേൺഡ് കോൾഡ്. ഡൈഡ് എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദ സ്റ്റേറ്റ് ഐ വാസ് ഇൻ, ഞാൻ ആ സിറ്റുവേഷൻ ഞാൻ പറയുവാണെങ്കിൽ ഇറ്റ്സ് ഇക്വാലന്റ് ടു ഡെത്ത്. ബിക്കോസ് മൈ ബോഡി ടേൺ കോൾഡ്, ഹാർട്ട് ബീറ്റ് മെഷീൻസിൽ ഷോ ചെയ്യുന്നില്ല,
ഒന്നുമില്ല, നത്തിങ്, നോ റെസ്പോൺസ്, നോ ഹാർട്ട് ബീറ്റ്, നത്തിങ്. ഐ ഡൈഡ് ആൻഡ് ഇൻ ദാറ്റ് ഫ്യൂ മിനിറ്റ്സ് എൻ്റെ ഐ കെയിം ഔട്ട് ഓഫ് മൈ ബോഡി. In that very room I came out of my body. എന്നിട്ട് എൻ്റെ ശരീരത്തിൽ ഞാൻ വെളി വന്നു. And then I am standing in an open space. സ്പേസ് എന്ന് പറയുമ്പോൾ എർത്ത് ഇല്ല, ജൂപ്പിറ്റർ, പ്ലാനറ്റ്സ് ഒന്നുമില്ല, സ്റ്റാർസ് ഇല്ല, മൂൺസ് ഇല്ല, ഒന്നുമില്ല. സ്റ്റാൻഡിങ് ഇൻ ആൻ എംപ്റ്റി വോയിഡ് സ്പേസ്. എന്നിട്ട് മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ സമയം വരെ ആ സമയം എൻ്റെ ആ മൊമെന്റ് വരെ ഞാൻ ഒരിക്കലും റെവലേഷൻസ് വായിച്ചിട്ടില്ല. സോ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് റിട്ടൺ എക്സാക്ട്ലി. റെവലേഷനിൽ എന്തോ എഴുതിയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സോ ഞാനിങ്ങനെ ഓപ്പൺ എയറിൽ നിൽക്കുകയാണ്, ഓപ്പൺ വോയിഡ് സ്പേസിൽ നിൽക്കുകയാണ്, കാറ്റത്ത്. ഐ എം ഔട്ട്സൈഡ് മൈ ബോഡി. ഓക്കെ, ഇത് ഒത്തിരി ഡിഫിക്കൽട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, പക്ഷേ ഐ എം ഔട്ട്സൈഡ് മൈ ബോഡി. ഐ എം സ്റ്റാൻഡിങ് ഇൻ ആൻ ഓപ്പൺ സ്പേസ്. ഞാൻ മുകളിലോട്ട് നോക്കുമ്പോൾ സ്കൈ ഇങ്ങനെ കീറി, നമ്മളൊരു പേപ്പർ കീറി മാറ്റുന്ന പോലെ സ്കൈ റിപ്പായിട്ട് മാറിയിട്ട് ഐ സീ ദ ഹെവൻസ് ത്രോൺ, ദ ത്രോൺ ഓഫ് മേഴ്സി വെർ ജീസസ് ഇസ് സിറ്റിംഗ്. യേശു ഇരിപ്പുണ്ട് ത്രോൺ ഓഫ് മേഴ്സിയിൽ. ഇപ്പുറത്ത് 12 ട്രൈബ്സ് എൽഡേഴ്സ്, ഇപ്പുറത്ത് 12 ട്രൈബ് എൽഡേഴ്സ്. പിന്നെ ഫുള്ള് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എക്സാക്ട്ലി ഹൗ ഇറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റെവലേഷൻ 3, 4, 5. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ദർ ഇസ് നോ ഡിഫറൻസ്. ഞാൻ അങ്ങനെ തന്നെ കണ്ടത്. യേശു ആ ത്രോണിൽ നിന്ന് എണ്ണയിട്ട് നിന്നിട്ട് ഹി ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് ഹി സെഡ്, റിമെയിൻ ഇൻ മീ ആൻഡ് എവറിത്തിങ് വിൽ ബി പോസിബിൾ ഫോർ യു. ഇത് ആക്ച്വലി ഒത്തിരി വൈറ്റലാണ്. ബിക്കോസ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ കുറച്ച് മുമ്പ് ജോണ്ടിസിന്റെ സിറ്റുവേഷൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞില്ല, യേശു എൻ്റെ റൂമിലോട്ട് കടന്നു വന്ന സമയത്ത് ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹി സെഡ്. ഹി സെഡ് ദാറ്റ് റിമെയിൻ ഇൻ മീ ആൻഡ് ഐ വിൽ ഹീൽ യു എന്നാണ് അന്ന് പറഞ്ഞത്. ദിസ് ടൈം ഹി സേസ് റിമെയിൻ ഇൻ മീ ആൻഡ് എവറിത്തിങ് വിൽ ബി പോസിബിൾ ഫോർ യു. അപ്പം അതിലൊരു പ്രോമിസ് ഉണ്ട്, എവറിത്തിങ് ഇസ് പോസിബിൾ ഫോർ മീ. അതിലൊരു ക്ലോസും ഉണ്ട്, റിമെയിൻ ഇൻ മീ. എന്നിട്ട് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ടെസ്റ്റിമണിയുടെ ഇടയ്ക്ക്, ഇവൻ ഞാൻ സെർമൺസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ബ്ലെസ്സിങ്സ് കംസ് വിത്ത് എ കോസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഇസ് ഓൾസോ റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാൻ ആ ക്ലോസിനെ പറ്റി ഒന്ന് പറയാം. നമ്മൾ സാം 91 വായിക്കാറുണ്ട്. നമ്മൾ പറയും ഹി ഹു ഡ്വെൽസ് ഇൻ സീക്രട്ട് പ്ലേസ്. നമുക്ക് ആ വാക്യം അറിയാത്തതിൻ്റെ മറവിൽ നിൽക്കുമ്പോൾ ലൈക്ക് ദാറ്റ് എൻറ്റയർ വേഴ്സ് വി നോ. പക്ഷേ താഴത്തെ വാക്യം ലൈക്ക് ഏഞ്ചൽസ് വിൽ ബി ദെയർ ടു ഗാർഡ് യു, മഹാമാരി വരില്ല, ലോങ് ലൈഫ് തരും, അതൊക്കെ നമ്മൾ ബ്ലെസ്സിങ് നമ്മൾ ഹോൾഡ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. പക്ഷേ ക്ലോസസ് 1, 2 and 3 നമ്മൾ ആ മോസ്റ്റ് ഹൈയുടെ ഷാഡോയിലായി ഇരുന്നാലേ ഇതൊക്കെ കിട്ടുകയുള്ളൂ. ദർ ഇസ് ഓൾവേസ് എ ക്ലോസ്. ദൈവം നമുക്കൊരു അനുഗ്രഹം പോലെ ഒരു ബ്ലെസ്സിങ് ഒരു പ്രോപ്പസി തരുമ്പം ദർ ഇസ് ഓൾവേസ് എ ക്ലോസ്. വി ഹാവ് ടു അലൈൻ ഫോർ ദി അസൈൻമെന്റ്. നമുക്കൊരു അസൈൻമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ അസൈൻമെന്റ് പോകണമെങ്കിൽ വി ഹാവ് ടു അലൈൻ ടു ദറ്റ് അസൈൻമെന്റ്. നമ്മുടെ ഏത് സീസൺ ആയിരിക്കുന്നോ ആ സീസണിൽ നമുക്ക് എന്തോ റെസ്പോൺസിബിലിറ്റി അല്ലെ എന്ത് ബ്ലെസ്സിങ് അല്ലെങ്കിൽ എന്ത് ഡ്യൂട്ടി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂട്ടിക്ക് ഒരു അലൈൻമെന്റ് ഉണ്ട്, ഒരു റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസ് അലൈൻ ചെയ്തില്ലെങ്കിൽ എന്ത് പ്രൊഫസി ആണെങ്കിലും ഇറ്റ് വോണ്ട് കം ടു പാസ് അൺടിൽ യു അലൈൻ യുവർ സെൽഫ് വിത്ത് ദ വേർഡ്, വിത്ത് ഗോഡ്സ് വേർഡ്, വിത്ത് വാട്ട് എവർ ഗോഡ് സ്പോക്ക്. ദൈവം എന്ത് പറയുന്നു അതൊക്കെ അലൈൻമെന്റിലായിരിക്കണം. സോ ദൈവം എനിക്ക് അപ്പം ദാറ്റ് ആ മൂമെന്റ് ഹി സ്റ്റൂഡ് അപ്പ് ഫ്രം ദ ത്രോൺ. എനിക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല. ഐ വാസ് ഓഫ് സ്ട്രക്ക്. നമ്മളിങ്ങനെ ന്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാം കാണുമ്പോൾ നമ്മൾ കാണത്തില്ല സെലിബ്രിറ്റീസ്, ഫാൻസ്, ഇങ്ങനെ ആർട്ടിസ്റ്റ് ഒക്കെ വരുമ്പം ഹൗ ഫാൻസ് ലൂസ് ദർ വോയിസ്, ശബ്ദം പോകുന്നു അല്ലെ ബോധം കെട്ടി വീഴുന്നു. ഐ വാസ് ഇൻ ദാറ്റ് ഓഫ് സ്ട്രക്ക് ബിക്കോസ് മൈ സ്പിരിറ്റ്, ഗോഡ് ക്രിയേറ്റഡ് അസ്, ദൈവമാണ് നമ്മളെല്ലാവരും ഉണ്ടാക്കിയത് അല്ലെ സൃഷ്ടിച്ചത്. അപ്പം അവർ സ്പിരിറ്റ് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ്, നമ്മുടെ സ്പിരിറ്റ് എപ്പോൾ ദൈവത്തെ ക്രിയേറ്ററായിട്ട് മുഖാമുഖം വരുന്നു ഹിറ്റ് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ഇതിന്റെ ക്രിയേറ്റർ ആണെന്ന്. ഇറ്റ് കാൺട്ട് ഹാവ് എനി ക്വസ്റ്റ്യൻസ്. ഒരു സൈഡ് നോട്ടും കൂടെ പറയാം. നമ്മൾ വചനത്തിൽ വായിക്കുന്നു ലൈക്ക് ഇൻ ദി എൻഡ് all knees will bow, all tongues will confess. It's not necessary they have to believe it. They don't have to accept that God is there or എനിക്ക് worship ചെയ്യണം. They don't have to do that. But the moment യേശു അല്ലെങ്കിൽ like when that God the Father, when he comes, when Jesus comes, everybody, all the spirit knows it's a creator and they fall down in worship. നമ്മൾ ജെനിസിസ് റെവലേഷൻ നോക്കുമ്പോൾ every person, ജേക്കബ് ആയാലും മോസസ് ആയാലും ആരായാലും, when they had that God encounter, they fall on their faces. It's the spirit's response. നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവിന്റെ റെസ്പോൺസ് ആണത്. സോ ഐ വാസ് ഓഫ് സ്ട്രക്ക്. ആ മൂമെന്റിൽ എനിക്കൊരു ചോദിക്കാനില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ഹൗ ടു റെസ്പോണ്ട്. ബട്ട് യേശു തോണിൽ നിന്നിട്ട് ഇതാണ് പറഞ്ഞത്, റിമെയിൻ ഇൻ മീ, എന്നിലായിരിക്കുക, നിന്നാൽ സാധ്യം ഒന്നും കാണില്ല. അത് കേൾക്കുകയും the moment that voice hit my ears, I came back to where I was. I started breathing. I opened my eyes and I started, ഞാൻ ആ റൂമിലുള്ള എല്ലാവരോടും പറഞ്ഞു,
ഞാൻ ഇതാ കണ്ടേ, ഇങ്ങനെ കേട്ടു. അപ്പോൾ അവർ പറഞ്ഞത് ഓഫ് കോഴ്സ് മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അവർ പറഞ്ഞു എന്തോ മെഡിസിനിൽ എന്തോ ഓവർഡോസ് ആയതായിരിക്കും, ഹീസ് ഗോൺ നട്ട്സ്. ആ മൊമെന്റിൽ അവന് മനസ്സിലാവുന്നില്ല അവൻ എന്തോ പറയുന്നത്, ചിലപ്പം എന്തൊക്കെയൊക്കെ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിക്കളഞ്ഞു. ബട്ട് ദാറ്റ് വേർഡ് വാസ് വിത്ത് മീ. അങ്ങനെ ഗ്രാഫ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിന് ഹോസ്പിറ്റലിൽ റിലീസ് ചെയ്തു. 6 months ലേറ്റർ, ഒക്ടോബർ മാസത്തിൽ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് മാർച്ചിലാണ്. എൻ്റെ ഈ സെക്കൻഡ് എൻകൗണ്ടറും ഈ മിറാക്കുലസ് ആ പ്രോമിസ് കിട്ടുന്നത് മാർച്ചിലാണ്. പക്ഷേ 6 months ലേറ്റർ ഒക്ടോബറിൽ ഐ വാസ് ഇൻ ട്രബിൾ. ഞാൻ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. നോട്ട് ലൈക്ക് ഇൻ എവറി വേ, ബിക്കോസ് ഞാൻ ഇങ്ങനെയല്ല ജനിച്ചത്. ഞാൻ രാവിലെ എണ്ണിക്കും, നമ്മൾ പോയി പല്ല് തേക്കും, കുളിക്കും, തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കും, എല്ലാം തന്നെ ചെയ്യാൻ പറ്റും. ഐ കുഡൻ അഡ്ജസ്റ്റ് ടു ദ ന്യൂ ഫോം. പുതിയ നോർമലോട്ട് വരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് രാവിലെ എണ്ണീറ്റ് കഴിയുമ്പോൾ അങ്ങനെ കിടക്കുക, ബിക്കോസ് തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് ലോവർ ഹാഫ് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ തിരിഞ്ഞു കിടക്കണമെങ്കിൽ അമ്മ വന്ന് പിടിച്ച് തിരിച്ച് കിടത്തണം, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കിടക്കണമെങ്കിൽ അമ്മ വന്ന് ഇങ്ങോട്ട് തിരിച്ച് കിടക്കണം, കാല് പൊക്കണമെങ്കിൽ അമ്മ വന്ന് പൊക്കണം, പിന്നെ അത് കാലെല്ലാം മണിക്കൂറിന് പൊക്കി താക്കി വെക്കണം, കാരണം അല്ലെങ്കിൽ ബെഡ് സോർ വരും. പിന്നെ യൂറിൻ എപ്പോഴാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ, കാത്തീറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങളായി. എനിക്ക് ആ പുതിയ സിസ്റ്റത്തിലോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഒക്ടോബർ മാസത്തിൽ ഐ വാസ് പ്രേയിങ്, ഐ വാസ് ക്രൈങ്, ബിക്കോസ് ഐ കുഡന്റ് മേക്ക് സെൻസ് ആൻഡ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രേറ്റ്ഫുള്ളി, ലൈക്ക് താങ്ക്ഫുള്ളി, ഇതുവരെ ഐ നെവർ ആസ്ക്ഡ് ടിൽ ദിസ് ഡേ, I never asked God why certain things happened to me. Never once. എന്താ ഇത് സംഭവിച്ചത്, എനിക്ക് എന്താ സംഭവിച്ചത്, വേറെ ആൾക്കാർക്ക് എന്താ സംഭവിക്കാത്തത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നത്, എനിക്ക് മാത്രം എന്ത് സങ്കടം. I never asked, and I'm very thankful I never asked, because somehow it shows how much faith I have in God and how much trust. എനിക്ക് ദൈവത്തിൽ എന്തുമാത്രം വിശ്വാസമുണ്ട് ഞാൻ. It's a proof, it's a sign, and that keeps me very much content. എൻ്റെ ചോദ്യങ്ങൾ ഇതായിരുന്നു. ഇഫ് I don't have legs now, I am dependent. അമ്മയാണ് ഡിപ്പെൻഡൻറ്റ്. സോ എൻ്റെ ആക്സിഡൻറ്റ് വരെ അമ്മ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്ത് 25 years. ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ നോക്കാനായിട്ട് അമ്മ ജോലി ഫുള്ളി കംപ്ലീറ്റ് സർവീസ് റിട്ടയർമെൻറ്റ് എടുത്തിട്ട് അമ്മ എന്നെ നോക്കാനായിട്ട് ഫുൾ ടൈം എൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ എന്നെ നോക്കാൻ ഒരാൾ വേണം. എനിക്ക് തന്നെ ബാത്റൂമിൽ പോകാൻ ഒക്കത്തില്ല, യൂറിൻ പോകുന്ന പോലെ എനിക്ക് അറിയില്ല, മോഷൻ പോകുന്നൊന്നും അറിയുന്നൂടാ. ഫുഡിലും കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിൽ. എഗ്സ് റൈസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ആൽബുമിൻ കണ്ടന്റ് വന്ന് യൂറിൻ ബ്ലോക്ക് ആവുമായിരുന്നു. പിന്നെ ഇരിക്കുന്ന ഐ ഫീൽ ബ്രെത്ത്ലെസ്, ബിക്കോസ് ഹാഫ് ബോഡി നോർമൽ വർക്ക് ചെയ്യുന്നുള്ളൂ ഇവിടുന്ന് മുകളിലോട്ട്. സോ ദി എൻറ്റയർ ലോഡ് ഇസ് ഓൺ ദ ഹാഫ് ബോഡി. അപ്പം വൺ ഓഫ് ദ തിങ്സ് നിങ്ങൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഏതെങ്കിലും പാരലൈസ്ഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ, ഹാഫ് പാരലൈസ്ഡ് ആയാലും ഫുൾ പാരലൈസ്ഡ് ആയാലും ക്വാഡ്രപ്ലജിക് പാരലപ്ലജിക്, ഏത് കാറ്റഗറിയിലെ പാരലൈസ്ഡ് പേഴ്സൺ ആയാലും അവരുടെ ബോഡി ടെമ്പറേച്ചർ ഈസ് എ ബിഗ്ഗസ്റ്റ് ഫാക്ടർ. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പർ ബോഡി നോർമൽ ടെമ്പറേച്ചർ ആണ്, എൻ്റെ ലോവർ ബോഡി ഫുൾ കോൾഡ് ആണ്, ഡെഡ് കോൾഡ്. അത് ഇരിക്കുന്ന ഇരിപ്പിൽ ഫുള്ള് വാമാവും, ഇരിക്കുന്ന ഇരിപ്പിൽ ഫുള്ള് ലോ ആവും. അപ്പം ബോഡി ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യുന്നത് ഭയങ്കര പ്രോബ്ലമാണ്. ഹാർട്ട് ബീറ്റ് റേസസ് ഇരിക്കുന്ന ഇരിപ്പിൽ ഹാർട്ട് ബീറ്റ് റേസ് ആവും. നോട്ട് ബിക്കോസ് BP ഉള്ളതൊന്നും അല്ല, ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം മൂഡ്സ് പോവും, അത് കാരണം ഇരിക്കുന്ന ഇരിപ്പിൽ ഇറിറ്റേഷൻ വരും, അല്ലെങ്കിൽ ഫീവറെ പോലെ ഫീൽ ആവും. കുറേ പ്രശ്നമുണ്ട്, ബിക്കോസ് ബോഡി ടെമ്പറേച്ചർ ഇസ് എ ബിഗ്ഗസ്റ്റ് ഫാക്ടർ. അപ്പൊ അങ്ങനെ എനിക്ക് പറ്റത്തില്ല, ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ തന്നെയായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ കുറെ ചോദ്യം, ലൈക്ക് വാട്ട്സ് ഗോഡ്സ് പർപ്പസ്? അതാണ് എൻ്റെ ഏറ്റവും വലിയ ചോദ്യം ഈ സിറ്റുവേഷനിൽ. വാട്ട് ഈസ് ഗോഡ്സ് പർപ്പസ്? ലൈക്ക് ഡിപ്പെൻഡന്റ് വേണം, തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പൊ വാട്ട്സ് ഗോഡ്സ് പർപ്പസ്? വാട്ട് ഈസ് ഗോഡ്സ് പർപ്പസ്? അങ്ങനെ കുറെ, ഒരു മാസമല്ല, കുറെ പറ്റത്തില്ല മണിക്കൂറോളം ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പം സഡൻലി വൺ ഡേ I remember I was praying this in the evening, and then God spoke to me. ദൈവാത്മാവിനോട് വന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. എനിക്ക് വേറെ ആളെ പറ്റി നിങ്ങളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, പക്ഷേ പേഴ്സണലി എനിക്ക് ഗോഡ് നെവർ ആൻസേഴ്സ് മൈ പ്രേയർ സ്ട്രേറ്റ് അവേ. എൻ്റെ ക്വസ്റ്റ്യൻസ് ദൈവം ഒരിക്കലും അഡ്രസ്സ് ചെയ്തിട്ടില്ല, ബട്ട് എന്താ വേണ്ടിയെന്നാണ് ദൈവം അഡ്രസ്സ് ചെയ്യുന്നത്. സോ ബേസിക്കലി എൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. ദൈവം ഇത് മാത്രമേ എന്നോട് വന്ന് പറഞ്ഞുള്ളൂ, യു സ്റ്റിൽ ഹാവ് ഐസ് ടു സീ, കണ്ണുണ്ട് കാണാൻ, മൗത്ത് ടു സ്പീക്ക്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഹാർട്ട് ടു ഫീൽ, ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മനസ്സുണ്ട് ആൾക്കാരെ ഫീൽ ചെയ്യാനും
ഇമോഷൻസ് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്, ബ്രെയിൻ ടു തിങ്ക്, ഒരു ബുദ്ധിയുണ്ട്, വർക്കിംഗ് ബുദ്ധി, നല്ലോണക്ക് വർക്കിംഗ് ചെയ്യുന്ന ബുദ്ധിയുണ്ട്. ആൻഡ് ദെൻ ഹാൻഡ്സ് ടു ഡു ദ വർക്ക് ആൻഡ് ഹാൻഡ്സ് ടു ഹോൾഡ്, കൈകളുണ്ട്. So he addressed those 5 things that I didn't know, I didn't think about. നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല ഇതിനെപ്പറ്റി, ബിക്കോസ് എവറിത്തിങ് ദാറ്റ് വി ഹാവ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഈവൻ സ്പെസിഫിക്കലി ചേർച്ചിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം വി തിങ്ക് ഇറ്റ് ഈസ് നമ്മൾ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുന്നത്. കണ്ണുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. കൈയുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ബിക്കോസ് ഒരു മൂമെന്റ്, ബിക്കോസ് നമ്മുടെ കണ്ണായാലും കൈ ആയാലും ബുദ്ധി ആയാലും എന്തായാലും ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ആൻഡ് ദേ വിൽ ഓൾവേസ് അറ്റാക്സ് വാട്ട് ഈസ് ഗിഫ്റ്റഡ്. അത് കാര്യം ഓർത്തോണം. നിങ്ങൾ ഗിഫ്റ്റഡ് ആണെങ്കിൽ ഇഫ് ഡെവിൽ ഇസ് അറ്റാക്കിങ് യു, ഇറ്റ് മീൻസ് ഇഫ് യു ശത്രുവായ നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിൽ, ഏതെങ്കിലും സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് കാര്യത്തിൽ നിങ്ങൾ ഡെവിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വിചാരിച്ചോണം അവിടെ ദാറ്റ് പൊസിഷൻ ഓർ ദാറ്റ് തിങ് ഹാസ് ദ ഗിഫ്റ്റ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ യു. അപ്പൊ ദൈവം എന്നെ ഈ കാര്യങ്ങൾ ഓർപ്പിച്ചു. ആൻഡ് ദെൻ സഡൻലി ദർ വാസ് റിലീഫ്, സഡൻലി ഒരു പീസ് വന്നു, ബിക്കോസ് ഐ വാസ് ഏബിൾ ടു സീ തിങ്സ്. അങ്ങനെ 2014 കഴിഞ്ഞു. ഡിസംബർ ആയപ്പം ഒരു ദിവസം ഞാൻ കിടന്ന സമയത്ത്, ഇത് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഉള്ളി മെഡിക്കൽ പ്രൊഫഷണൽസ് മനസ്സിലാവത്തുള്ളൂ. കാത്തീറ്റർ നമ്മൾ ഇടുമ്പം യു വാട്ടർ ഫില്ല് ചെയ്തിട്ട് അത് ബ്ലോക്ക് ആവാൻ വേണ്ടി, തന്നെത്താൻ വെളി വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു വാട്ടർ ഫില്ല് ചെയ്ത് വെക്കും. സ്പെസിഫിക്കലി ഒരു ബലൂൺ പോലെ അത് ബ്ലാഡറിനകത്ത് സ്വെല്ലാവും. അപ്പൊ തന്നെത്താൻ അത് വെളി വരത്തില്ല. അപ്പൊ അതുവരെ എനിക്ക് കാത്തീറ്റർ ഇല്ലാതെ യൂറിൻ വെളി വരത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഡിസംബർ മാസത്തിൽ സെയിം മന്ത് കിടന്ന സമയത്ത് രാവിലെ എണ്ണിച്ച് നോക്കിയപ്പം ഐ ലിറ്ററലി വാസ് ലുക്കിംഗ് അറ്റ്, ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദ വേർഡ്, ഇറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ്. ഐ വാസ് ലുക്കിംഗ് അറ്റ് ദ തിങ് ആൻഡ് എൻ്റെ കാത്തീറ്റർ അതിനകത്തു നീ തന്നെ ആരോ ഊരി വെക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഊരി വന്നിട്ട് ആൻഡ് ദ യൂറിൻ സ്റ്റാർട്ടഡ് ഫ്ലോയിങ്. ഡിസംബർ 2014 തൊട്ട് ഈ നിമിഷം വരെ ഐ ഡിഡ്ന്റ് ഹാവ് ട്രബിൾ എവർ പാസിങ് ദ യൂറിൻ. അത് എപ്പോഴാണ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ, സെൻസസ് ഇല്ല, ഫങ്ഷൻ ഇല്ല. പക്ഷേ യൂറിൻ ബ്ലാഡർ ഫിൽ ആകുമ്പോൾ എനിക്കൊരു ബ്രെത്ത്ലെസ്നെസ് വരും, ഒരു ലോവർ അബ്ഡോമിനൽ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ആവും. അപ്പം എനിക്കറിയാം യൂറിൻ പാസ് ചെയ്യണമെന്ന്. പിന്നെ അങ്ങനെ പ്രഷർ കൊടുത്ത് യൂറിൻ എനിക്ക് പാസ് ചെയ്യാൻ തന്നെ, ലൈക്ക് ദർ ഇസ് നോ ഇഷ്യൂസ്. ഐ ഹാവൻ യൂസ്ഡ് കാത്തീറ്റർ സിൻസ് ഡിസംബർ 2014. അങ്ങനെ ദൈവം ആ മിറക്കിൾ ചെയ്തു. 2015 ദൈവം പറഞ്ഞ പ്രകാരം ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ആർട്ടിക്കിൾസ്, ബ്ലോഗ്സ്, അങ്ങനെ ചെറുതായിട്ട് ഞാൻ തുടങ്ങിക്കഴിഞ്ഞ് വൺ ഓഫ് ദ പേഴ്സൺ ഇൻവൈറ്റഡ്, ലൈക്ക് ഷെയർഡ്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത്, 2014 ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒരാൾ എനിക്ക് ഒരു സോങ് അയച്ചു തന്നു. ഹീസ് വൺ ഓഫ് ദ ലീഡിങ് വർഷിപ്പ് ലീഡർ ഇൻ ദി US, ഓൾ ഓവർ ദ വേൾഡ്. ക്രിസ് ടോംലിൻ എന്നാണ് പേര്. അപ്പം പുള്ളിക്കാരൻ്റെ വീഡിയോസ്, സോങ്സ് അയച്ചു തന്നു. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ലിസ്ണിംഗ് ടു ഹിസ് സോങ്സ്. അങ്ങനെ പുള്ളിക്കാരൻ്റെ സോങ് രീതി കണ്ട് ഐ തോട്ട് ഐ ഷുഡ് റൈറ്റ്, ഒരു സോങ് എങ്കിലും എഴുതണം എന്ന് വിചാരിച്ച് അങ്ങനെ എഴുതി. പക്ഷെ അത് കംപ്ലീറ്റ്, ഇന്ന് വരെ ആ ഫസ്റ്റ് സോങ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ എഴുതി. അപ്പം ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് വേറെ സോങ് എഴുതാൻ തുടങ്ങി. അപ്പം അങ്ങനെ എഴുതിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഗിറ്റാർ വായിക്കണം. ഗിറ്റാർ ഇൻസ്ട്രുമെന്റ് അറിയാതെ പാട്ട് എഴുതാൻ ഒക്കത്തില്ല. ആരായാലും ഇൻസ്ട്രുമെന്റ് അറിഞ്ഞിരിക്കണം. ഇഫ് യു വോണ്ട് ടു റൈറ്റ് എ സോങ് യു ഹാവ് ടു നോ ദ ഇൻസ്ട്രുമെന്റ്. അങ്ങനെ ഞാൻ ഇൻസ്ട്രുമെന്റ് പഠിക്കാനായിട്ട്, അപ്പം എൻ്റെ കുഞ്ഞനിയൻ ഗിറ്റാർ പഠിക്കാൻ പോകുമായിരുന്നു. അപ്പം അവരുടെ പഠിക്കാൻ പോകുന്ന അക്കാഡമിയിൽ ടീച്ചറിനോട് പറഞ്ഞു. അപ്പം ടീച്ചർ പറഞ്ഞു ഒരാൾക്ക് വേണ്ടി വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഒത്തിരി സങ്കടം വന്നു. ഞാൻ പറഞ്ഞു പോട്ടെ, ഞാൻ തന്നെ പഠിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ഒരു ഗിറ്റാർ മേടിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പം യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു. അപ്പം എനിക്ക് തോന്നി ഇത് ഒത്തിരി ഈസിയാ, തന്നെ പഠിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഗിറ്റാർ മേടിക്കാൻ പോയപ്പോൾ പ്രോബ്ലം എന്താ, ഏറ്റവും വലിയ ഹിൻഡ്രൻസ് വന്നത് നമ്മൾ റൈറ്റ് ഹാൻഡഡ് ഗിറ്റാർ വായിക്കുമ്പം, ഫോർ എക്സാമ്പിൾ കാണിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ റൈറ്റ് ഹാൻഡ് ഗിറ്റാർ വായിക്കുമ്പം നമ്മുടെ ഈ കൈ ഫുള്ള് 5 ഫിംഗേഴ്സ് വേണം, അതിൽ നമുക്ക് കോഡ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ അതൊരു മേജർ ഹിൻഡ്രൻസ് ആയിരുന്നു. ഐ വാസ് വെരി അപ്സെറ്റ് ബിക്കോസ് ഫസ്റ്റ് കാര്യം ചെയ്യാൻ പോയപ്പോഴേ ഹിൻഡ്രൻസ് വന്ന് വെരി അപ്സെറ്റ് ആയിരുന്നു ഞാൻ. പിന്നെ ഐ സ്റ്റാർട്ടഡ് പ്രേയിങ് പറയാൻ ഒക്കത്തില്ല. ഐ വാസ് ലൈക്ക് റേസിങ് മൈ ഫിസ്റ്റ്, അതായത് ദൈവത്തിനോട് ഫിസ്റ്റ് റേസ് ചെയ്ത് പറയുമായിരുന്നു, ലൈക്ക് യു ടുക്ക് മൈ ഫിംഗേഴ്സ്. ഗിറ്റാർ വായിക്കാൻ ഒക്കത്തില്ല, ഞാൻ എന്ത് വായിക്കും? ഗിറ്റാർ കുറച്ചും കൂടെ കൂളായിട്ടുള്ള സാധനങ്ങളാണ്, ഗിറ്റാർ വായിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് ഫോർ 4 to 5 weeks, 4-5 ആഴ്ച ഞാനായിരുന്നു പ്രാർത്ഥിച്ചപ്പം, ഇൻസ്റ്റെഡ് ഓഫ് എൻ്റെ ആ സങ്കടങ്ങൾ അഡ്രസ് ചെയ്യുന്ന പകരം ഗോഡ് സെഡ്, ഹി ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ. യേശുവിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹാവ് യു എവർ സീൻ എ ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺ പ്ലേയിങ് എ ഗിറ്റാർ?
ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് വായിക്കുന്ന ആരെങ്കിലും നീ വായിക്കാനായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എളുപ്പം അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇൻ ജീസസ് നെയിം താങ്ക് യു ഫോർ ലിസണിങ് ആമേൻ പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തപ്പം ലിറ്ററലി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഗിറ്റാർ വായിക്കുമ്പം നമുക്ക് വേണ്ടിയത് ഈ 2 ഫിംഗർ മാത്രമേ ഉള്ളൂ. ഇവിടെ 5 ഫിംഗർ വേണം. ഈ 2 ഫിംഗർ ബേസിക്കലി പിക്ക് ഹോൾഡ് ചെയ്യാനാണ്. പക്ഷെ ഞാൻ പിക്ക് യൂസ് ചെയ്യാറില്ല, കാരണം എൻ്റെ ഈ ഡിഫോമിറ്റി ആയതുകൊണ്ട് ഞാൻ ഈ തമ്പാണ് യൂസ് ചെയ്യുന്നത് പിക്കിന് വേണ്ടി. അപ്പൊ എനിക്ക് വേണ്ടിയ എക്സാക്ട് ഈവൻ ദോ നമ്മൾ ജെനസിസിൽ വായിക്കുന്ന പോലെ ജോസഫ് പറയുന്നുണ്ട് ഒരു കാര്യം ജെനസിസ് 50:20 വാട്ട് എവർ യു വാണ്ട് ടു ഡു ബാഡ് ഫോർ മീ ഗോഡ് ടേൺഡ് ഇറ്റ് ടു ഗുഡ്. വാട്ട് എവർ ദി എനിമി ട്രൈ ടു ഡു ബാഡ്, ശത്രുവിൻ എന്ത് ബാഡ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ആ ദൈവം നല്ലതിനു വേണ്ടി അതാക്കി തീർക്കും. ബേസിക്കലി ഫിംഗർ പോയാൽ തന്നെ ഐ ഹാഡ് വാട്ട് ഐ ഹാഡ്, എൻ്റെ ഉള്ളതാണ് എനിക്ക് ഇനഫ് ബേസിക്കലി, ബിക്കോസ് ഗോഡ് പ്രൊട്ടക്റ്റഡ് വാട്ട് വാസ് നീഡഡ്. എനിക്ക് ആവശ്യമുള്ളതാണ് ദൈവം പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം എന്തുണ്ടോ അതാണ് നിങ്ങൾക്ക് ആവശ്യം, അത് ദൈവം പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോയതൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ 3 ഫിംഗർ പോയിന്റ് പ്രയാസം ഇല്ലാന്നില്ല, പക്ഷെ എനിക്ക് വേണ്ടിയത് ഐ ഹാവ് ഇൻ മൈ ലൈഫ്. സോ ദ മോമെന്റ് യു സ്റ്റാർട്ട്, നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഇന്ന് ഇപ്പൊ പുതിയ വർഷം വരുമല്ലേ, എല്ലാവർക്കും റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഡിസിഷൻ എടുക്കുക, എൻ്റെ ഉള്ളത് വെച്ച് ഞാൻ കണ്ടന്റ് ആയിട്ട് ഇരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഡെവിൽ ഹാസ് ലോസ്റ്റ് 80% ഓഫ് ദ ബാറ്റിൽ. നിങ്ങളുടെ ഉള്ളത് നിങ്ങൾ കണ്ടന്റ് ആയി, എനിക്ക് ഇത്രയും കാശേ ഉള്ളൂ, ഓക്കെ ഫൈൻ, എനിക്ക് കൊച്ചു വീടാണോ, ഓക്കെ ഫൈൻ, ഞാൻ സന്തോഷമായിട്ട് ദൈവം തന്നതിൽ ഞാൻ സന്തോഷമായി തൃപ്തിയായിട്ടിരിക്കുന്നു വിചാരിച്ചു കഴിയുമ്പോൾ തീർന്നു. ലൈക്ക് ഡെവിൽ ലൂസസ് 80% ഓഫ് ദ ബാറ്റിൽ ഫീൽഡ് ബിക്കോസ് ഹി കാൺട്ട്. ഡെവിലിന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സേറ്റൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പിന്നെ ഇത് ചെയ്യാൻ ലൈക്ക് ഹി കാൺട്ട് പ്രൊവോക്ക് യു. ഒരു വലിയ വീട് വേണം, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊണ്ടുവരണം, ഈ കടം തീർക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യം ഉണ്ടായിരുന്നു, ഇവിടെ വരെ പോകാമായിരുന്നു, ഈ അസുഖം ഇല്ലായിരുന്നെങ്കിൽ എത്രയും മെഡിസിൻ കുറച്ച്. ഹി കാൺ പ്രൊവോക്ക് യു. ടെംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടെംപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഹി ലൂസസ് 80% ഓഫ് ദ ബാറ്റിൽ. സോ ഈ പുതിയ വർഷം ടേക്ക് എ ഡിസിഷൻ. ഞാൻ കണ്ടന്റ് ആയിട്ടിരിക്കുന്നുള്ളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. അങ്ങനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ഗിറ്റാർ പഠിക്കാൻ യൂട്യൂബിൽ നോക്കി പഠിക്കാൻ തുടങ്ങി. 3 months ഞാനൊരു ദിവസത്തിൽ ഒരു 4-5 മണിക്കൂർ ഇരുന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. വിത്തിൻ 3 months ഓൾ ദ കോഡ്സ്, ഓൾ ദ നോട്ട്സ് എല്ലാം കാണാപ്പാടം പഠിച്ചു, ബിക്കോസ് ഐ വാസ് വെരി ഡിറ്റർമിൻഡ്. അപ്പം ഞാൻ പഠിച്ചു തുടങ്ങി. ആദ്യത്തെ സോങ് എഴുതി, ലൈറ്റ് എന്ന് പറഞ്ഞൊരു സോങ് എഴുതി. ക്രിസ്മസ് സോങ് ആണ് അത്. 2019 റിലീസായത്. അങ്ങനെ ഞാൻ സോങ് എഴുതാൻ തുടങ്ങി. 2016 ആയപ്പം എൻ്റെ പൂനെയിൽ ഒരു ഫ്രണ്ട് പറഞ്ഞു, ജോഷുവ നീ ഒത്തിരി റോ ആയിട്ടുള്ള സോങ് ആണ് എഴുതുന്നത്, നിനക്ക് ഈ ആർട്ടിസ്റ്റ് ഇഷ്ടപ്പെടുന്നു പറഞ്ഞ് എനിക്കൊരു പോപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, എഡ് ഷീറൻ എന്ന് പറഞ്ഞ പോപ്പ് ആർട്ടിസ്റ്റ്, പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നു. ആ പാട്ട് ഫോട്ടോഗ്രാഫിനുള്ളൊരു പാട്ടായിരുന്നു. ഞാൻ ആ പാട്ട് കേട്ടു. ഒത്തിരി പോയറ്റിക് അല്ല, മനസ്സിൽ വന്ന റോ സിറ്റുവേഷൻ ആണ് പുള്ളിക്കാരൻ ആ പാട്ടിൽ എഴുതിയിട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ വേണം ഇപ്പോൾ ആ സോങ് എഴുതാന്ന് വെച്ചപ്പോൾ ഞാൻ ക്രിസ്റ്റോമലിൻ്റെ ക്രിസ്ത്യൻ ഐഡിയയും എഡ് ഷീറൻ്റെ റൈറ്റിംഗ് ഐഡിയയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ സോങ് എഴുതാൻ തുടങ്ങി. ടിൽ ഡേറ്റ് ഇതുവരെ ഞാൻ 57 സോങ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ 6 റിലീസായിട്ടുള്ളൂ. മോസ്റ്റ്ലി ബിക്കോസ് ഞാൻ ഡിസേബിൾഡ് ആണ്, വീട്ടിലാണ്, അതുകൊണ്ട് എനിക്ക് ഒത്തിരി എക്സ്പോഷർ കിട്ടാറില്ല. വരുന്ന ആൾക്കാർ ഒത്തിരി ഇങ്ങനെ മാറി നിൽക്കും, ലൈക്ക് അവനെങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വരത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ സോങ്സ് എഴുതാൻ തുടങ്ങി, ഗിറ്റാർ വായിക്കാൻ തുടങ്ങി. ഗിറ്റാർ വായിച്ചു കഴിഞ്ഞാൽ അടുത്ത് ഞാൻ പിയാനോ പഠിച്ചു. പിന്നെ യൂക്ലേലി ഉണ്ട്, ഒരു ആഫ്രിക്കൻ ഗിറ്റാർ, കൊച്ചു യൂക്ലേലി, ഗിറ്റാറിന് തന്നെ കൊച്ചായിട്ടിരിക്കും, യൂക്ലേലി എന്ന് പറയും, അത് പഠിച്ചു. കലിമ്പ അറിയാം, വായിക്കാൻ പഠിച്ചു. പിന്നെ 2015 ഞാൻ BTH എൻറോൾ ചെയ്യുന്നത്. അതിനും കുറേ തടസ്സം ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഒത്തിരി വിയേർഡായിട്ടുള്ള കാര്യമാണിത്. നമ്മുടെ തന്നെ വിശ്വാസികൾ, പാസ്റ്റർമാർ മാറ്റി നിർത്തി. ബിക്കോസ് അവർ പറഞ്ഞു, മോൻ ഇനിയെല്ലാം സൗഖ്യമായിട്ട് ബൈബിൾ കോളേജിൽ ഒന്ന് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ നടുവിൽ കുറേ റിജക്ഷൻസ്, കുറേ ബൈബിൾ കോളേജ് റിജക്റ്റ് ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷൻ. അതിൻ്റെ നടുവിലാണ് ഒരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജ് ഉണ്ട്, അത് ഈ യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആണ്, നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്. അപ്പം പാസ്റ്ററിൻ്റെ വീട്ടിൽ വന്ന് ബുക്സ് തരുകയും ഞാൻ പഠിക്കുകയും വീട്ടിൽ വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തന്ന് വീട്ടിൽ നിന്ന് വന്ന് ആൻസർ ഷീറ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന പാസ്റ്ററിന് വളരെ നന്ദിയുണ്ട്. ഐ കാൺ ഫൊർഗെറ്റ് ഇറ്റ്, ബിക്കോസ് ഒത്തിരി പേര് റിജക്ട് ചെയ്തെങ്കിലും ദൈവം ഒരാളുടെ ത്രൂ ഹി ഹെൽപ്ഡ് എ ലോട്ട്.
അപ്പോൾ അങ്ങനെ 2015 ബാച്ചിലേഴ്സ് എൻറോൾ ചെയ്ത് 2018 ബാച്ചിലേഴ്സ് BTH കഴിഞ്ഞു. 2018 തൊട്ട് 2021 വരെ MTH MDയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതും ഞാൻ ചെയ്തു. പിന്നെ 2021 ബേസിക്കലി അതാ ഞാൻ പറഞ്ഞ കുറച്ച് മുമ്പേ, ഒത്തിരി വിയേർഡ് ആണ് നമ്മുടെ ചേർച്ച് എൻവയറമെന്റ്. ദ റീസൺ വൈ ഗോസ്പൽ ഇസ് നോട്ട് എക്സ്പാൻഡിങ്, ഐ ഫീൽ ഗോസ്പൽ സുവിശേഷം എക്സ്പാൻഡ് ആവാത്ത മെയിൻ കാര്യം നമ്മുടെ ബിഹേവിയർ പാറ്റേൺ ആണ്. BTH MTH MD എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഐ എം നോട്ട് ഗെറ്റിംഗ് എ ചേർച്ച് ജോബ്. മിനിസ്ട്രിയിലായിട്ട് തന്നെ എനിക്ക് ചർച്ച് ജോബ് കിട്ടുന്നില്ല. വൈ? ബിക്കോസ് ഐ എം ഡിസേബിൾഡ്. വൈ? ബിക്കോസ് എൻ്റെ കൂടെ എനിക്കൊരു ഡിപ്പെൻഡൻറ്റ് വേണം. അപ്പോൾ എവിടെ മിനിസ്ട്രിയിൽ എവിടെ വിളിച്ചാലും പുള്ളിക്കാരനെയും നോക്കണം, പുള്ളിക്കാരൻ ഡിപ്പെൻഡൻ്റെയും എക്സ്പെൻസ് എടുക്കണം, അല്ലെങ്കിൽ ഈ അറേഞ്ച്മെൻറ്റ് ചെയ്യണം, ആ അറേഞ്ച്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. ലൈക്ക് ഇറ്റ്സ് നോട്ട് ജീസസ് ലൈക്ക് ബിഹേവിയർ. പക്ഷേ ഐ കാൺ കംപ്ലെയിൻ ബിക്കോസ് ഞാൻ പറയാം എന്താണ് കംപ്ലെയിൻ ചെയ്യാത്ത വേറൊരു വിഷയമുണ്ട്. ബിക്കോസ് 2015 ഞാൻ 2016 എഡ് ഷീറനായിട്ട് ഡിസ്കവർ ചെയ്ത സോങ് എഴുതുന്നു തുടങ്ങിയപ്പം കുറേ പ്രൊഡ്യൂസേഴ്സ് മ്യൂസീഷ്യൻസ് എൻ്റെ അടുത്ത് വന്നു. പേര് പറയുന്നില്ല ഞാൻ, ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ല സോങ്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ ദേ നെവർ ടേൺഡ് ബാക്ക് ബിക്കോസ് ഫൈനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ പാട്ടിൻ്റെ വേർഡ്സും മ്യൂസിക്കും കോമ്പോസിഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി പ്രൊഡക്ഷനായി മാസിങ് മിസ്റ്ററിങ് എല്ലാം അവർക്ക് ഫൈനാൻസ് ചെയ്യണം. അപ്പം ദേ ഡോണ്ട് ടേൺ ബാക്ക്, അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 2016 യേശുവിനോട് ദൈവാത്മാവിനോട് പറയുന്നത്, ഐ വിൽ നോട്ട് ലീവ് മൈ ഗ്ലോറി ടു എനിബഡി. ഈ പോയ ആൾക്കാരെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞേനെ ഐ ഡിഡ് ഇറ്റ് ഫോർ ഹിം. പക്ഷെ എൻ്റെ ഗ്ലോറി, എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ ഗ്ലോറി ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. സോ വെൻ ഐ ഡു ഇറ്റ്, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ, അല്ലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പം, ദൈവം ആ മീഡിയത്തിലേ യൂസ് ചെയ്യത്തുള്ളൂ, ദൈവത്തിന് മഹത്വം വരാനുള്ള മീഡിയമേ യൂസ് ചെയ്യത്തുള്ളൂ. God will never use a prideful person which will take his glory away from him. അങ്ങനെ ദൈവാത്മാവിനോട് സംസാരിച്ചു. പിന്നെ ഞാൻ സോങ്സ് എഴുതാൻ തുടങ്ങി, ഡിഗ്രീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ചേർച്ച് ജോബ് കിട്ടാത്തതുകൊണ്ട് 2021 ഞാൻ ഇംഗ്ലീഷ് ടീച്ചിങ് സർട്ടിഫിക്കേഷൻ എടുത്തു. എന്നിട്ടും ജോലി കിട്ടുന്നില്ല ബിക്കോസ് ഡിസേബിൾഡ് ആണ്, പോയി പഠിപ്പിക്കണം, വീട്ടിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നെക്സ്റ്റ് ഇയർ ഞാൻ ഹിൽസോങ് വർഷിപ്പ്, ഓസ്ട്രേലിയയിലെ ഹിൽസോങ് കോളേജ് ഓഫ് വർഷിപ്പ് ലീഡർഷിപ്പിൽ ഞാൻ എൻറോൾ ചെയ്തു, വർഷിപ്പ് മ്യൂസിക് ഡിഗ്രി എടുത്തു. എന്നിട്ടും ഇപ്പോൾ 2023 ആയി, ദർ ഇസ് നോ ചേർച്ച് ജോബ്സ്. ബേസിക്കലി എല്ലാം ഉണ്ട്, പക്ഷേ സ്റ്റേബിൾ എന്ത് പറയുന്നൊരു പൊസിഷനായിട്ടില്ല. ലൈക്ക് ഐ എം എൻ ഓത്തർ, ഞാൻ ബുക്ക് എഴുതിയിട്ടുണ്ട്, ഐ എം എൻ ഓത്തർ, സോങ് റൈറ്റർ ആണ്, ഇവാഞ്ചലിസ്റ്റ്, കമ്മ്യൂണിക്കേറ്റർ, കൗൺസിലർ, എല്ലാം ആണെങ്കിലും ഒരു പൊസിഷനായിട്ട് ഇല്ല. ലൈക്ക് ഐ ഡോണ്ട് ഹാവ് എ പൊസിഷൻ ബിക്കോസ് ഡിസേബിൾഡ് ആയി. വരാൻ പറ്റുമോ, ട്രാവൽ ചെയ്യാൻ പറ്റുമോ, അതാണ് ഏറ്റവും വലിയ ആൾക്കാരുടെ ചോദ്യം. ലൈക്ക് ക്യാൻ യു ട്രാവൽ? എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ബോംബെയിലായിരുന്നപ്പം എന്നെ വിളിക്കാത്ത ചർച്ചസ് ഇല്ല. ചർച്ച് ഓഫ് ഗോഡ് ആയാലും, AG ആയാലും, IPC ആയാലും, പിന്നെ മാർത്തമാർ ചർച്ച്, എൻ്റെ ഏറ്റവും വലിയൊരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിനിസ്ട്രി ബ്രേക്ക് ത്രൂ ആയിരുന്നു. 2017 ഞാൻ മിനിസ്ട്രി തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ സെർമൺ മാർത്തമാർ ചർച്ചിലായിരുന്നു. ദ റീസൺ എന്താണെന്ന് വെച്ചാൽ, നോർമൽ ആൾക്കാർക്ക് സമുദായ ചർച്ചസിൽ പോയി പ്രസംഗിക്കാൻ ഒക്കത്തില്ല ബിക്കോസ് അവർക്ക് ഡോക്ട്രിനൽ ഇഷ്യൂ ഉണ്ട്. ഇവൻ വന്ന് എന്തെങ്കിലും പറയുമോ ഇല്ലയോ എന്നൊക്കെ പേടിയുണ്ട്. പക്ഷെ എന്നെപ്പറ്റി അവർക്ക് ആ ഇഷ്യൂ ഇല്ല ബിക്കോസ് അവർക്കറിയാം ടെസ്റ്റ് മണിയാണ്, ഡിസേബിൾഡ് ആണ്. അപ്പോൾ അവർ മോട്ടിവേഷണലായിട്ട് അവരെന്നെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ ദൈവം കുറേ വഴി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കുറേ സമുദായ ചർച്ചസിൽ പോയി പ്രീച്ച് ചെയ്തിട്ടുണ്ട്, അച്ഛന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ദേ ലിസൺ, അവർ ഇരുന്ന് കേൾക്കാറുണ്ട് ബിക്കോസ് ദേ വാണ്ട് ടു നോ വാട്ട് ഹാപ്പൻഡ്. എൻ്റെ കയ്യിൽ വീടില്ല, വണ്ടിയില്ല, ഹെൽത്ത് ഇല്ല, ഇൻകം ഇല്ല, ഒന്നുമില്ല. സോ ദേ വാണ്ട് ടു നോ വൈ ഐ എം സ്റ്റിൽ. യൂഷ്വലി ആൾക്കാർ മിനിസ്ട്രിയിലായിരിക്കുമ്പോൾ അവർക്കൊരു എന്തെങ്കിലും ഉണ്ട് പിടിച്ച് നിൽക്കാൻ, എന്തെങ്കിലും ഒന്നുമില്ല എന്നിട്ട് ഞാൻ പിടിച്ച് നിൽക്കുന്ന ഹൗ ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ കുറേ ലൈക്ക് ഫ്രം ഓൾ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, ഓൾ കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, ഓൾ ഡിനോമിനേഷൻസ് അവർ വന്നിരുന്ന് കേൾക്കാറുണ്ട്. അങ്ങനെ ദൈവം മാറ്റി നിർത്തിയ ആൾക്കാരിൽ ലൈക്ക് നോബഡി ഇൻവൈറ്റ്സ്. എനിക്ക് ഫ്രണ്ടിന് ഇൻവിറ്റേഷൻ വരികയാണ് എപ്പോഴും. ദൈവം തുറക്കുന്ന വഴികളാണ്. അപ്പം നിങ്ങളിപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ദ റീസൺ ഐ ഷെയർഡ് ഇസ് ബിക്കോസ് ഇഫ് നിങ്ങൾ അങ്ങനെ ഐസൊലേഷനിലായിരിക്കുന്ന കാരണം നിങ്ങളെ ആൾക്കാർ മാറ്റി വെക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ദൈവം തന്ന ഗിഫ്റ്റ്, എനിക്ക് തന്ന ഗിഫ്റ്റ് ആയിരുന്നു ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഞാൻ കാണാതെ പോയ ഗിഫ്റ്റ് ആയിരുന്നു റൈറ്റിംഗ്. ഞാൻ റൈറ്റിംഗ് തുടങ്ങി, മ്യൂസിക് പഠിച്ചു, ചെയ്തോണ്ട് ലൈക്ക് ഡു വാട്ട് ഗോഡ് ഹാസ് ആസ്ക്ഡ് യു ടു ഡു. ദൈവം നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് കണ്ടിന്യൂസ് യൂസ് ആയിട്ടിരിക്കുക. സമയമാകുമ്പം ഗോഡ് വിൽ ഓപ്പൺ എ വേ. ആൻഡ് ദൈവം തുറക്കുന്ന വഴി ആർക്കും അതിനെപ്പറ്റി പ്രൈഡ് ഫീൽ ചെയ്യാൻ ഒക്കത്തില്ല. ആർക്കും ബ്രാഗ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കാരണമാണ് ചെയ്തത്, ഞാനാണ് ഈ വഴി തുറന്നത്.
ആൻഡ് ദൈവം തുറക്കുന്ന വഴി എപ്പോഴും മിറാക്കുലസ് വഴിയായിരിക്കും. ആൻഡ് ദാറ്റ് മിറാക്കുലസ് ഡോർ വിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഒത്തിരി സഹായിക്കും കുറച്ചും കൂടി സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടി. കാരണം അതൊരു മിറാക്കുലസ് ഡോറാണ്. അത് ഹ്യൂമൻ ലോജിക്കൽ, മനുഷ്യമായിട്ട് ചിന്തിച്ചാൽ ഒന്നും പിടികിട്ടാത്ത കാര്യങ്ങളായിരിക്കും. അപ്പം അങ്ങനെ കുറേ ബോംബെയിലായിരുന്നപ്പോൾ കുറേ മിനിസ്ട്രി ചെയ്തിട്ടുണ്ട്, ചർച്ചസിൽ പോയിട്ടുണ്ട്, സ്കൂൾസിൽ പോയിട്ടുണ്ട്. സ്കൂൾസിലെ മോട്ടിവേഷണൽ സ്പീക്കർ വിളിച്ചിട്ട്, സെക്യുലർ സ്കൂളാണ്, അപ്പം അവിടെ ചെന്നിട്ട് യേശുവിനെ പറ്റി പറയുക. പിന്നെ അവിടുത്തെ പ്രൊഫസേഴ്സ് എന്നെ വിളിച്ച് സംസാരിക്കുക. വിശ്വാസികളല്ല, അവർക്ക് ഭയങ്കര ഒരു അത്ഭുതം സംസാരിച്ചപ്പോൾ അവരുടെ മനസ്സിലൊരു സഡൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മാത്ത്, ഒരു ഡിഗ്രി കോളേജിൽ ഒരു മാത്ത് പ്രൊഫസർ എന്നിട്ട് വിളിച്ച് പറഞ്ഞു, ഞാൻ എല്ലാം ദൈവന്മാരെ വിശ്വസിക്കുന്നുണ്ട്, എല്ലാം ദൈവന്മാരെ പൂജിക്കുന്നുണ്ട്, ഇവൻ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആഫ്റ്റർ ലിസണിങ് ടു യു, മോനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഐ ഫെൽ ദാറ്റ് പീസ്. ഒരിക്കലും കിട്ടാത്ത ആ പീസ് എനിക്ക് ഫീൽ ആയി. സോ ഇനിയും തൊട്ട് ഞാൻ കുറച്ചും കൂടെ റീഡ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ബുക്ക് ഓഫ് ഗോസ്പിൾ ഓഫ് ജോൺ, അത് വായിച്ച് തുടങ്ങിയാൽ മതി, അവിടെ നിന്ന് എല്ലാം കണക്ട് ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പം പോവാത്ത, ട്രാവൽ ചെയ്യാത്ത സ്ഥലമില്ല. ബട്ട് സിൻസ് അറിയത്തില്ല, ഒരു നമ്മുടെ പെൻറ്റക്കോസ്റ്റൽ സർക്കിളിൽ എപ്പോഴും ആ ചോദ്യമാണ്, ഹൗ വിൽ യു ട്രാവൽ? ദോ ഐ ഹാവ് ട്രാവൽഡ്, അവർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഹൗ വിൽ യു ട്രാവൽ? അമ്മയുണ്ട്, എങ്ങനെ ട്രാവൽ ചെയ്യും? വീൽ ചെയറിലല്ലേ ഇരിക്കാൻ പറ്റുമോ, അല്ലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ലൈക്ക് ഐ ഡിഡ് ഓൾ ദ തിങ്സ്. ആൻഡ് ദെൻ 2023 സോങ് ഡേ വർഷിപ്പ് ഇത് ഞാൻ എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സോ 2013 തൊട്ട് 2023 വരെ ഇറ്റ് വാസ് ലൈക്ക് എ ഫാസ്റ്റ് സൈക്കിൾ. അപ്പം ഒരു വേഗത്തിലൊരു സൈക്കിളായിരുന്നു. മിറക്കിൾ ആഫ്റ്റർ മിറക്കിൾ. ട്രബിൾ വരുന്നു, ദൈവം വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു, മിറക്കിൾ ഉണ്ടാവുന്നു. ട്രബിൾ വരുന്നു, ദൈവം വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു, മിറക്കിൾ ഉണ്ടാവുന്നു. അപ്പം പക്ഷെ ഒരു കാര്യം, 2024 തൊട്ട് 2023 ഈ നിമിഷം വരെ ദൈവം പറഞ്ഞ വാക്കാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്. ഏത് കാര്യം ചെയ്യുമ്പോഴും ലൈക്ക്, റിമെയിൻ ഇൻ മീ ആൻഡ് എവറിത്തിങ് വിൽ ബി പോസിബിൾ ഫോർ യു എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പം നമ്മൾ ഇപ്പം ഞാൻ റിവൈൻഡ് ചെയ്യുവാണെങ്കിൽ, ഞാൻ എന്ത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? ബുക്ക് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടോ? പാട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഡിഗ്രി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇംഗ്ലീഷ് സർട്ടിഫിക്കേഷൻ, എന്ത് ഞാൻ, വാട്ട് എവർ ഐ ഡിഡ്, ഇറ്റ് വാസ് പോസിബിൾ. ഇതുവരെ ഒരു ടാസ്ക് എം ടി ആയിട്ട് കടന്നിട്ടില്ല. ഐ ഫിനിഷ്ഡ് എവറിത്തിങ് ബിക്കോസ് ദ പ്രോമിസ്, റിമെയിൻ ഇൻ മീ ആൻഡ് എവറിത്തിങ് വിൽ പോസിബിൾ ഫോർ യു. യേശുവായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ചില മൊമെന്റുകൾ യേശുവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ വരും. ബിക്കോസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2016 ആൻഡ് 2023 ഈ വർഷം 2016 മാർച്ച് മാസത്തിൽ ഐ വാസ് പ്രേയിങ്. ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ദൈവാത്മാനോട് വന്ന് പറഞ്ഞു, ദ ഡെവിൽ cannot ടച്ച് യുവർ ബോഡി ബട്ട് വിൽ ടച്ച് യുവർ മൈൻഡ്. അതൊരു വാർണിംഗ് ആയിരുന്നു. ശത്രുവാന്ന് വന്ന് നിന്റെ ബോഡി ടച്ച് ചെയ്യാൻ ഒക്കത്തില്ലായിരിക്കും, പക്ഷെ നിന്റെ മാനസികമായിട്ട്, നിന്റെ ബ്രെയിനിൽ, അത് മൈൻഡിൽ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഐ ഡിഡ് നോട്ട് ടേക്ക് ദാറ്റ് വാർണിംഗ് സീരിയസ്ലി. ഞാൻ ആ വാർണിംഗ് സീരിയസ്ലി എടുത്തില്ല. ബിക്കോസ് എനിക്കൊരു എക്സ്ട്രാ ബിലീഫ് ഉണ്ടായിരുന്നു, ഇഫ് ഐ എം വിത്ത് ഗോഡ് ഹു ക്യാൻ ടച്ച് മീ, ഞാൻ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു, ആർക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ മാർച്ച് തൊട്ട് ജൂൺ വരെ സംതിങ് ലൈക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ മൈൻഡിലൊന്ന് ഹിറ്റ് ചെയ്ത് ഞാൻ ഡിപ്രഷനിൽ പോയി 3 മാസം. ദിസ് ഈസ് ദ സെയിം ഗൈ, ഈ സെയിം പയ്യനാണ് 2014 യേശു മുഖാമുഖം കണ്ടത്. ഈ സെയിം പയ്യനാണ് ഡിപ്രഷനിൽ പോയത്. ഹൗ? ബിക്കോസ് ഐ ഡിഡ് നോട്ട് ടേക്ക് ഗോഡ്സ് വാർണിംഗ് സീരിയസ്ലി. He said the devil will attack you and I should have prayed. കുറച്ചും കൂടെ പ്രാർത്ഥിച്ചു, കുറച്ചും കൂടെ ഉപവാസം എടുത്ത്, കുറച്ചും കൂടെ വചനം വായിച്ചിരുന്നെങ്കിൽ I wouldn't have went into depression. But I went into depression because I did not listen to God's warning. അങ്ങനെ 3 മാസം ഡിപ്രഷനിൽ പോയി, വചനം വായിക്കാതായി, പ്രാർത്ഥിക്കാതായി. ആരെങ്കിലും, എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ലിൻസി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി എന്നെ വിളിച്ച് ഡെയിലി വൈകിട്ട് വിളിച്ചിട്ട്, ഫോണിൽ വിളിച്ചിട്ട് അരമണിക്കൂറോളം ചേച്ചിക്ക് അറിയാവുന്ന ഫുൾ സാം 23, സാം 91, സാം 1 ചുമ്മാ ബാക്ക് ടു ബാക്ക് റിസൈറ്റ് ചെയ്യുമായിരുന്നു. ഞാനത് കേട്ടിട്ട് തിരിച്ച് ഒബ്ജക്റ്റ് ചെയ്യുമായിരുന്നു, എനിക്കിത് കേൾക്കണ്ട, ഇതെല്ലാം ശരിയല്ല, എനിക്ക് കേൾക്കുക വേണ്ട എന്നൊക്കെ പറഞ്ഞു. ബിക്കോസ് ഐ ഡിഡ് നോട്ട് വോണ്ട് ടു ഇന്റർവീൻ വിത്ത് എനിബഡി. വചനമായിട്ട്, ആത്മീയമായിട്ട് മാത്രമല്ല, എനിക്ക് ആരുമായിട്ട് സംസാരിക്കാൻ വേണ്ട, ഒന്നും ചെയ്യണ്ട. അങ്ങനെ ജൂലൈ 2016 ആയപ്പോൾ I decided I'll commit suicide. I want to end this. I don't want to, എനിക്കിതിലൊന്നും പെടുക വേണ്ട. I just want to end this life and be free. പക്ഷേ സംതിങ് ഇൻ മൈ സ്പിരിറ്റ് സെഡ് ദാറ്റ്, ലൈക്ക് ഐ ഫെൽറ്റ്, എൻ്റെ മനസ്സിൽ എനിക്ക് ഫീൽ ആയി, ലെറ്റ്സ് ഗോ ടു ഗോഡ് ആൻഡ് ടെൽ ഹിം ദാറ്റ് ഐ എം കമ്മിങ് ടു യു. ഞാൻ നിന്നിലോട്ട് വരികയാണ്, എന്തെങ്കിലും ലാസ്റ്റായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാനായിരുന്നു, ഈവനിങ്ങിൽ പ്രാർത്ഥിക്കാനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു,
ഐ എം കമ്മിങ് ടു യു, സെയിം തിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു. അപ്പം ദൈവാത്മ എന്നോട് ഉടനെ ചോദിക്കുകയാണ്, ഡിഡ്ന്റ് ഐ ടെൽ യു ദ ഡെവിൾ വിൽ ടച്ച് യുവർ മൈൻഡ് നോട്ട് യുവർ ബോഡി? അപ്പൊ എളുപ്പം കഴിഞ്ഞ 4 മാസം നടന്ന കാര്യം എളുപ്പം ഞാൻ റിവൈൻഡ് ചെയ്തു. ലൈക്ക് വാട്ട് എവർ ഹാപ്പൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ മൈൻഡ്. ബിക്കോസ് ഡെവിൾ ഒറ്റയടിക്കല്ല പുള്ളിക്കാരൻ വലിയ വലിയ കാര്യം കൊണ്ടുവന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഗിറ്റാർ വായിക്കുമ്പോൾ ഫിംഗറൊക്കെ സ്വെൽ ആവും കണ്ടിന്യൂസ്, കാരണം പിക്ക് പിടിക്കാത്തതുകൊണ്ട് ഫിംഗർ എല്ലാം സ്വെൽ ആവുമായിരുന്നു. അപ്പം ചെറിയ വേദന, ഇറിറ്റേഷൻ, ആ ഇറിറ്റേഷൻ കുറച്ചും കൂടി ഫ്രസ്ട്രേഷൻ, പിന്നെ ഫ്രസ്ട്രേഷൻ കുറച്ചുകൂടി, പിന്നെ ആ ഗിറ്റാർ വായിക്കാതായി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ലീഡ് ചെയ്ത് ബിൽഡപ്പ് ആയ 4 മാസം ഇത്രയും കോറായിട്ടുള്ള ഡീപ്പായിട്ടുള്ള സിറ്റുവേഷനിൽ വന്നത്. അങ്ങനെ ഞാൻ ദൈവത്തെ തന്നെ ഓർപ്പിച്ചു. പിന്നെ സഡൻലി കുറെ റിഫ്ലക്ട് ചെയ്തു കുറെ കാര്യങ്ങൾ, പിന്നെ ക്ഷമ ചോദിച്ചു. ആയിട്ട് ഞാൻ വെരി നെക്സ്റ്റ് തിങ് പ്രാർത്ഥന ഞാൻ ചോദിച്ചത്, അടുത്ത് എന്താ ചെയ്യേണ്ടത്, വാട്ട് ഷുഡ് ഐ ഡു? അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ടേക്ക് 5 weeks ഓഫ് ഫാസ്റ്റിംഗ്. 3 ദിവസമോ 7 ദിവസമോ 40 ദിവസമോ അല്ല, 5 week. ദാറ്റ്സ് എൻ വെരി അബ്നോർമൽ ടൈം ഡേറ്റ് പെന്തക്കോസ്തുകാർക്ക്. ബിക്കോസ് നമ്മൾ 3, 7, 21, 40 അതാണ് നമ്മുടെ രീതി. ബട്ട് ഗോഡ് ഡസൻ ഹാവ് എ രീതി. ബേസിക്കലി fasting is a period where you get your victory. So you fast till you get the victory. നമുക്കൊരു victory കിട്ടുന്ന വരെ നമുക്ക് ഉപവാസം എടുക്കാം. അല്ലെങ്കിൽ we have fasting is also a mode of getting strength and renewing your strength, spiritual strength. അപ്പൊ അത് കിട്ടുന്ന വരെ we have to fast basically. So 5 weeks ഞാൻ ഫാസ്റ്റ് ചെയ്തു. 5 weeks കഴിഞ്ഞപ്പം like I was totally free from the chains of suicide and depression. ഫ്രീ ആയി. അപ്പോൾ 2016 അത് കഴിഞ്ഞു. 2023 കട്ട് ടു ദിസ് ഇയർ, ഞങ്ങൾ ബോംബെ വിട്ടു. എന്നിട്ട് ഈ ലൊക്കേഷൻ ഇപ്പം ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ലൊക്കേഷൻ ഞങ്ങൾ വന്നപ്പം മാർച്ച് തൊട്ട് ഐ വാസ് നോട്ട് ഇൻ എ ഗുഡ് സ്റ്റേറ്റ്. സോ ബേസിക്കലി 2 വർഷം തൊട്ട് 2021 2022 എനിക്ക് അക്യൂട്ട് ഡിപ്രഷൻസിൻ്റെ സിംറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ അഗൈൻ നമ്മുടെ വിശ്വാസക്കുളത്തിൽ നമ്മൾ അത് ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമ്മൾ പറയും, അയ്യോ വയ്യ, കാലുവേദന എടുക്കുന്നു, കാലുവേദന എടുക്കുന്നു, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇമോഷണലി നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോൾ നമ്മൾ വിചാരിക്കും അത് പിശാചാണെന്ന്. സെയിം നമുക്ക് ഫിസിക്കലി വരുന്ന ഡിസബിലിറ്റി ഇമോഷണലിയും വരാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ മിനിസ്റ്റേഴ്സ് ആയാലും പാസ്റ്റേഴ്സ് ആയാലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മേക്ക് ഷുവർ യുവർ ഇമോഷണൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇസ് ഇൻ ചെക്ക്. അതൊരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. മെന്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് ചെക്കിലല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രസംഗിക്കുവാണെങ്കിൽ തന്നെ അത് എം ടി ആയിരിക്കും. നിങ്ങൾ പഠിച്ചതായിരിക്കും പ്രസംഗിക്കുന്നത്, പ്രിപ്പയർ ചെയ്തായിരിക്കും പ്രസംഗിക്കുന്നത്, നിങ്ങൾ ആ കണക്ട് ഫീൽ ആകത്തില്ല. സോ യു ഹാവ് ടു കീപ് യു മെന്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് ഇൻ ചെക്ക്. അപ്പം ആ 2 years ആയിട്ട് എനിക്ക് അക്യൂട്ട് ഡിപ്രഷൻ്റെ സിംറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാർച്ച് ആയപ്പോൾ തൊട്ട് ഒത്തിരി കൂടി അത്. ഐ സ്റ്റാർട്ട് ടോക്കിംഗ്. ഈ റൂം നിങ്ങളിപ്പോൾ കാണുന്നില്ല, ബാക്ക്ഗ്രൗണ്ടാണ്. ഈ റൂമിൽ ഞാൻ ലോക്ക് മൈസെൽഫ്. ഈ റൂമിൽ ഞാൻ തന്നെ പൂട്ടിയിട്ട് ഐ ടു സിറ്റ് ആൻഡ് ജസ്റ്റ് പ്ലേ സോങ്സ്. ക്രിസ്റ്റോബലിൻ്റെ എഡ്ഷറിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരിക്കുമായിരുന്നു. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ടോക്ക് ടു എനിവൺ. എനിക്കൊന്നും ചെയ്യാൻ മനസ്സില്ല. പിന്നെ ആരെന്ത് ചെറിയ കാര്യം പറഞ്ഞാലും ഞാൻ ട്രിഗർ ആവുമായിരുന്നു. എന്താ ദേഷ്യം വരുന്ന അറിഞ്ഞുകൂടാ, പക്ഷേ ട്രിഗർ ആവുമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഒരു ഹെൽത്ത് ആർട്ടിക്കിൾ റീഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഇങ്ങനെയാണ് സിംറ്റംസ്. ബേസിക്കലി ആക്സിഡന്റ് കഴിഞ്ഞ സമയത്ത് തൊട്ട് ഈ മൊമെന്റ് വരെ ഉള്ള ഫിസിക്കൽ ഇമോഷണൽ സ്ട്രെസ് കാരണം കൂടി വന്നത്. ബേസിക്കലി ഒരു വിയേർഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇതല്ല എനിക്ക് വിശ്വാസമില്ല, ഹോപ്പില്ലെന്നൊന്നും അല്ല, എല്ലാം അറിയാം, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ മനസ്സില്ല. ആ ഒരു രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ ഞാൻ ദൈവത്തിനോട് സോ ബേസിക്കലി പേഴ്സണലി എനിക്ക് എന്ത് വിഷയം വന്നാലും, എന്തെങ്കിലും ആവട്ടെ, ലൈക്ക് ഈവൻ ലിറ്റിൽ തിങ് എനിക്ക് എന്തെങ്കിലും വന്നാലും ഐ ഗോ ടു ഗോഡ്. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഫസ്റ്റ് സെഞ്ചുറിയിൽ നടന്ന അത്ഭുതങ്ങൾ ഈ കാലത്ത് നടക്കാത്തത് നമ്മൾ ആദ്യം ദൈവത്തിൻ്റെ അടുത്ത് പോകാത്തതുകൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം അസുഖം വരുമ്പോൾ നമ്മൾ ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് ഓടും, പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത് പോകത്തില്ല. നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് പാരൻസിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ പാരൻസ് പോകുന്നത് അവരുടെ കലീഗ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത്. നമ്മൾ ഒരിക്കലും ആദ്യം ദൈവത്തിൻ്റെ അടുത്ത് പോകാറില്ല. ആ കാരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ സിമത്തിൽ ഗ്രേറ്റർ മിറക്കിൾസ് ഉണ്ടാകാത്തത്. ഫസ്റ്റ് ഗോ ടു ഗോഡ് ആൻഡ് ദെൻ ഗോ ടു റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ. സോ ഇങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ പിന്നെയും 2016 പോലാണ്, പക്ഷെ അത്രയും ഗ്രേവ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്, എന്താ ചെയ്യണം? അപ്പം ദൈവനോട് പറഞ്ഞ കാര്യം, യൂസ് യുവർ ഗിഫ്റ്റ്. ഡെവിൽ ഇസ് ട്രൈങ്. പിശാച് എന്നെ കെട്ടിയിടാൻ നോക്കുകയാണ്. എൻ്റെ ഗിഫ്റ്റ് കാരണം കുറെ ആൾക്കാർക്ക് വിടുതൽ വരാനുണ്ട്, പക്ഷെ അത് ബ്ലോക്ക് ചെയ്യാൻ, നിന്നെ ബ്ലോക്ക് ചെയ്യുമല്ല,
ആ ആൾക്കാരെ വീട്ടിൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നിന്നെ പിടിച്ചു വെക്കുകയാണ്. അപ്പൊ നീ ഗിഫ്റ്റ് കുറച്ചും കൂടെ യൂസ് ചെയ്യുക. കാരണം ഗിഫ്റ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ സെർവിങ്. ഓർത്തോണം, ഈ കാര്യം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവനെ പഠിപ്പിച്ച കാര്യമാണ്. ഗിഫ്റ്റ് സെർവിങ്ങിന് വേണ്ടി മാത്രം, മിനിസ്ട്രിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കാര്യമല്ല. ഗിഫ്റ്റ് ഈസ് ഓൾസോ വെപ്പൻ. നമുക്കൊരു സോഡ്, ഒരു വാള് ദൈവം തരുവാണെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, അത് ഓൾസോ വെപ്പനായിട്ട് നമുക്ക് യൂസ് ചെയ്യാതെ. അപ്പൊ നമുക്ക് തന്നെ ഗിഫ്റ്റ്, നമുക്ക് തന്നെ താലന്തുകൾ, അതൊരു വെപ്പനുമാണ്, ഒരു അസ്ത്രമാണത്. സോ യൂസ് ഇറ്റ് ആസ് എ വെപ്പൻ. So I started writing more songs, I started singing, I started listening to more worship songs. എനിക്കിപ്പോൾ അതിൽ എൻ്റെ ഗിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. then I came out of it without any counseling. Christian counseling ഇല്ല, മെഡിക്കേഷൻ ഇല്ല, ഡിപ്രഷൻ മെഡിക്കേഷൻ ഒന്നുമില്ല. I came out of it. ഗുഡ് സ്ലീപ്പ്, അങ്ങനെ കുറേ പാറ്റേൺ ഫോളോ ചെയ്തു. ഒത്തിരി നല്ലൊക്കെ വെള്ളം കുടിക്കുക, നല്ലൊക്കെ ഉറങ്ങുക, ടൈമിന് ഉറങ്ങുക, സ്ക്രീൻ ടൈം. ഇത് ഏറ്റവും ഇന്നത്തെ കാലത്ത് യൂത്ത്സിന് ഉണ്ടാകുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ്, ആങ്സൈറ്റിക്ക് കാരണമാണ് ഈ സാധനം. സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഇതെൻ്റെ മിനിസ്ട്രിയിൽ 7 years ആയി ഇപ്പം മിനിസ്ട്രിയിൽ. പക്ഷേ എനിക്കിപ്പോൾ സീസണിൽ റിലീസ് ആയ കാരണം സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഇത് ഒത്തിരി എഫക്റ്റ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. സ്പെൻഡ് ടൈം, ബട്ട് സ്ക്രീൻ ടൈം, നമ്മൾ മൊബൈലിൽ നോക്കി നിൽക്കുന്ന ടൈം കുറയ്ക്കുക. ബിക്കോസ് ഇറ്റ് കോസസ് എ ലോട്ട് ഓഫ് സ്ട്രെസ്. ആൻഡ് സ്ട്രെസ് കാരണം ബ്രെയിനിൽ കുറേ അൺനെസസറി കെമിക്കൽസും ബോഡിയിൽ അൺനെസസറി കെമിക്കൽസും ഉണ്ട്, അത് ഇതാവുന്നുണ്ട്. പക്ഷേ ഡോണ്ട് റെഡ്യൂസ് സ്ക്രീൻ ടൈം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ദൈവം പിന്നെയും 2023 എന്നെ ആ സിറ്റുവേഷനിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ ഒത്തിരി ക്വിക്കായിട്ട് പറയാം. ബിക്കോസ് ഡീറ്റെയിൽ എനിക്ക് ഒത്തിരി കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ക്വിക്കായിട്ട് പറയുന്നത്. 2012 ഞാൻ 12th പഠിച്ചത്, പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. പക്ഷേ എൻ്റെ ലൈഫിലെ ജേർണി തുടങ്ങുന്ന 2012 തൊട്ടല്ല. എൻ്റെ ലൈഫിലെ ജേർണി തുടങ്ങുന്നത് 6 വയസ്സ് തൊട്ടാണ്. അതിന് മുമ്പേ എന്ത് സംഭവിച്ചായിരിക്കും, പക്ഷേ എനിക്ക് ക്ലിയർ ആയിട്ട് ഓർക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അറ്റ് ഏജ് 6 പിശാചിൻ്റെ അക്കാഡമിക്സിൽ തൊട്ട് തുടങ്ങി. ഏജ് 6 ആയപ്പം ഞങ്ങളുടെ പാറ്റേണൽ ഫാമിലി, എൻ്റെ ഫാദറിൻ്റെ സൈഡിലുള്ള ഫാമിലി, ദ ടുക്ക് എവറിത്തിങ് ദാറ്റ് വാസ് ആസ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റൈറ്റ്ഫുള്ളി ഞങ്ങൾക്ക് എന്തായിരിക്കണം, എനിക്ക് റൈറ്റ്ഫുള്ളി ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾ ആയിരിക്കണം, അതവർ ടുക്ക് ഇറ്റ്, സ്റ്റോൾ ഇറ്റ്. ഒരു പ്രോപ്പർ റെസ്പോൺസ് ഇല്ല, ഒരു പ്രോപ്പർ എന്താ പറയുക, ദർ ഇസ് നോ ആൻസേഴ്സ്. അവർ ചെയ്തത് എന്താണുള്ളത് അതിനുള്ള ജസ്റ്റിഫൈങ് ആൻസർ ആർക്കും തരാനില്ല. എൻറ്റയർ പാറ്റേണൽ ഫാമിലി അവരെല്ലാവരും കൂടെ കൂടിയാണ് നിൽക്കുന്നത്. സോ അത് കാരണം എൻ്റെ മമ്മി മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫാമിലിയിൽ ഒത്തിരി ബുദ്ധിമുട്ട് വന്നു. സഡൻലി ഡെത്ത് വന്നു, കടങ്ങൾ കുറേ വന്നു, പിന്നെ കുറേ നീഡ്സ് ഫുൾഫിൽ ആവാറായി. അങ്ങനെ 6ാം വയസ്സിൽ തന്നെ ഐ സഫേർഡ്. ഏജ് 6 എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ലൈക്ക് കുട്ടിക്കാലത്തിൽ ഐ ഫെൽറ്റ് വാട്ട് ഹങ്കർ വാസ്. അതോടെ എൻ്റെ ഫുഡിനോടുള്ള സ്നേഹം പോയി ബേസിക്കലി. ബിക്കോസ് എനിക്കറിയാം ഇന്നുണ്ട് നാളെ ഇല്ല, ആ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 8 മാസം പീരിയഡിൽ ഫുഡില്ലായിരുന്നു ഞങ്ങൾക്ക്. അമ്മയുടെ കയ്യിൽ 1-2 രൂപ ഉള്ള വെച്ച് നമുക്ക് ഈ ബോംബെയിൽ ഇത് കിട്ടും, എന്താ പറയുന്നത്, ചനയും ശിങ്ദാനും ഒക്കെ കിട്ടും. അത് എത്ര പേർക്ക് അറിഞ്ഞുള്ള അത് അമ്മ പറയും, ഇപ്പം കഴിക്കല്ലേ മോനെ, രാത്രി കഴിച്ചാൽ മതി, രാത്രി കൂടില്ല. അപ്പം അത് കഴിച്ച് വെള്ളം കുടിച്ച് കിടന്ന കാലങ്ങളുണ്ട്. ഫുൾ 6 to 8 months. അങ്ങനെ ഏജ് 6 അത് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഏജ് 7 ഫൈനൽ ഗ്രേഡ്, സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ ഫൈനൽ സെമിസ്റ്ററിൽ ഫൈനൽ എക്സാംസിൻ്റെ സമയത്ത് ചിക്കൻ പോക്സ് വന്നു. തേർഡ് ഗ്രേഡിൽ ഫൈനൽ സെമിസ്റ്റർ മംസ് വന്നു. 4th ഗ്രേഡ് ഫൈനൽ സെമിസ്റ്റർ മീസിൽസ്. 5th ഗ്രേഡ് ബോംബെയിൽ ഒരു ഫ്ലഡ് ഉണ്ടായിരുന്നു, ഫ്ലഡിൻ്റെ വിക്ടിമാണ് ഞാൻ. അതോടെ കൂടെ ടൈഫോയിഡും വന്നു. 6th സ്റ്റാൻഡേർഡിൽ എന്നെ കൊണ്ട് നാട്ടിലൊരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് വിട്ടു. അപ്പോൾ എനിക്ക് 6th സ്റ്റാൻഡേർഡിലെ ഫൈനൽ സെമിസ്റ്ററിൽ എനിക്ക് സ്കാബീസ് വന്നു. 7th സ്റ്റാൻഡേർഡിൽ എൻ്റെ ഹോസ്റ്റലിലുള്ള സീനിയേഴ്സും എൻ്റെ വൺ ഓഫ് ദ കസിൻസ് എന്നെ ഫിസിക്കലി സെക്ഷുവലി റേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറേ ട്രോമ എനിക്ക് കുറേ വർഷം എന്ന് പറഞ്ഞൊരു 15 കഴിഞ്ഞ ഫ്യൂ ഇയേഴ്സ് ബാക്ക് വരെ എനിക്ക് അതിൻ്റെ ട്രോമ ഒക്കെ ഉണ്ടായിരുന്നു. ട്രോമ മാത്രമല്ല, ആ ഇൻസിഡൻറ്റ് കാരണം കുറേ അൺനെസസറി കാര്യത്തിൽ പോയി പെട്ടിട്ടുണ്ട് ഞാൻ. അതെനിക്ക് ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ, ഓഡിയൻസ് 18+ ആണെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 7th സ്റ്റാൻഡേർഡിൽ അത് പറ്റി. പിന്നെ എൻ്റെ സ്കൂളിലെ ഫീസ് ഒത്തിരി പെൻഡിങ്ങിലായതുകൊണ്ട് എന്നെ തിരിച്ച് ബോംബെക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഫീസ് പേ ചെയ്യാത്തതുകൊണ്ട് സ്കൂളുകാർ TC തന്നില്ല. അപ്പം 8th ഉം 9th സ്റ്റാൻഡേർഡും ഞാൻ സ്കൂളിൽ പോയിട്ടില്ല.
അപ്പം പോവാതിരുന്ന സമയത്ത് ഐ പ്രേഡ് ലൈക്ക് ദൈവമേ, 8ാം ക്ലാസ് സ്കൂളിൽ പോയിരുന്ന സമയത്ത് ഫസ്റ്റ് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എൻ്റെ പ്രായത്തിലെ പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണേ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പം ഫസ്റ്റ് ടൈം അറ്റ് ഏജ് 13 ആദ്യമായിട്ടാണ് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത് 40 ഡേയ്സ്. ആരും എന്നെ നിർബന്ധിച്ചില്ല, ആരും പറഞ്ഞില്ല ഫാസ്റ്റിംഗ് എടുക്കണമെന്ന്. ഞാൻ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് എടുത്തു 13ാമത്തെ വയസ്സിൽ. ഫാസ്റ്റിംഗ് എടുത്ത 40ാമത്തെ ദിവസം എനിക്കൊരു കോൾ വന്നിട്ട് പറഞ്ഞു, നിന്റെ സ്കൂളിലെ ഫീസ് ഞങ്ങൾ അടച്ചോളാം. ഞാൻ ആ കാളെ കണ്ടിട്ടില്ല, ആ കാളോട് സംസാരിച്ചിട്ടില്ല, ആ കാൾ എന്നെ എങ്ങനെ വിളിക്കുന്നത്, എൻ്റെ പാരൻസിനെ എങ്ങനെ വിളിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ആര് പറഞ്ഞു, ആരെത്ര എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഫീസ് ഞങ്ങൾ അടച്ചോളാം പറഞ്ഞു. ഫീസ് അടച്ചു. പക്ഷേ ബൈ ദ ടൈം TC വന്ന സമയം ഒത്തിരി ലേറ്റ് ആയപ്പോഴുകൊണ്ട് എനിക്ക് 8ാം ക്ലാസ്സിൽ ചേരാൻ പറ്റിയില്ല. ഞാൻ ഒരു പ്രൈവറ്റ് ക്ലാസ്സിൽ പോകുമായിരുന്നു. അപ്പം 9ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർക്കാം. അപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല, 8 വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു വർഷം കൂടെ പ്രൈവറ്റ് ക്ലാസ്സിൽ പോയി. 9th സ്റ്റാൻഡേർഡ് ഫുൾ പ്രൈവറ്റ് ക്ലാസ്സിൽ പോയി. പിന്നെ 10th സ്റ്റാൻഡേർഡ് ആയപ്പം കുറേ സ്കൂളിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു സ്കൂൾ പറഞ്ഞു 8 9ന്റെ ക്ലാസ്സസിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് മാത്രം മതി, നമുക്ക് ചേർക്കാമെന്ന് പറഞ്ഞു. കുറച്ച് ഡൊണേഷൻ എടുത്തിട്ട് അവർ തന്നെ 10th സ്റ്റാൻഡേർഡ് ചേർത്തു. അങ്ങനെ ഫൈനലി സ്കൂളിൽ പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അയ്യോ പറഞ്ഞില്ലേ ഞാൻ ജോബ് ചെയ്യുന്നിടത്ത് ഫൈനലി എല്ലാം മാറി, കഷ്ടങ്ങളെല്ലാം മാറി എന്ന് പറഞ്ഞ് 10th സ്റ്റാൻഡേർഡിൽ പോയി പഠിച്ചു തുടങ്ങി. സ്കൂളിൽ പോയി എല്ലാ ദിവസവും സന്തോഷമായിട്ട് സ്കൂളിൽ പോയി പഠിച്ചൊക്കെ തുടങ്ങി. 10th സ്റ്റാൻഡേർഡ് ബോർഡ്സ് മാർച്ചിൻ്റെ സമയത്താണ്. അപ്പോൾ 2011 മാർച്ച് 1-ാം തീയതിയാണ് റിട്ടേൺ ടെസ്റ്റ് തുടങ്ങുന്നത്. 2011 ഫെബ്രുവരി 11 ആയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തീ കത്തി, ഫുൾ ഹൗസ് തീ കത്തി. ഫർണിച്ചർ, ക്ലോത്ത്സ്, ബുക്സ് എല്ലാം കത്തിപ്പോയി. ഞങ്ങൾ ആ സമയത്ത് മമ്മയുടെ കൂടെ ക്ലിനിക്കിലായിരുന്നുകൊണ്ട് ഞങ്ങളുടെ ജീവൻ മാത്രം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇനി സംസാരിക്കുന്ന ആളില്ലായിരിക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു കോൾ വന്നു, സൊസൈറ്റിയിലെ വാച്ച്മാൻ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്മോക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം എളുപ്പം ക്ലിനിക്ക് അടച്ചിട്ട് ഞങ്ങളെല്ലാം വീട്ടിലോട്ട് ഓടി നോക്കിയപ്പം കയറാൻ പറ്റുന്നില്ല, ഫുള്ള് വീട്ടിൽ സ്മോക്കാണ്. അപ്പം ഡോർ തുറന്നപ്പം ഹെവി സ്മോക്ക്, ബം ബ്ലാസ്റ്റ് ആയ സ്മോക്ക് പോലെ സ്മോക്ക് വരുന്നു. ബേസിക്കലി എന്തോ ഇലക്ട്രിക് ലൈനിൽ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ എക്സാക്ട് കോസ്. വീട്ടിലാരും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പം എന്തുകൊണ്ട് തീ കത്തിന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആൾക്കാർ, ഞങ്ങളുടെ സൊസൈറ്റിയിലെ ചേട്ടന്മാരെല്ലാം കൂടെ ഇഴഞ്ഞാണ് കയറിയത്. കാരണം സ്മോക്ക് ഹെവി ആയതുകൊണ്ട് മുകളിൽ നിന്ന് സ്മോക്ക് പോയി താഴെ കൂടെ ഇഴഞ്ഞ് വീട്ടിനകത്ത് കയറി നോക്കി, എല്ലാം ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പം ബോർഡൊന്നുമില്ല, എല്ലാം ചൂടും കൊണ്ട് മെൽട്ടായിപ്പോയി, ഒഴുകിപ്പോയി. ബേസിക്കലി ഫുള്ള് വോൾ കറുത്തിരിക്കുക. ഞങ്ങളുടെ ഒരു ലൈറ്റ് യെല്ലോ കളറിലെ വോളും ബെഡ്റൂമിലെ ലൈറ്റ് ലൈം കളറിലെ വോളായിരുന്നു, ഫുള്ള് ബ്ലാക്ക് ആയി. ബേസിക്കലി നിങ്ങൾക്ക് അവിടെ നമ്മളിങ്ങനെ കുഞ്ഞിലെ നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പം പഴയ വണ്ടി കാണുമ്പോൾ നമ്മൾ എൻ്റെ വണ്ടിക്ക് ഇങ്ങനെ ഡസ്റ്റിന് വണ്ടിക്ക് എഴുതത്തില്ല കൈ കൊണ്ട്, അതുപോലെ നിങ്ങൾക്ക് വോളിൽ എഴുതാൻ പറ്റും. അങ്ങനെ ഫുൾ ഇങ്ങനെ കട്ടിയായിട്ടുള്ള ബ്ലാക്ക് സ്മോക്ക് വോളെ പിടിച്ചു. തുണി പോയി, തുണി യൂസ്ലെസ് ആയി ടോട്ടലി. കബോർഡ് വെച്ച തുണി വരെ യൂസ്ലെസ് ആയി. കാരണം സ്മോക്ക് കാരണം അതിൻ്റെ തുണിയുടെ എല്ലാം ഇങ്ങനെ ഒരു ഫാബ്രിക് എല്ലാം ഇങ്ങനെ പൊടിഞ്ഞു പോയി, സ്മെല്ല് പോകുന്നില്ല കഴുകിയിട്ട്. ഫർണിച്ചർ മൊത്തം പോയി. ഞങ്ങൾ ഫുള്ള് ഹാളിലെയും മിഡിൽ റൂമിലെയും ഫർണിച്ചർ ഞങ്ങളൊരു ചെറിയ പ്ലാസ്റ്റിക്കിനകത്താണ് കൊണ്ടുപോയത്. ബിക്കോസ് ഫുൾ ആഷ് ആയിപ്പോയി, അത്രയും മൊത്തം കത്തിപ്പോയി. അങ്ങനെ പൂക്കെല്ലാം പോയി, പ്രിപ്പറേഷനും ചെയ്യാൻ പറ്റുന്നില്ല. എക്സാം ഇപ്പോൾ 2 ആഴ്ച, 10th ബോർഡ് എക്സാം ആണ്. ഫൈനലി സ്കൂളിൽ പോകാൻ പറ്റി. അപ്പം എന്ത് ചെയ്യും അറിയില്ല. 2 വീക്സ് ഉണ്ട്. എന്തൊക്കെയോ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ ബുക്കൊക്കെ റെഫർ ചെയ്യും. പക്ഷേ പുള്ളിക്കാരനും പഠിക്കണ്ടേ. അപ്പോൾ പുള്ളിക്കാരനെ പഠിച്ചു കഴിഞ്ഞുള്ള സമയത്ത് എനിക്ക് ബുക്ക് വരും, കുറച്ചൊക്കെ റെഫർ ചെയ്യും. അങ്ങനെ പ്രോപ്പർ പ്രിപ്പറേഷൻ ഇല്ലാതെ ഞാൻ പോയി എക്സാം എഴുതി. എല്ലാം ഫുൾ എക്സാം പ്രോപ്പർലി എഴുതി. റിസൾട്ട് വന്നു ജൂണിൽ, 2011 ജൂണിൽ റിസൾട്ട് വന്നപ്പം 73.45% ഉണ്ട്. പ്രിപ്പറേഷൻ ഇല്ലാതെ ഞാൻ പഠിച്ചു പോയി എഴുതിയത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ മാത്രമാണിത്. അത് ഞാൻ പിന്നെയും എടുത്തു പറയാം. എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഷെയർ ചെയ്ത സ്റ്റോറിയല്ല. അത് ഹങ്കർ ആയിക്കോട്ടെ, വിശപ്പായിക്കോട്ടെ, ദാഹം ആയിക്കോട്ടെ, ഫിസിക്കൽ അബ്യൂസ് ആയിക്കോട്ടെ, അസുഖമായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ലൈക്ക് ഗോഡ് ബ്രോട്ട് മീ. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും കൃപയുമാണ് എന്നെ ഇതുവരെയും കൊണ്ടുവന്നത്. അപ്പോൾ റിസൾട്ട് വന്നത് പെർസെൻറ്റേജ് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, വേറൊരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ടായിരുന്നു. സ്കൂളിലെ റാങ്ക് ഹോൾഡർ ആയിരുന്നു ഞാൻ. 73.45% വെച്ച റാങ്ക് ഹോൾഡർ കിട്ടി ഞാൻ മാത്രമേ കാണത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം റാങ്ക് ഹോൾഡർ വേണമെങ്കിൽ 90-95 വേണം മിനിമം. 73.45 വെച്ച് റാങ്ക് ഹോൾഡർ ആകാൻ പറ്റില്ല. ബട്ട് ഐ വാസ് ദ റാങ്ക് ഹോൾഡർ. അപ്പം അങ്ങനായി. എന്നിട്ട് അടുത്തത് 11th സ്റ്റാൻഡേർഡ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് കോളേജിൽ പോയി അഡ്മിഷൻ ഫോമൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അഡ്മിഷൻ ഫോം എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഞങ്ങൾ പോയി എല്ലാവർക്കും എൻ്റെ കൂട്ടുകാരുള്ള അഡ്മിഷൻ കിട്ടി. ഞങ്ങൾ പോയി എൻക്വയറി ചെയ്തപ്പോൾ അവർ പറഞ്ഞു ക്രിസ്ത്യൻ ആണ്, അപ്പം ഇവിടെ ഈ കോളേജിൽ അഡ്മിഷൻ തരാൻ പറ്റത്തില്ല, മോൻ നിറച്ചത് മുസ്ലിം മൈനോറിറ്റി ഫോം ആണെന്ന് പറഞ്ഞു.
അപ്പം എനിക്കിതിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾ പോയി ട്രസ്റ്റിനെ കണ്ടു, കുറേ മമ്മിയും ഞാനും കുറേ പ്രാർത്ഥിച്ചു. എന്നിട്ട് പിന്നെ ആ മാറ്റി വെച്ച ഫോം, അവർ ആ ഫോം എടുത്തിട്ട് അവരുടെ ലോവർ ഡെസ്കിനകത്തിട്ട് വേണ്ടാത്ത പേപ്പേഴ്സിൻ്റെ കൂടെ ഇട്ടിട്ട് പൂട്ടിയേക്കുമായിരുന്നു. അവർ ആ ഫോമിൽ തന്നെയാണ് എനിക്ക് ഫർദർ ഫില്ല് ചെയ്ത് ഫോർവേഡ് ചെയ്ത് അഡ്മിഷൻ തന്നത്. അങ്ങനെ 11th സ്റ്റാൻഡേർഡ് അഡ്മിഷൻ കിട്ടി. അങ്ങനെ പിന്നെ 11th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു 12th സ്റ്റാൻഡേർഡിലോട്ടാണ് നിങ്ങൾ എല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പം ലൈഫിൽ 6ാം വയസ്സ് തൊട്ട് ജനുവരി 11 28 വയസ്സാവും. ദ പീരിയഡ് ഹാസ് ബിൻ സിക്നസ്, ഇൽനെസ്, അബ്യൂസ്, ട്രോമ, ഡിപ്രഷൻ, ഹെൽത്ത് ഇഷ്യൂസ്, ബ്രോക്കൺ ഫാമിലി, എല്ലാം പലത്തില്ല. റിജക്ഷൻ, ഐസൊലേഷൻ, ബിട്രയൽ, ഡിനൽ. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നെഗറ്റീവ് വാക്കുകളെല്ലാം നിങ്ങൾക്ക് തന്നാലും ഇറ്റ് വോണ്ട് സം അപ്പ്. എൻ്റെ ലൈഫിലെ ഫുൾ സ്റ്റോറി സം അപ്പ് ആവത്തില്ല. അപ്പം ഇത്രയെല്ലാം നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ സാന്നിധ്യം. ഇറ്റ് വാസ് കോൺസ്റ്റന്റ്. ആൾക്കാർ വന്നുപോയി, പണം വന്നുപോയി, വീട് വന്നുപോയി, പഠിത്തം, എഡ്യൂക്കേഷൻ വന്നുപോയി, എല്ലാം വന്നുപോയി ടെമ്പററി ആയിരുന്നു. ബട്ട് ദ തിങ് ദാറ്റ് വാസ് കോൺസ്റ്റന്റ് വാസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. യേശുവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം വാസ് കോൺസ്റ്റന്റ്. അത് മാത്രമല്ല കോൺസ്റ്റന്റ്, ഞാൻ ചില സമയത്ത് അകന്നു പോയിട്ടും ഗോഡ് കെപ്റ്റ് പുള്ളിങ് മീ ബാക്ക്. ലൈക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചില തെറ്റുകൾ ഞാൻ ചെയ്യുമ്പോഴും ഐ യൂസ് ടു ഹിയർ ദ വോയിസ് സേയിങ് കം ബാക്ക് സൺ, മകനെ തിരിച്ചു വാ, മകനെ തിരിച്ചു വാ. ആ സ്നേഹമാണ് ഇപ്പം എൻ്റെ ദൈവത്തെ ഈ വിശ്വാസത്തിൽ ഇങ്ങനെ ഉറച്ചു വെക്കുന്നത്. ഞാൻ ഈ സെക്ഷൻ ഈ സ്പെസിഫിക് കാര്യം പറയാനായിട്ട് ഞാൻ വന്നത് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇഫ് ദർ ഇസ് എനിബഡി യു കാൻ ടോളറേറ്റ്, യു കാൻ ഹാൻഡിൽ, ഇറിറ്റേറ്റീവ് ആയിരിക്കാം, പക്ഷേ ലവ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിച്ചാൽ ഈ ലോകത്തിൽ നേടാൻ പറ്റുന്ന ഏറ്റവും ഹാർഡസ്റ്റ് ആയുള്ള ഹൃദയമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. 2018 അപ്പം യൂറിൻ ഞാൻ ഇരുന്ന് പ്രഷർ ചെയ്യുമ്പം ഫുൾ ബ്രെത്ത് എടുത്ത് ഹോൾഡ് ചെയ്യണം എനിക്ക് യൂറിൻ ചെയ്യണമെങ്കിൽ, അല്ലാതെ യൂറിൻ പോകത്തില്ല. ഹോൾഡ് ചെയ്തിട്ട് ലോവർ അബ്ഡോമിനിലോട്ട് പ്രഷർ ചെയ്യുമ്പോൾ മാത്രമേ യൂറിൻ പോകത്തുള്ളൂ, അല്ലെങ്കിൽ യൂറിൻ ഇങ്ങനെ കളക്റ്റായി കിടക്കും. അപ്പം എല്ലാ ദിവസവും അമ്മയും ഒരു സ്റ്റീൽ ബൗളുണ്ട്, അമ്മ രാവിലെയും വൈകിട്ടും വന്ന് ഞാൻ ഇരിക്കുമ്പം പൊങ്ങിയിട്ട് പ്രഷർ ചെയ്യുമ്പോൾ അമ്മ വന്ന് യൂറിൻ കളക്ട് ചെയ്തിട്ട്, പിന്നെ ആ സമയത്ത് ആ പ്രഷർ കാരണം മോഷൻ പോവാണ്, അതും വന്ന് അമ്മ വന്ന് ഫുൾ ക്ലീൻ ചെയ്യുവാണ്. അപ്പം ഫെബ്രുവരി മാസം 2018 ഒരു ദിവസം ഞാൻ ഇരുന്നപ്പോൾ യൂറിൻ, സാറ്റർഡേ ദിവസത്തിൽ യൂറിൻ ചെയ്ത സമയത്ത് യൂറിൻ വന്നില്ല, ബ്ലഡാണ് വന്നത്. എൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, എൻ്റെ പ്രൂഫ്സ് ഉണ്ട്. കാരണം ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട്, എൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞ സമയം തൊട്ട് ഈ സമയം വരെ എന്ത് ലൈഫ് സംഭവിക്കാൻ ഞാൻ ഫോട്ടോ എടുത്തു പോകും. കാരണം ബിക്കോസ് പ്രൂഫ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഈ കാലത്തുള്ള ആൾക്കാരെല്ലാം തോമസ് ആണ് ബേസിക്കലി, അവർക്ക് കണ്ടാലേ അവർ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രൂഫ് എടുത്ത് വെക്കാറുണ്ട്. അപ്പം ഫുൾ ബ്ലഡ്, വാട്ടർ, യൂറിൻ്റെ ഒരു തണി പോലും ഇല്ല. എക്സാക്റ്റ് ആയിട്ട് ഞാൻ ആ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഫുൾ ബ്ലഡ് വന്നു. എൻ്റെ റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് സർക്കിൾ എല്ലാവരും പാനിക്കായി. അവർ പറഞ്ഞു ഇത് ഒത്തിരി ക്രിട്ടിക്കലാണ്, ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ആക്ച്വലി ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഡോക്ടർമാർ എനിക്ക് 0% റിക്കവറി ചാൻസസ് തന്നു, നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ആ സമയത്തുള്ള ഈഗോ, ആ യൂത്തിൻ്റെ ഈഗോ ഹേർട്ടായി. ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പോകത്തില്ല, എന്നെ നടത്താൻ പറ്റാത്ത ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ റിഫ്യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇങ്ങനത്തെ വിശ്വാസം വർക്ക് ചെയ്യത്തില്ല, ഡോക്ടറിൻ്റെ അടുത്ത് പോയി അറ്റ്ലീസ്റ്റ് എന്താണ് അറിഞ്ഞിട്ട് പിന്നെ ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മയും ഞാനും രാത്രി പ്രാർത്ഥിച്ചു. എല്ലാവരും കിടന്ന് ഉറങ്ങി. എല്ലാവരും ഉറങ്ങിയതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു ഗോഡ്, ദൈവമേ, ലൈക്ക് ദിസ് വാസ് മൈ പ്രെയർ. ലൈക്ക് സെഡ് ജീസസ്, ടിൽ ഡേറ്റ് യു ഹാവ് ഹീൽഡ് മീ, ഹെൽപ്പ് മീ, ബട്ട് ഇറ്റ് വാസ് ഓവർ എ പീരിയഡ്. ഐ നീഡ് എൻ ഇൻസ്റ്റൻറ്റ് മിറക്കിൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ലൈക്ക് ഓവർ ദ പീരീഡ് എന്നെ കുറേ കാലം വിടുവിച്ചു, എന്നെ സൗഖ്യപ്പെടുത്തി, എനിക്ക് അറിവ് തന്നു, എനിക്ക് പേഷ്യൻസ് തന്നു, എനിക്കെല്ലാം ആത്മീയമായിട്ടുള്ള ഗിഫ്റ്റ്സ് തന്നു. പക്ഷേ അത് ഓവർ ദ പീരീഡ് ആയിരുന്നു. എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എനിക്കൊരു ഹീലിംഗ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം യേശുവിൻ്റെ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങിയിട്ട് പറഞ്ഞു, ഇഫ് ഐ ക്യാൻ ഹീൽ ദ വുമൻ ഹു ഹാഡ് എ ബ്ലഡ് ഫ്ലോ ഫോർ 12 years, ഈസ് ഇറ്റ് ടു ഹാർഡ് ഫോർ മീ എന്നാണ് ചോദിച്ചു. ദാറ്റ് ചോദ്യം, ലൈക്ക് 12 വർഷം ബ്ലഡ് ഫ്ലോ ആയിരുന്ന സ്ത്രീയെ എനിക്ക് ഹീൽ ചെയ്യാമെങ്കിൽ ഈസ് ഇറ്റ് ടു ഹാർഡ് ഫോർ മീ? അത്രയും ചോദിച്ച് ഞാൻ പ്രാർത്ഥന കേട്ട് എൻ്റെ നന്ദി പറഞ്ഞു, പ്രാർത്ഥിച്ച് സന്തോഷമായി ഇറങ്ങി. ബിക്കോസ് ഐ ന്യൂ ഗോഡ് ഹേർഡ് മൈ പ്രെയർ, ഐ ന്യൂ
സംതിങ് വാസ് അബൌട്ട് ടു ഹാപ്പൻ. നെക്സ്റ്റ് മോർണിംഗ് ഞാൻ വേക്കപ്പ് ചെയ്തു. ആദ്യം പല്ല് പോലും തേച്ചില്ല. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തത് അമ്മയോട് പറഞ്ഞ പൗലെടുത്തോണ്ട് വന്ന് മൂത്രം ഒഴിക്കാമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഓക്കെ ചെയ്യാം. അമ്മ ബൗളെടുത്തോണ്ട് വന്ന് യൂറിൻ പാസ് ചെയ്തപ്പോൾ ക്ലിയർ യൂറിൻ വന്നു. ലൈക്ക് ദാറ്റ്, എക്സാക്ട് യൂറിൻ. ദർ വാസ് നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, അല്ലെങ്കിൽ ബ്ലഡിന്റെ ആ സെഡിമെന്റ്സോ ഒന്നുമില്ല. ഇറ്റ് വാസ് ക്ലിയർ. ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ലൈക്ക് ക്ലിയർ യൂറിൻ ആയിരുന്നു അത്. അതോടെ എനിക്ക് മനസ്സിലായി, ലൈക്ക് വെൻ യു പ്രേ ഫോർ സർട്ടൻ തിങ്സ് ആൻഡ് ഇഫ് ഇറ്റ് അലൈൻസ്, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ രീതിയുമായിട്ട് അലൈൻ ചെയ്യുവാണെങ്കിൽ, ദൈവത്തിന്റെ ഹിതമായിട്ട് അലൈൻ ചെയ്യുവാണെങ്കിൽ, മിറക്കിൾ ഇസ് ഹാപ്പൻ. മിറക്കിൾ വിൽ ഹാപ്പൻ. അപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ മിറക്കിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ ഹാപ്പൻ, ബട്ട് യു ഹാവ് ടു അലൈൻ. അങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വേർ നമ്മുടെ മാനസികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വി ഗോ ടു ദ ഹോസ്പിറ്റൽ, നമ്മൾ ട്രീറ്റ്മെന്റ് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കും. പക്ഷെ ഐ നെവർ ഗോ ടു ദ ഹോസ്പിറ്റൽസ്. മെയിൻലി എന്ന് വെച്ചാൽ അമ്മയുണ്ട് വീട്ടിൽ, അമ്മ നോക്കും. പ്ലസ് അമ്മയുടെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ ഒത്തിരി ക്ലിയർ ആണ്. അമ്മ അക്യുറേറ്റ്, ഒത്തിരി മെഡിസിൻ ഇല്ലെങ്കിലും ചില സമയത്ത് എന്തെങ്കിലും പറ്റുമ്പോൾ, അല്ലെങ്കിൽ ഫീവർ ഒത്തിരി കുറേ ആയിരിക്കുമ്പോൾ മെഡിസിൻ എടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്നില്ലെന്നല്ല. ഫീവർ വരുമ്പോൾ മെഡിസിൻ എടുക്കും, കോഫ് വരുമ്പോൾ മെഡിസിൻ എടുക്കും. എനിക്കിപ്പം ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്, മിൽക്ക് കണ്ടന്റ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും വീസിങ് വരുമ്പോൾ മെഡിസിൻ എടുക്കും. മെഡിസിൻ എടുക്കുന്നില്ലെന്നല്ല, പക്ഷേ ദർ ആർ സിറ്റുവേഷൻ. അത് നിങ്ങൾ കോമൺ സെൻസ് ആയിട്ട് തിരിച്ചാൽ മനസ്സിലാവും. ദർ ആർ സിറ്റുവേഷൻ. ആ സമയത്ത് ഇഫ് ഇറ്റ്സ് ബെറ്റർ ടു ഗോ ടു ഗോഡ് ഫസ്റ്റ്. ദൈവത്തിനടുത്ത് ആദ്യം സ്വർഗീയ വാതിൽ മുട്ടുന്നേക്കാൾ നല്ലതായിരിക്കും ആദ്യം മുട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബിക്കോസ് ഇഫ് എ മിറക്കിൾ ഇസ് ബീങ് കെപ്റ്റ്, നിങ്ങൾക്കൊരു വലിയൊരു ഇൽനെസ്സോ സിക്നെസ് വരുമെന്ന് വിചാരിക്കുക. ഒരു ഹീലിംഗ് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് പോകണം, ഹീലിംഗ് ദൈവത്തിൻ്റെ അടുത്തും കിട്ടത്തില്ല. അതുകൊണ്ട് ആദ്യം ദൈവവാതിൽ മുട്ടുക, എന്നിട്ട് വേണം ഡോക്ടറിൻ്റെ അടുത്ത് പോക്കോളൂ. ചിലപ്പോൾ പോകുന്ന വഴിക്കായിരിക്കും നിങ്ങൾ സൗഖ്യം കേട്ട് നിങ്ങൾ തിരിച്ചു വരുന്നത്. പക്ഷെ ആദ്യം വാട്ട് എവർ ഹാപ്പൻ, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലയോ, കല്യാണം നടക്കുന്നില്ലയോ, അതൊരു വലിയൊരു ഇതാണ്. എന്നെ സംബന്ധിച്ച വലിയ കാരണം ഐ ഡോണ്ട് തിങ്ക് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് ഐ വിൽ നെവർ ഗെറ്റ് മാരീഡ്, ബിക്കോസ് nobody is going to give their daughter to look after a disabled person. It's a fact. നമ്മൾ ഇന്ത്യൻ കൾച്ചർ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഫാക്ട്. അവരെ മക്കളെ ആരും ഒരിക്കലും ഇങ്ങനെ കിടപ്പിൽ പയ്യനെ നോക്കാനായിട്ട് വിടത്തില്ല. ബിക്കോസ് ദേ വോണ്ട് ഈക്വൽ, ലൈക്ക് എ ബാലൻസ്ഡ് ഫാമിലി. അപ്പം ഞാൻ ആ വിഷയത്തിന് പ്രാർത്ഥിക്കാറില്ല. എനിക്ക് സ്ട്രെസ് ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ട്. ബിക്കോസ് നൗ മൈ ഫോക്കസ് ഹാസ് ടോട്ടലി ചേഞ്ച്ഡ്. ഐ ഇഷ്യൂ ആയിട്ട് സെക്കൻഡ് ഇൻട്രങ്കോൺ ട്രാൻസ്ലേഷൻ ഫോക്കസ് ചേഞ്ച് ആയിട്ടുണ്ട്. ലൈക്ക് I just want to be faithful, because നമ്മൾ റെവലേഷൻ വായിക്കുമ്പം, അല്ലെങ്കിൽ മാത്യുയുടെ നമ്മൾ ഗോസ്പൽസ് വായിക്കുമ്പോൾ യേശു പറയുന്നത് വെൽ ഡൺ മൈ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക, നമ്മൾ ഗുഡ് ആയിരിക്കുക. ഗുഡ് ആവാൻ പറ്റത്തില്ല, ദാറ്റ്സ് ദ റീസൺ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്, സോ ദാറ്റ് വി ക്യാൻ ബി ഗുഡ്. ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക. ദൈവം തന്ന എല്ലാം റെസ്പോൺസിബിലിറ്റി, ആ സീസൺ നമുക്ക് തന്ന എല്ലാം അസൈൻമെന്റിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക, നമ്മൾ വിശ്വസ്തരായിരിക്കുക. ദൈവം ചിലപ്പം ചിലവരെ നമ്മൾ കാണാറുണ്ട്. കുറെ യൂത്ത്സ് എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട്, ജോഷു എനിക്ക് ഗിഫ്റ്റ് ഇല്ല, എനിക്ക് പാട്ട് പാടാൻ കഴിവില്ല, പ്രസംഗിക്കാൻ കഴിവില്ല, പക്ഷേ ഞാൻ കുറെ ഇരുന്ന് പ്രാർത്ഥിക്കും. ലൈക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് മടിയില്ല, ഞാൻ കുറെ ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവം എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണം, എന്തെങ്കിലും ഗിഫ്റ്റ് തരണം. സോ ഐ സെഡ് ദാറ്റ് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലയോ, യുവർ പ്രെയർ ഇസ് യുവർ ഗിഫ്റ്റ്. ബിക്കോസ് നോട്ട് എവറി വൺ, നമ്മളെല്ലാവരും എത്ര മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്? 1/2 മണിക്കൂർ, 1 മണിക്കൂർ. ചിലർ 6 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ അവർക്ക് they can pray. That's a gift. If you can pray for hours, that's a gift. ഒരു ചിലർക്ക് എൻകറേജ് ചെയ്യാനുള്ള ഗിഫ്റ്റ് ഉണ്ട്, ചിലർക്ക് വാക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഗിഫ്റ്റ് ഉണ്ട്. യൂസ് ദാറ്റ് ഗിഫ്റ്റ്. നിങ്ങൾ ഗിഫ്റ്റ് നമ്മൾ പറയുമ്പം പ്രൊഫസി, ടങ്സ്, ഹീലിംഗ് മിനിസ്ട്രി, ഡീമിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്ന മിനിസ്ട്രി, അതാണ് നമ്മൾ മേജർ ഗിഫ്റ്റ് നമ്മൾ കൺസിഡർ. പക്ഷേ there are millions of gifts. നിങ്ങൾ ആ ഗിഫ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങളുടെ വഴികൾ തുറക്കുന്നത്, നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നത്, നിങ്ങളുടെ ത്രൂ ആൾക്കാരെ ഹീൽ ആവുന്നത്, നിങ്ങളുടെ മിനിസ്ട്രി ബ്രേക്ക് ത്രൂ കിട്ടുന്നത്. സോ യൂസ് യുവർ ഗിഫ്റ്റ്സ്. പിന്നെ വേറെ ടെസ്റ്റിമണീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം മൈനർ ആണ്. മേജർ മൈനർ ഒന്നും ഇല്ല ഇതിനകത്ത്. ടെസ്റ്റിമണിക്ക് മേജർ മൈനർ ഒന്നും ഇല്ല, പക്ഷെ കുറെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. ലൈക്ക് വൺ തിങ് ലെഡ് ടു അനദർ. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റോറിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം, ഒത്തിരി സമയം എടുക്കുന്നില്ല. ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് എന്നെ കാണാൻ എനിക്കൊരു കോൾ വന്നു. സോ പറഞ്ഞു ജോഷു ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് എവിടെ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ് തരാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. അപ്പം ആ ആൻറ്റി എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നു. ആൻറ്റിക്ക് 58 years ഓൾഡ് ആയിരുന്നു. ആൻറ്റി ഇന്ത്യൻ അല്ലായിരുന്നു ബൈ ബർത്ത്. ആൻറ്റി ഹംഗേറിയൻ ആണ് ബൈ ബർത്ത്. പക്ഷേ ഇന്ത്യനായിട്ട് ഒരു മാരേജ് ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പം ബോംബെയിലാണ് സെറ്റിൽഡ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരൻ എന്നെ കാണാൻ വന്നിട്ട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. പുള്ളിക്കാർക്ക് ഹിന്ദി അത്ര നിശ്ചയമല്ല, വേറൊരു ലാംഗ്വേജ് നിശ്ചയമല്ല. ഹംഗേറിയൻ ആയതുകൊണ്ട് ഇംഗ്ലീഷും ഹംഗേറിയൻ മാത്രം അറിയാം.
അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളിക്കാരി വന്ന് എൻ്റെ കൂടെ ഇരിക്കും, എന്നെ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്യും. വീട്ടിൽ നിന്ന് ആഹാരം ഉണ്ടാക്കി വന്ന് എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുമായിരുന്നു. വൈകുന്ന സമയത്ത് എന്നെ വിളിക്കുമായിരുന്നു. പുള്ളിക്കാരി ഡോഗിന് പട്ടിയെ കൊണ്ട് വാക്ക് ചെയ്യാൻ പോകുമ്പോൾ എന്നെ വിളിക്കും, കോളിലിടും, പട്ടിയായിട്ട് സ്ക്രീൻ വീഡിയോ കോൾ ചെയ്യും. അങ്ങനെ കുറേ തരത്തിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഇല്ലാത്ത കുറേ കാര്യം ഞാൻ പഠിക്കാൻ പറ്റി. ലൈക്ക് ഹൗ ടു ഫുൾ ടൈം പുള്ളിക്കാരൻ എൻ്റെ കൂടെ ആയിരുന്നു. വരാൻ പറ്റിയില്ലെങ്കിൽ പുള്ളിക്കാരൻ വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും. അത് സംസാരിക്കുമ്പോൾ ദൈവിക കാര്യമായിട്ട് കൂടുതൽ പറഞ്ഞില്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള കാര്യം. എന്താ കാരണം, ഞാൻ ആ സിറ്റുവേഷനിലായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കമ്പനി വേണം. അത് പുള്ളിക്കാരിക്ക് മനസ്സിലായി. പുള്ളിക്കാരി അങ്ങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ദിവസം പുള്ളിക്കാരോട് ചോദിച്ചു, ഞാൻ ആദ്യമൊക്കെ ചോദിക്കാനും പുള്ളിക്കാരി പറയത്തില്ലായിരുന്നു. ഒരു ദിവസം പുള്ളിക്കാരോട് ചോദിച്ചു, എൻ്റെ അഡ്രസ്സും നമ്പറും ആരാ പറഞ്ഞു ഞാൻ ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ആക്ച്വലി പുള്ളിക്കാരി കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് പറയുമായിരുന്നു, ജോഷുവ 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 എന്നുള്ള പേര് ഓർപ്പിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു റെസ്റ്റ്ലെസ്നെസ്, ഒരു ആത്മാവിൽ സ്പിരിറ്റിലൊരു ഭയങ്കര ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. എന്തുവായി ജോഷുവ, ബുക്കാണോ വചനമാണോ വായിക്കാൻ പറയുന്നത്, എന്തുവാ മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരി പിന്നെ എന്നെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ജോഷുവ എന്ന് പറഞ്ഞൊരു പയ്യൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്, പോയി കാണണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു, ഇത് ബോംബെയിൽ ലക്ഷക്കണക്കിന് ഹോസ്പിറ്റലുണ്ട്, ഏത് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്, ആരാണ് എവിടെ നിന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ പുള്ളിക്കാരി പ്രാർത്ഥിച്ചു. പുള്ളിക്കാരുടെ ചർച്ചിന്റെ നോട്ടീസ് ബോർഡിൽ എൻ്റെ പേരും നമ്പറും ഉണ്ട്. ആ ഫോളോയിങ് സൺഡേ അങ്ങനെ നമ്പർ എടുത്ത് പുള്ളിക്കാരി എന്നെ കാണാൻ വന്നതാണ്. പുള്ളിക്കാരി 6 months എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒക്ടോബർ മാസത്തിൽ സഡൻലി പുള്ളിക്കാരനുമായിട്ട് എൻ്റെ കോൺവെർസേഷൻ വിട്ടുപോയി. ടെക്സ്റ്റ് ഇല്ല, കോളില്ല, വിസിറ്റ് ഇല്ല, ഒന്നുമില്ല. ഞാൻ അവരുടെ റിലേറ്റീവും ഫാമിലിയുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, കുറച്ച് വയ്യാതിരിക്കുകയാണ് എന്ന് പറഞ്ഞു. വേറൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ക്ലിയർ ആൻസർ തരുന്നില്ല. അങ്ങനെ കുറേ 2-3 ദിവസം കൂടെ കഴിഞ്ഞ് 2015 ജാനുവരി എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് 3 ദിവസം 4 ദിവസം കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഇങ്ങനെ പറഞ്ഞു, ഈ ആൻറ്റി മരിച്ചുപോയി, ഓവേരിയൻ ക്യാൻസറാന്ന് പറഞ്ഞു. വല്ലാത്ത എന്നെ ഒരു 2-3 വർഷം കുറച്ച് ഷോക്കിലിട്ടൊരു കാര്യമാണ്. കാരണം ആൾക്കാർ വിട്ടുപോകുന്ന ആ പ്രയാസം, അതും എനിക്ക് ദൈവം, ആ എക്സ്പീരിയൻസും ദൈവം എനിക്ക് തന്നു. ബേസിക്കലി എല്ലാം എക്സ്പീരിയൻസ്, സിക്നസ് ആയാലും ഹങ്കർ ആയാലും തേഴ്സ്റ്റ് ആയാലും സ്കൂളിൽ പോകാത്ത എക്സ്പീരിയൻസ്, ഫിസിക്കൽ എക്സ്പീരിയൻസ്, സെക്ഷൽ അബ്യൂസിന്റെ എക്സ്പീരിയൻസ്, എല്ലാ എക്സ്പീരിയൻസ് കൂടി ആൾക്കാർ മരിച്ചുപോയി എക്സ്പീരിയൻസിൽ അതും കൂടെ ദൈവം എനിക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പിന്നെ അപ്പം ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആ മൂമെന്റിൽ ആ 2-3 വർഷം ഞാനിങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, പുള്ളിക്കാരുടെ മിനിസ്ട്രി ആയിരുന്നു, ഫൈനലി മൂമെന്റിലെ മിനിസ്ട്രി ആയിരുന്നു എൻ്റെ കൂടെ, ലൈക്ക് ടു സെർവ് ഹിം. പുള്ളിക്കാരൻ്റെ മോസ്റ്റ് ഓഫ് ദ ടൈം പുള്ളിക്കാരി എന്നെ വചനം പഠിപ്പിക്കുകയും പിന്നെ ലോകത്തിൽ എങ്ങനെ സംസാരിക്കണം, ആരോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, കുറേ കാര്യം പുള്ളിക്കാരെ പഠിപ്പിച്ചു. കാരണം ഫൈനൽ മൂമെന്റ്സിൽ. അപ്പൊ വേറൊരു കാര്യം എനിക്ക് മിനിസ്റ്ററെ പറ്റി മനസ്സിലായെന്ന് വെച്ചാൽ, ദൈവം അതല്ലേ, ബൈബിൾ കോളേജിൽ പോയിട്ട് തന്നെ പഠിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് ദൈവം, അത് പഠിക്കണമെങ്കിൽ മനുഷ്യനായിട്ട് നമ്മൾ ഇതിലെ ജീസസിന്റെ പ്രോപ്പർ അംബാസഡർ ആയിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ബൈബിൾ കോളേജിൽ പോയാൽ പോരാ, ദൈവത്തോട് അടുത്തിരുന്നാലേ പറ്റുള്ളൂ. ബിക്കോസ് കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ എപ്പോൾ എന്ത് പറയണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ ഒരാളിപ്പോൾ ഒരു വിഷയം കൊണ്ട് വന്നാൽ അതെങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാൻ പോലും ദൈവം പഠിപ്പിക്കും. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, നമുക്ക് ഓരോ വിഷയം ഉണ്ടെങ്കിൽ നമ്മളത് കുറച്ച് വചനം കോട്ട് ചെയ്യും. പിന്നെ നമുക്ക് കുഞ്ഞു വല്ല കോളേജസ് നമ്മുടെ ചർച്ചിൽ പോവുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. പക്ഷെ ആത്മീയമായിട്ട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, പ്രോപ്പർ പോയിന്റ് ടു പോയിന്റ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, എപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, അല്ലെ ആശ്വാസം വരുത്തുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ സൗഖ്യം വരുത്തുന്ന പ്രാർത്ഥന, അതെങ്ങനെ ചെയ്യണം പോലും ദൈവം പഠിപ്പിക്കും. അപ്പം ഞാനത് അതിനെപ്പറ്റി കുറെ റിഫ്ലക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ, വരത്തില്ലേ, നമ്മുടെ ലൈഫിലെ എല്ലാ മൂവ്മെന്റ്, ഈവൻ ഒരാളെ കണ്ടുമുട്ടുന്നത് പോലും ഒരു വലിയൊരു മുഖാന്തരമായിരിക്കും, ദൈവത്തിന്റെ മുഖാന്തരമായിരിക്കും. അപ്പം നമുക്ക് അവരെ പ്രാർത്ഥിക്കാൻ പറ്റും, അവരെ അറിയാൻ പറ്റും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എല്ലാവർക്കും സഹായിക്കാൻ, അല്ല എന്തായാലും പോട്ടെ. പക്ഷെ ഇവിടത്തിലെ എല്ലാം, എവറിത്തിങ് നമ്മൾ ദൈവത്തിൽ യേശുവിൽ സമർപ്പിച്ചിട്ടുണ്ടോ, എവറി സിംഗിൾ സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത് അത് ഓർഡേൺഡ് ആയിരിക്കും, പർപ്പസ്ഡ് ആയിരിക്കും. നമ്മൾ വിചാരിക്കും, ഞാൻ ഇവിടുന്ന് കടയിൽ വരെ പോയിട്ട് വന്നു, ഈവൻ ആ സ്റ്റെപ്സ് പോലും പർപ്പസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ പോകുന്ന വഴിക്ക് അല്ല കടക്കാരനുമായിട്ടായിരിക്കും നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റുക, അല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുക, അല്ല അവരുടെ എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുക. അതിലെല്ലാം എവറി സിംഗിൾ സ്റ്റെപ്പ് ഇസ് ഓർഡേൺഡ്. നിങ്ങൾ ഈ മൈൻഡ് സെറ്റ് വെച്ച് 2024 പോവുകയാണെങ്കിൽ, എനിക്ക് കിട്ടിയത്, എനിക്കുള്ളതെല്ലാം കണ്ടന്റ് ആണ്, എനിക്ക് വേറെ ഒന്നും വേണ്ട, ദൈവത്തിന്റെ കൃപ മാത്രം എനിക്ക് മതി എന്നുള്ള ആ ഒരു കാര്യം. പിന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്, ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല, പറഞ്ഞത് മാത്രം പോരാ, അത് വിശ്വസിച്ച് തുടങ്ങുകയാണെങ്കിൽ 2024 വിൽ ബി ദ ഹാപ്പിയസ്റ്റ് യു വിൽ എവർ ബി. ബിക്കോസ് ഇതുവരെ നടന്നത് ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. എൻ്റെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഫാമിലിയായിട്ടും കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ
ഒരിക്കലും ഞാനിങ്ങനെ ആ കാര്യം വിചാരിച്ചു, അയ്യോ എനിക്കിതില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അതില്ലല്ലോ എന്ന് പറഞ്ഞാൽ സാഡ് ആയിട്ടില്ല. ഹാപ്പിനെസ് കംസ് വെൻ യു ആർ കണ്ടെന്റ് വിത്ത് ഗോഡ്. സോ ആ കാര്യം ഓർക്കുക. ഞാൻ പറഞ്ഞ ടെസ്റ്റ് മണി എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണാം, എൻ്റെ ഈ സെക്ഷൻ അഡ്രസ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ ഈ സെക്ഷൻ അഡ്രസ്സ് ചെയ്യാൻ. അതിൽ കുറെ വിഷയങ്ങളുണ്ട്, അതുകൊണ്ടാണ് അഡ്രസ്സ് ചെയ്യാൻ. കാരണം നമ്മൾ സാക്ഷ്യം പറയുമ്പം ദൈവമഹത്വത്തിന് വേണ്ടിയായിരിക്കും പറയേണ്ടത്. ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഡിഫെയിം ചെയ്യാൻ വേണ്ടിയല്ല പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ബിക്കോസ് ഓഫ് ദോസ് റീസൺസ്. അപ്പം ഞാൻ പറഞ്ഞ സാക്ഷ്യം ദൈവമഹത്വം, ഐ തിങ്ക് ഐ ഗ്ലോറിഫൈഡ് ഗോഡ്. ഐ ബിലീവ് ദാറ്റ് ഐ ഗ്ലോറിഫൈഡ് ഗോഡ്. ഐ വാസ് ഞാൻ ദൈവത്തിന്, യേശുവിനെ പ്രസന്റ് ചെയ്യാൻ പറ്റി, യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്ത് എന്താണ് പ്രസന്റ് ചെയ്യാൻ പറ്റി ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ സാക്ഷ്യം, എൻ്റെ ജീവിതാനുഭവം എല്ലാം നിങ്ങൾക്ക് ഒരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കട്ടെ. ഇഫ് നോട്ട് എ ബ്ലെസ്സിങ്, അറ്റ്ലീസ്റ്റ് അതൊരു എൻകറേജ്മെന്റ് ആയിരിക്കട്ടെ, അതൊരു ജോയ് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പാസ്റ്ററിനും ഫാമിലിക്കും ആരോമ ടി വിക്കും പിന്നെ പ്രേക്ഷകർക്കും, എന്നെ കേട്ടിട്ടില്ല എല്ലാ പ്രേക്ഷകർക്കും ഇത്രയും സമയം കേട്ടിരുന്നതും ഓപ്പർച്യൂണിറ്റി തന്നെ പാസ്റ്ററിനും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ജോഷുവ. ജീവിതത്തിൽ കടന്നുപോയ ആ അനുഭവം, അതിൻ്റെ ആ 1 by 1 ആയിട്ട് ജീവിതത്തിലെ ഓരോ സിറ്റുവേഷനിലും അനുഭവിച്ച ആ കാര്യങ്ങൾ വളരെ ആപ്റ്റായിട്ടുള്ള ആ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതൊക്കെ പോസിറ്റീവായിട്ട് കേൾക്കുന്നവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്ന വാക്കുകളാണ് ജോഷുവയുടെ ജീവിതത്തിലൂടെ പറയുവാൻ, കേൾക്കുവാൻ തക്കവണ്ണിടയായി തീർന്നത്. അതിൻ്റെ ഒരു മറുവശം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞു. അതും ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും പറയണമെന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. സങ്കീർത്തന പുസ്തകം 103-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ജോഷുവയുടെ ജീവിതത്തിൽ നിരവധി അനുഭവങ്ങൾ വളരെ ചെറുപ്പം മുതൽ തന്നെ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ഇടയായി തീർന്നു. നല്ല യൗവനപ്രായത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ട്രെയിൻ ആക്സിഡന്റ് ശരിക്കും ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു മിറക്കിളാണ്. ബോംബെയിൽ ഓരോ ദിവസവും 100 കണക്കിന് ആക്സിഡന്റുകളാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ, റെയിൽവേ ട്രാക്കുകളിൽ ആളുകൾ വീണ് മരണപ്പെട്ടുകൊണ്ട്. എനിക്ക് നല്ല അറിവുള്ള കാര്യമാണ് അതിനെക്കുറിച്ച്. ഓരോരുത്തര് റെയിൽവേ ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം. ലോക്കൽ ട്രെയിനിന്റെ ട്രാക്കിനും പ്ലാറ്റ്ഫോമിനും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നിരവധി പേരാണ്. കാരണം വെറും 15 സെക്കൻഡ് മാത്രമാണ് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ലോക്കൽ ട്രെയിൻ വന്ന് സ്റ്റോപ്പ് ചെയ്ത് കയറുന്നവർ കയറുന്നു, ഇറങ്ങുന്നവർ ഇറങ്ങുന്നത്, രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് വളരെ ബിസിയാണ് ഈ ലോക്കൽ ട്രെയിൻ ട്രാവലിംഗ് ബോംബെയെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ നടുവിൽ ദൈവം പ്രിയ മകൻ ജോഷുവയെ ജീവനുള്ളവനാക്കി ഇങ്ങനൊരു സാക്ഷ്യം പറയുവാൻ നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്പൈനൽ ഒക്കെ പൊട്ടിപ്പോയി അതിനെ റീകണക്ട് ചെയ്ത് വീണ്ടും ഒരു നോർമൽ സ്റ്റേജിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മിറക്കിൾ. അത് അസാധ്യമായ, വൈദ്യശാസ്ത്രത്തിന് പോലും അത് ഒരു വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്ന ഒരു വിഷയമാണ് റീകണക്ട് ചെയ്യുക എന്നത്. അതിൽ നിന്നും ഒരു വിടുതലുണ്ടായി. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ ഇത്രയും ടെസ്റ്റ് മണി പറയുവാൻ, ഇങ്ങനെ ഇത്രയും സമയം ഇതിൽ സ്പെൻഡ് ചെയ്യുവാൻ കൊണ്ട് കഴിയുമായിരുന്നില്ല. തീർച്ചയായിട്ടും അതൊരു വലിയ ഗ്രേറ്റ് മിറക്കിളാണ് ജോഷുവയുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നു. തീർച്ചയായിട്ടും പ്രിയമകൻ ജോഷുവയെ ദൈവം സഹായിക്കട്ടെ. ഇപ്പോഴും വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് മണി ഷെയർ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. ദൈവം നടത്തിയ വഴികൾക്കായിട്ട് നന്ദി പറയാം. തീർച്ചയായിട്ടും തുടർന്നും പ്രിയ മകന്റെ ജീവിതം ഒരു നല്ലൊരു ടെസ്റ്റ് മണിയായി
ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു, തുടർന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. അരോമ TV-യിലെ പ്രേക്ഷകർ തങ്ങളുടെ ജീവിതത്തിൽ ആമേൻ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവം ഒരുക്കുന്ന അവസരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോഷുവ ആമേൻ അരോമ TV-യിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണയായി തീരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. All eyes closed, all heads bowed, let's pray. Our kind and loving Heavenly Father, we thank you for this beautiful morning that you've given to us. Father, this time as we come, we thank you, we praise you for this beautiful day, and we thank you for bringing us this far. Father God, we hand over every single thing that we have spoken, that we have shared this evening, Abba, this morning, Abba. And we pray, Abba, that you give us more opportunities to share your word, share every single act that you have, Lord Jesus, given to us, through the people, through the congregation, to the entire world, Abba, glorifying your name. And we praise you, Abba, for giving us this opportunity. And we praise you, Abba, that your name has been glorified this morning, Father God. And at this time, at this moment, we hand over entire pastor team, the team that is taking care of the editing, the pastor, his family, the entire channel, the Aroma channel. We pray, Lord, we pray that you bless those families, Abba. Bless every single individual attached to it, whether it is person watching the videos or listening to the testimonies or connected to pastor's life, pastor's family. Bless every single individual, Abba. Every person who is listening to us right now, every single person who has got their eyes closed and who is in, oh Lord, leaning into the prayer, we pray that you bless them, Abba. You know every single person, whoever they are, wherever they are, Abba. We pray at this time that you touch those individuals. If they lack peace, give them peace, Abba. If they lack guidance, give them guidance, Abba. If they lack wisdom, give them wisdom, Abba. If they require healing in their life, if they require deliverances in their life, if their relationships are broken, Abba, we pray that you fix them, Abba. And moreover, Abba, guard them and crown them with your peace, that they can always be stable and the enemy can never come and steal away what you have given to them. Crown them with your peace, Abba, and anoint them with your heavenly oil, Abba. Father God, we thank you for the blessings that are given us, and we remember the way you have left us, Abba. And at this time, we remember the cross. Thank you for the sacrifice, the beatings that it took, the sacrifice you paid for us. We remember the sacrifice, Jesus. Thank you for taking each and every one of our place upon the hill on Calvary and dying for us and giving us the opportunity to come and approach the throne of grace more boldly and with confidence, Abba. So we hand over every single person, and we pray that may your grace, your love, your mercy, and your favor be upon us and upon every single individuals and families who are listening and watching and leaning in at this time. Thanking you, Abba, for listening to us. Thanking you for all the answers you've given us this far. Thank you for the answers and the miracles and the great work that you're going to fulfill in individual lives in the coming days, Abba. And let these coming days, weeks, months, and years be filled with your glory, so that we can know and we can testify, and we can act and live through your glory, Abba. May your light shine upon our lives and through our lives, Abba. Just as the way you helped the Egyptian's house, just as the way you blessed the Egyptian's house because of Joseph, we pray at this time that wherever we are, bless our neighborhood, bless every single person who is connected to us at our workplace, at our schools, at our colleges, at the very place, even the strangers that we pass by. Bless them for our sake, Abba, and help them to see just the way Egyptians saw that God was with Joseph. Help them to see that the God is with us as we pass through and live through our lives, Abba. Let our life, let our words, let our actions bring glory to your name. And also, Father God, we plead for forgiveness. Have mercy upon us, have your grace upon us, and forgive us for every errors, every mistake, every sin, every lawlessness that we commit with our thoughts and with our deeds. We pray that you forgive us and furthermore cleanse us and renew us, Abba. Day by day, as we continue to march in this journey of faith, enable us to keep our eyes on you at all times. Help us to keep our eyes transfixed on your name, on your kingdom, on your righteousness, and help us to march through this road in faith, Abba. And every single day, as we take steps forward in this journey of faith,
We pray that your heavenly spirit, your Holy Spirit transforms us in your image, Jesus, and cleanses and makes us more perfect, makes us more prepared and ready for your glorious second coming, Jesus. Once again, we thank you for this morning. Thank you for all the things that you've given us. Thank you for this opportunities. Thank you for all the things that you have, Lord, just equipped us with, Sabah. Thank you once again for listening to us and paying closer attention to our prayers and giving us the joy and the peace this morning. All praises and all worship be to you. All glory and all honor be to you. In Jesus' precious name we pray. And everybody said, Amen. Thank you, dear Joshua. Blessings and blessed testimony for us. God may bless you abundantly. According to the riches of heaven, God may bless you. ആമേൻ. എല്ലാ അരോമ ടി വിയിലെ പ്രേക്ഷകരോടതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ടെസ്റ്റിമണി അനുഗ്രഹമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com